ഹലോ ഫ്രണ്ട്സ്, അച്ചീവർ സ്റ്റഡി വ്ളോഗ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. കേരള സർക്കാരിൻ്റെ സാമൂഹ്യ ആരോഗ്യക്ഷേമ പദ്ധതികളെ പറ്റിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ടോപ്പിക്കിനെ നിങ്ങൾക്കിനി വേറൊരു വീഡിയോയും കാണേണ്ട ആവശ്യമില്ല. കാരണം കേരള സർക്കാർ നടപ്പിലാക്കിയ മുഴുവൻ ആരോഗ്യക്ഷേമ പദ്ധതികളും അതുമായിട്ട് ഉൾപ്പെട്ട പോയിന്റ്സും നമ്മൾ ഈ ഒരൊറ്റ വീഡിയോയിൽ പങ്കുവയ്ക്കുകയാണ്. വീഡിയോ ഇൻഫർമേറ്റീവും ഇൻട്രസ്റ്റിംഗുമായി തോന്നിയാൽ മറക്കാതെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് അഭയ എന്നൊരു പദ്ധതിയാണ്. എന്താണ് അഭയ എന്ന ആരോഗ്യക്ഷേമ പദ്ധതിയെ പറ്റി നമുക്ക് ആദ്യമായിട്ട് മനസ്സിലാക്കാം. എന്താണ് അഭയ എന്ന് പറയുന്നത്? നിർധനരായ രോഗികൾക്ക് ഉച്ചഭക്ഷണം നൽകുന്ന പദ്ധതിയാണ് അഭയ എന്ന് പറയുന്നത്. എന്താണ്? നിർധനരായ രോഗികൾക്ക് ഉച്ചഭക്ഷണം നൽകുന്ന ഒരു പദ്ധതിയാണ് അഭയ. തെരഞ്ഞെടുത്ത സർക്കാർ ആശുപത്രികൾ വഴിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. എന്താണ്? തെരഞ്ഞെടുത്ത സർക്കാർ ആശുപത്രികൾ വഴിയാണ് എന്ത് നടപ്പിലാക്കുന്നത്? അഭയ എന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. അഭയ എന്താണ് ഉദ്ദേശിക്കുന്നത്? നിർധനരായ രോഗികൾക്ക് ഉച്ചഭക്ഷണം നൽകുന്ന പദ്ധതിയാണ്. അപ്പോൾ നിർധനരായ രോഗികൾക്ക് ഒരു അഭയമാണ് എന്തെന്ന് പറയുന്നത് ഈ ഉച്ചഭക്ഷണം പദ്ധതി. അതിന് പേരിട്ടിരിക്കുന്നതും എന്ത് തന്നെയാണ്? അഭയ എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് ഒരു പദ്ധതിയാണ് അഭയ കിരണം. എന്താണ് അഭയ കിരണം? അതെന്താണ് ഉദ്ദേശിക്കുന്നത്? അഗതികളായ വിധവകളെ സംരക്ഷിക്കുന്നവർക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുന്ന പുതിയ പദ്ധതിയാണ് അഭയകിരണം എന്ന് പറയുന്നത്. എന്താണ് അഭയകിരണം എന്ന് പറയുന്നത്? അഗതികളായ വിധവകളെ സംരക്ഷിക്കുന്നവർക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുന്ന പുതിയ പദ്ധതിയാണ് അഭയകിരണം എന്ന് പറയുന്നത്. ആദ്യഘട്ടമായി 200 പേർക്ക് സഹായം നൽകും. പിന്നീട് 50 വയസ്സിന് മേലുള്ള വിധവകളെയാണ് ഈ പദ്ധതിക്ക് വേണ്ടി പരിഗണിക്കുക. എത്ര വയസ്സിന് മുകളിലാണ്? 50 വയസ്സിന് മേലുള്ള വിധവകളെയാണ് അഭയകിരണം പദ്ധതിക്ക് വേണ്ടി പരിഗണിക്കുന്നത്. ധനസഹായം നൽകുന്നത് ആദ്യം എത്ര പേർക്കായിരിക്കും? 200 പേർക്കാണ് ആദ്യഘട്ടമായിട്ട് സഹായം നൽകുന്നത്. അപ്പോൾ അഭയകിരണം എന്ന് പറയുന്നത് എന്താണ്? അഗതികളായ വിധവകളെ സംരക്ഷിക്കുന്നവർക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുന്ന പുതിയ പദ്ധതിയാണ് അഭയകിരണം. ആദ്യഘട്ടമായി 200 പേർക്ക് സഹായം നൽകും. 50 വയസ്സിന് മേലുള്ള വിധവകളെയാണ് ഈ പദ്ധതിക്ക് പരിഗണിക്കുന്നതെന്നും ഓർത്തിരിക്കുക. അടുത്തൊരു പ്രോഗ്രാമാണ് അല്ലെങ്കിൽ അടുത്തൊരു പദ്ധതിയാണ് അന്നപ്രദായിനി എന്ന് പറയുന്നത്. എന്താണ് അന്നപ്രദായിനി? ആ പേരിൽ തന്നെയുണ്ട്. അന്നം എന്ന് പറയുന്നത് എന്താണ്? ഭക്ഷണമാണ്. അത് പ്രദാനം ചെയ്യുന്ന എന്തോ ഒരു പ്രോഗ്രാമാണ്. നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായി. അപ്പോൾ അട്ടപ്പാടി സംയോജിത ശിശു വികസന പദ്ധതിയിലെ 175 അംഗൻവാടികളിൽ 2013 മുതൽ നടപ്പാക്കി വരുന്ന ഉച്ചഭക്ഷണ പരിപാടിയാണ് അന്നപ്രദായിനി എന്ന് പറയുന്നത്. എന്താണ്? അട്ടപ്പാടി സംയോജിത ശിശു വികസന പദ്ധതിയിലെ 175 അംഗൻവാടികളിൽ 2013 മുതൽ നടപ്പാക്കി വരുന്ന ഉച്ചഭക്ഷണ പരിപാടിയാണ് അന്നപ്രദായിനി എന്ന് പറയുന്നത്. കുടുംബശ്രീ മിഷൻ വഴിയാണ് ഈ ഒരു പദ്ധതി നടപ്പാക്കി വരുന്നത്. ഏത് പദ്ധതിയാണ്? കുടുംബശ്രീ മിഷൻ വഴിയാണ് അന്നപ്രദായിനി എന്ന് പറഞ്ഞ പദ്ധതി നടപ്പാക്കി വരുന്നതെന്നും ഓർത്തിരിക്കുക. അടുത്തൊരു പദ്ധതിയാണ് അന്നദായിനി. എന്താണ് അന്നദായിനി? അതും എന്താണ്? അന്നം, ആഹാരവുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രോഗ്രാമാണ്. എന്താണെന്ന് നോക്കാം. കേരള സാമൂഹ്യ മിഷന്റെ ആഭിമുഖ്യത്തിൽ ആദിവാസി വിഭാഗങ്ങൾക്ക് പോഷകാഹാരം നൽകുന്ന പദ്ധതിയാണ് അന്നദായിനി എന്ന് പറയുന്നത്. അപ്പം എന്താണ് അന്നദായിനി എന്ന് പറയുന്നത്? എന്താണ്? കേരള സാമൂഹ്യ മിഷന്റെ ആഭിമുഖ്യത്തിൽ ആദിവാസി വിഭാഗങ്ങൾക്ക് പോഷകാഹാരം നൽകുന്ന പദ്ധതിയാണ് അന്നദായിനി എന്ന് പറയുന്നത്. സോ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായി. ഈ എന്താണ് ആദിവാസി വിഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് 2 പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഒന്ന് അന്നപ്രദായിനിയുമുണ്ട്, ഒന്ന് അന്നദായിനിയുമുണ്ട്. ഓക്കെ, അപ്പോൾ അന്നപ്രദായിനി നമ്മൾ കുറച്ച് മുന്നേ പഠിച്ചു. എന്താണ്? അട്ടപ്പാടി സംയോജിത ശിശു വികസന പദ്ധതിയിലെ 175 അംഗൻവാടികളിൽ 2013 മുതൽ നടപ്പാക്കി വരുന്ന ഉച്ചഭക്ഷണ പരിപാടിയാണ്. കുടുംബശ്രീ വഴിയാണിത് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു. അപ്പോൾ ഇത് അന്നദായിനി എന്ന് പറയുന്നത് എന്താണ്? കേരള സാമൂഹ്യ മിഷന്റെ ആഭിമുഖ്യത്തിൽ ആദിവാസി വിഭാഗങ്ങൾക്ക് പോഷകാഹാരം നൽകുന്ന പദ്ധതിയാണ്. സോ അന്നപ്രദായിനിയും അന്നദായിനിയും ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ആദിവാസികളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കൂടാതെ ആഹാരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്തൊരു പദ്ധതിയാണ് അനുയാത്ര. എന്താണ് അനുയാത്ര? അതെന്താണ്? ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമായി കേരളത്തെ മാറ്റാനുള്ളൊരു പദ്ധതിയാണ് അനുയാത്ര എന്ന് പറയുന്നത്. എന്താണ് അനുയാത്ര എന്ന് പറയുന്നത്? ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമായിട്ട് കേരളത്തെ മാറ്റാനുള്ള ആ ഒരു ട്രാവലിംഗ്, ആ ഒരു യാത്രയാണ് ഈ ഒരു പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അനുയാത്ര എന്ന് പറയുന്നത് എന്താണ്? ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമായി കേരളത്തെ മാറ്റാനുള്ള പദ്ധതിയാണ് അനുയാത്ര എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തൊരു പദ്ധതിയാണ് അമ്മത്തൊട്ടിൽ. എന്താണ് അമ്മത്തൊട്ടിൽ? അനാഥരായ നവജാത ശിശുക്കളെ ഏറ്റെടുക്കാൻ സാമൂഹ്യക്ഷേമ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് അമ്മത്തൊട്ടിൽ. ഇപ്പം എന്താണ് അമ്മത്തൊട്ടിൽ എന്ന് പറയുന്നത്? അനാഥരായ നവജാത ശിശുക്കളെ ഏറ്റെടുക്കാൻ സാമൂഹ്യക്ഷേമ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് അമ്മത്തൊട്ടിൽ എന്ന് പറയുന്നത്.
അടുത്തൊരു പദ്ധതിയാണ് അമൃതം ആരോഗ്യം. എന്താണ് അമൃതം ആരോഗ്യം? ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന ആരോഗ്യ പദ്ധതി ആണ് എന്തെന്ന് പറയുന്നത് അമൃതം ആരോഗ്യം എന്ന് പറയും. എന്താണ് അമൃതം ആരോഗ്യം എന്ന് പറയുന്നത്? ജീവിതശൈലി രോഗങ്ങൾക്ക്, എന്താണ് ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന ഒരു ആരോഗ്യ പദ്ധതിയാണ് അമൃതം ആരോഗ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 30 മേൽ പ്രായമുള്ളവരാണ് ഈ പദ്ധതി അനുസരിച്ച് സ്ക്രീനിങ്ങിന് വിധേയരാകേണ്ടത്. അപ്പോൾ എന്താണ് 30 മേൽ പ്രായമുള്ളവരാണ് ഈ പദ്ധതി അനുസരിച്ച് സ്ക്രീനിങ്ങിന് വിധേയരാക്കുന്നത്. അപ്പോൾ അമൃതം ആരോഗ്യം എന്താണ് ഉദ്ദേശിക്കുന്നത്? ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന ആരോഗ്യ പദ്ധതിയാണ് അമൃതം ആരോഗ്യം. 30 മേൽ പ്രായമുള്ളവരാണ് പദ്ധതി അനുസരിച്ച് സ്ക്രീനിങ്ങിന് വിധേയരാകേണ്ടത്. അതുപോലെ നെക്സ്റ്റ് ഒരു പദ്ധതിയാണ് അതുല്യം. എന്താണ് അതുല്യം എന്ന് പറയുന്നത്? എന്താണ്? സംസ്ഥാന സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ എല്ലാ പഞ്ചായത്തിലും നടപ്പാക്കി വരുന്ന ഒരു സാക്ഷരതാ പദ്ധതിയാണ് അതുല്യം എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് അതുല്യം എന്ന് പറയുന്നത്. സംസ്ഥാന സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ എല്ലാ പഞ്ചായത്തിലും നടപ്പാക്കുന്ന ഒരു സാക്ഷരതാ പദ്ധതിയാണ് അതുല്യം എന്ന് പറയുന്നത്. അതുല്യം. അപ്പോൾ എല്ലാവരും സാക്ഷരത നേടിക്കഴിഞ്ഞാൽ എല്ലാവരും തുല്യന്മാരാവില്ലേ? അപ്പോൾ അതാണ് അതുല്യം എന്നൊരു പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ്? സംസ്ഥാന സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ എല്ലാ പഞ്ചായത്തിലും നടപ്പാക്കുന്ന ഒരു സാക്ഷരതാ പദ്ധതിയാണ് അതുല്യം. അടുത്തൊരു പദ്ധതിയാണ് ആർദ്രം. എന്താണ് ആർദ്രം? മികച്ച ചികിത്സാ സൗകര്യങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നതിനുള്ള ജനസൗഹൃദ സർക്കാർ ആശുപത്രികൾ സജ്ജമാക്കുന്ന പദ്ധതിയാണ് ആർദ്രം എന്ന് പറയുന്നത്. അപ്പം എന്താണ് ആർദ്രം എന്ന് പറയുന്നത്? മികച്ച ചികിത്സാ സൗകര്യങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നതിനുള്ള ജനസൗഹൃദ സർക്കാർ ആശുപത്രികൾ സജ്ജമാക്കുന്ന ഒരു പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്? ആർദ്രം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആയുർദളം. എന്താണ് ആയുർദളം എന്ന് പറയുന്നത്? എന്താണ്? എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ആയുർദളം എന്ന് പറയുന്നത്. അപ്പോൾ ആയുർദളം എന്ന് പറയുന്നതാണ് എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടിയുള്ള സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ആയുർദളം എന്ന് പറയുന്നത്. അപ്പോൾ ആർദ്രവും ആയുർദളവും ഏകദേശം ഒരുപോലെ തോന്നുന്നുണ്ടല്ലേ? അപ്പോൾ ആർദ്രം എന്ന് പറഞ്ഞാൽ എന്താണ്? അതും ഒരു ചികിത്സാ പദ്ധതി തന്നെയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? മികച്ച ചികിത്സാ സൗകര്യങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നതിനുള്ള ജനസൗഹൃദ സർക്കാർ ആശുപത്രികൾ സജ്ജമാക്കുന്ന പദ്ധതിയാണ് ആർദ്രം എന്ന് പറയുന്നത്. ആയുർദളം എന്ന് പറയുന്നത് എന്താണ്? എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ആയുർദളം എന്നും പറയുന്നത്. അടുത്തൊരു പദ്ധതിയാണ് ആലില പദ്ധതി. എന്താണ് ആലില പദ്ധതി? സംസ്ഥാന സർക്കാരിൻ്റെ പങ്കാളിത്ത പരിസ്ഥിതി പരിപാലന പദ്ധതിയുടെ ഭാഗമായി സഹകരണ വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് ആലില പദ്ധതി എന്ന് പറയുന്നത്. വൃക്ഷത്തൈകൾ നട്ടുപരിപാലിക്കുന്നതിനുള്ളൊരു പദ്ധതിയാണ് ആലില പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ ആലില പദ്ധതിക്കകത്ത് തന്നെ എന്താണ് നമുക്കത് പെട്ടെന്ന് കിട്ടും. ആലില എന്ന് പറയുന്നത് വൃക്ഷത്തൈ നട്ടുപരിപാലിപ്പിക്കുന്നതിനുള്ള പദ്ധതിയാണെന്നുള്ളത്. അപ്പോൾ എന്താണ് ആലില പദ്ധതി എന്ന് പറയുന്നതാണ്? സംസ്ഥാന സർക്കാരിൻ്റെ പങ്കാളിത്തത്തിൽ പരിസ്ഥിതി പരിപാലന പദ്ധതിയുടെ ഭാഗമായി സഹകരണ വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ആലില പദ്ധതി എന്ന് പറയുന്നത്. വൃക്ഷത്തൈകൾ നട്ടുപരിപാലിപ്പിക്കുന്നതിനുള്ളൊരു പദ്ധതിയാണ്. വൃക്ഷത്തൈകൾ നട്ടുപരിപാലിക്കുന്നതിനുള്ളൊരു പദ്ധതിയാണ് ആലില പദ്ധതി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് ആശാഭവൻ. എന്താണ് ആശാഭവൻ? എന്താണ് ഉദ്ദേശിക്കുന്നത്? മനോരോഗ ചികിത്സയ്ക്ക് ശേഷം ഏറ്റെടുക്കാൻ ആളില്ലാത്തവരെ സംരക്ഷിക്കുന്നതിനുള്ളൊരു സ്ഥാപനമാണ് ആശാഭവൻ എന്ന് പറയുന്നത്. എന്താണ് ആശാഭവൻ? മനോരോഗ ചികിത്സയ്ക്ക് ശേഷം ഏറ്റെടുക്കാൻ ആളില്ലാത്തവരെ സംരക്ഷിക്കുന്നതിനുള്ളൊരു സ്ഥാപനമാണ് ആശാഭവൻ. അപ്പോൾ ഇത്തരം 6 സ്ഥാപനങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 6 സ്ഥാപനങ്ങളാണ് ആശാഭവനുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. വനിതകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകമായിട്ടാണ് ആശാഭവനുള്ളത്. അതുപോലെ വനിതകൾക്ക് എവിടെയൊക്കെയാണ് ആശാഭവൻ എന്നുള്ളത്? തിരുവനന്തപുരത്തും തൃശ്ശൂരും കോഴിക്കോടുമാണ്. എവിടെയാണ്? തിരുവനന്തപുരത്തും തൃശ്ശൂരും കോഴിക്കോടുമാണ് വനിതകൾക്കായിട്ട് പ്രത്യേക ആശാഭവനുകൾ പ്രവർത്തിക്കുന്നത്. അതുപോലെ പുരുഷന്മാർക്കായിട്ട് എവിടെയൊക്കെ ആയിരിക്കും? അത് തിരുവനന്തപുരത്തും ഉണ്ട്, കോഴിക്കോടും ഉണ്ട്, എക്സ്ട്രാ എറണാകുളത്തും ആയിരിക്കും. അപ്പോൾ എന്താണ്? ആ തൃശ്ശൂരും എറണാകുളം മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റിയിട്ടാൽ മതി. വനിതകൾക്കുള്ളത് ഏതാണ്? തൃശ്ശൂർ, തിരുവനന്തപുരം, കോഴിക്കോടാണെങ്കിൽ പുരുഷന്മാർക്കുള്ളത് എവിടെയാണ്? തിരുവനന്തപുരം, കോഴിക്കോട്, എറണാകുളം. ഇത്രയുമാണ്. അപ്പോൾ എന്താണ് ആശാഭവൻ എന്ന് പറയുന്നത്? മനോരോഗ ചികിത്സയ്ക്ക് ശേഷം ഏറ്റെടുക്കാൻ ആളില്ലാത്തവരെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു സ്ഥാപനമാണ് ആശാഭവൻ. ഇത്തരം 6 സ്ഥാപനങ്ങൾ നമ്മുടെ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? വനിതകൾക്കായിട്ട് തിരുവനന്തപുരത്തും തൃശ്ശൂരും കോഴിക്കോടും പ്രത്യേക ആശാഭവനുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ പുരുഷന്മാർക്കായിട്ട് എറണാകുളത്തും തിരുവനന്തപുരത്തും കോഴിക്കോടും എന്തുണ്ട്? ആശാഭവനുകളുണ്ടെന്നും ഓർത്തിരിക്കുക. അടുത്തൊരു പദ്ധതിയാണ് ആശാകിരണം. എന്താണ് ആശാകിരണം? സംസ്ഥാനത്തെ ആശാ വർക്കർമാരുടെ ഇൻഷുറൻസ് പദ്ധതിയാണ് ആശാകിരണം എന്ന് പറയുന്നത്. ആശാകിരണം എന്ന് പറയുന്നതാണ് സംസ്ഥാനത്തെ ആശാ വർക്കർമാരുടെ ഇൻഷുറൻസ് പദ്ധതിയാണ് ആശാകിരണം എന്ന് പറയുന്നത്. അതുപോലെ ആശ്വാസ കിരൺ എന്ന് വെച്ചാൽ എന്താണ്? ആശ്വാസ കിരൺ എന്ന് പറയുന്നത് കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതിയാണ്. എത്ര രൂപയായിരിക്കും? 600 രൂപയാണ് പ്രതിമാസം പെൻഷൻ നൽകുന്നത്. അപ്പോൾ അതാണ് ആശാകിരണം എന്ന് പറയുന്നത് സംസ്ഥാനത്തെ ആശാ വർക്കർമാരുടെ ഇൻഷുറൻസ് പദ്ധതിയും ആശ്വാസ കിരൺ എന്ന് പറയുന്നത് കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതിയുമാണ്. 600 രൂപയാണ് പെൻഷൻ തുക.
അടുത്തതായിട്ട് നോക്കാനുള്ളൊരു പദ്ധതിയാണ് ആശ്വാസ് എന്ന് പറയുന്നത്. എന്താണ് ആശ്വാസ്? അപ്പോൾ വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം 6 മുതൽ 8 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കായിക വിദ്യാഭ്യാസം, കലാപഠനം, തൊഴിൽ വിദ്യാഭ്യാസം എന്നിവ ലഭ്യമാക്കേണ്ടതുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുത്ത സ്കൂളുകളെ ആശ്വാസ് കേന്ദ്രങ്ങളാക്കി ഉയർത്തുന്ന പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് ആശ്വാസ് എന്ന് പറയുന്നത്. അപ്പം എന്താണ് ആശ്വാസ് എന്ന് പറയുന്നതാണ് വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം 6 മുതൽ 8 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന 6 മുതൽ 8 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കായിക വിദ്യാഭ്യാസം, കലാപഠനം, തൊഴിൽ വിദ്യാഭ്യാസം എന്നിവ ലഭ്യമാക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണ്? കായിക വിദ്യാഭ്യാസം, കലാപഠനം, തൊഴിൽ വിദ്യാഭ്യാസം എന്നിവ ലഭ്യമാക്കേണ്ടതുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിൽ ആശ്വാസ കേന്ദ്രങ്ങളാക്കി ഉയർത്തുന്ന പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് ആശ്വാസം എന്ന് പറയുന്നത്. ആശ്വാസ് പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വണ്ണാണ് ആരോഗ്യ കിരണം. ഏതാണ് ആരോഗ്യ കിരണം? ഇതെന്താണ് പറയുന്നത്? സംസ്ഥാനത്തെ APL BPL വ്യത്യാസമില്ലാതെ 18 വയസ്സിന് താഴെയുള്ള അർബുദ, ഹൃദ്രോഗ, വൃക്ക, മസ്തിഷ്ക രോഗം ഉൾപ്പെടെയുള്ള രോഗികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ആരോഗ്യ കിരണം എന്ന് പറയുന്നത്. എന്താണ് ആരോഗ്യ കിരണം എന്ന് പറയുന്നത്? സംസ്ഥാനത്തെ APL BPL വ്യത്യാസമില്ലാതെ 18 വയസ്സിന് താഴെയുള്ള അർബുദ, ഹൃദ്രോഗ, വൃക്ക, മസ്തിഷ്ക രോഗം ഉൾപ്പെടെയുള്ള രോഗികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് ആരോഗ്യ കിരണം എന്ന് പറയുന്നത്. അടുത്തൊരു പദ്ധതിയാണ് ആപ്തമിത്രം. എന്താണ് ആപ്തമിത്രം? ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? പ്രകൃതി ദുരന്തങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര സഹായം ലഭ്യമാക്കുന്നതിന് ആവിഷ്കരിച്ച പദ്ധതിയാണ് ആപ്തമിത്രം എന്ന് പറയുന്നത്. എന്താണ്? പ്രകൃതി ദുരന്തങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര സഹായം ലഭ്യമാക്കുന്നതിന് ആവിഷ്കരിച്ച പദ്ധതിയാണ് ആപ്തമിത്രം എന്ന് പറയുന്നത്. രാജ്യാന്തര ദുരന്ത ലഘൂകരണ ദിനത്തോടനുബന്ധിച്ച് 3000 പേർക്കാണ് ഇതിനാവശ്യമായിട്ടുള്ള പരിശീലനം നൽകിയത്. എന്താണ്? രാജ്യാന്തര ദുരന്ത ലഘൂകരണ ദിനത്തോടനുബന്ധിച്ച് 3000 പേർക്കാണ് ഇതിനാവശ്യമായിട്ടുള്ള പരിശീലനം നൽകിയത്. അപ്പോൾ എന്താണ് ആപ്തമിത്രം എന്ന് പറയുന്നത്? പ്രകൃതി ദുരന്തങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര സഹായം ലഭ്യമാക്കുന്നതിന് ആവിഷ്കരിച്ച പദ്ധതിയാണ് ആപ്തമിത്രം എന്ന് പറയുന്നത്. അതുപോലെ രാജ്യാന്തര ദുരന്ത ലഘൂകരണ ദിനത്തോടനുബന്ധിച്ച് 3000 പേർക്കാണ് ഇതിനാവശ്യമായിട്ടുള്ള പരിശീലനവും നൽകിയത്. ദ നെക്സ്റ്റ് വൺ ആണ് ആഫ്റ്റർ കെയർ ഹോം. എന്താണ് ആഫ്റ്റർ കെയർ ഹോം? ഇപ്പോൾ സാമൂഹിക നീതി വകുപ്പിൻ്റെ ചിൽഡ്രൻസ് ഹോം, സ്പെഷ്യൽ ഹോം, ബാലമന്ദിരം, പുവർ ഹോം, അനാഥാലയങ്ങൾ എന്നിവിടങ്ങളിൽ 18 വയസ്സ് കഴിഞ്ഞ വനിതകളെ 18 വയസ്സ് കഴിഞ്ഞ വനിതകളെ പുനരധിവസിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് ആഫ്റ്റർ കെയർ ഹോം എന്ന് പറയുന്നത്. ആഫ്റ്റർ കെയർ ഹോം എന്ന് പറയുന്നത് എന്താണ്? സാമൂഹിക നീതി വകുപ്പിൻ്റെ ചിൽഡ്രൻസ് ഹോം, സ്പെഷ്യൽ ഹോം, ബാലമന്ദിരം, പുവർ ഹോം, അനാഥാലയങ്ങൾ എന്നിവിടങ്ങളിൽ 18 വയസ്സ് കഴിഞ്ഞ വനിതകളെ പുനരധിവസിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് ആഫ്റ്റർ കെയർ ഹോം എന്ന് പറയുന്നത്. അപ്പോൾ വിദ്യാഭ്യാസത്തിനും തൊഴിൽ പരിശീലനത്തിനും ഇവർക്ക് സൗകര്യം നൽകും. എന്തിനൊക്കെയാണ്? വിദ്യാഭ്യാസത്തിനും തൊഴിൽ പരിശീലനത്തിനും എവിടെ സൗകര്യം നൽകും? ആഫ്റ്റർ കെയർ ഹോമിൽ സൗകര്യം നൽകും. അടുത്തൊരു പദ്ധതിയാണ് ഗവേണൻസ് എന്ന് പറയുന്നത്. എന്താണ് ഗവേണൻസ്? സർക്കാർ സേവനങ്ങൾ വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പൊതുജനങ്ങൾക്ക് പരിചിതമാകുന്ന ഒരു പദ്ധതിയാണ് ഗവേണൻസ് എന്ന് പറയുന്നത്. എന്താണ് ഗവേണൻസ് എന്ന് പറയുന്നത്? സർക്കാർ സേവനങ്ങൾ വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പൊതുജനങ്ങൾക്ക് പരിചിതമാക്കുന്ന ഒരു പദ്ധതിയാണ് ഗവേണൻസ്. ദ നെക്സ്റ്റ് വൺ ഉത്തരവാദിത്ത ടൂറിസം. എന്താണ് ഉത്തരവാദിത്ത ടൂറിസം? അതെന്താണ് ഉദ്ദേശിക്കുന്നത്? സ്ഥായിയായ ടൂറിസം പദ്ധതി എന്ന ആശയത്തോടെ. ഏതാണ് ആശയം? സ്ഥായിയായ ടൂറിസം പദ്ധതി എന്ന ആശയത്തോടെ ടൂറിസം വകുപ്പ് 2007 ആരംഭിച്ച ഒരു നൂതന പദ്ധതിയാണ് ഉത്തരവാദിത്ത ടൂറിസം എന്ന് പറയുന്നത്. കുടുംബശ്രീയുടെ സഹായത്താൽ ടൂറിസം വകുപ്പാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. എന്താണ്? കുടുംബശ്രീയുടെ സഹായത്താൽ ടൂറിസം വകുപ്പ് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് ഉത്തരവാദിത്ത ടൂറിസം എന്ന് പറയുന്നത്. ഇതിന്റെ ആശയം എന്താണ്? സ്ഥായിയായ ടൂറിസം പദ്ധതി എന്ന ആശയത്തോടെ ടൂറിസം വകുപ്പ് 2007 ആരംഭിച്ച നൂതന പദ്ധതിയാണ് എന്ത്? ഉത്തരവാദിത്ത ടൂറിസം. അടുത്തൊരു പദ്ധതിയാണ് എസ്കോർട്ട്. എന്താണ് എസ്കോർട്ട്? അതിൻ്റെ ഫുൾ ഫോം എന്താണ്? എസ്കോർട്ടിൻ്റെ എനർജി സേവിംഗ് കോഓർഡിനേഷൻ ടീം. എന്താണ് എനർജി സേവിംഗ് കോഓർഡിനേഷൻ ടീം എന്നുള്ളതാണ് എസ്കോർട്ടിൻ്റെ ഫുൾ ഫോം. ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? സംസ്ഥാനം ഊർജ്ജക്ഷമത കൈവരിക്കുന്നതിനും അതിലൂടെ ഊർജ്ജ ഉപഭോഗം കുറയ്ക്കുന്നതിനുമായുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ളൊരു പദ്ധതിയാണ് എസ്കോർട്ട് എന്ന് പറയുന്നത്. എന്താണ് എസ്കോർട്ട് എന്ന് പറയുന്നത്? സംസ്ഥാനം ഊർജ്ജക്ഷമത കൈവരിക്കുന്നതിനും അതിലൂടെ ഊർജ്ജ ഉപഭോഗം കുറയ്ക്കുന്നതിനുമായുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ളൊരു പദ്ധതിയാണ് എസ്കോർട്ട് എന്ന് പറയുന്നത്. അതിൻ്റെ ഫുൾ ഫോം എന്താണ്? എനർജി സേവിംഗ് കോഓർഡിനേഷൻ ടീം എന്നാണ്. സോ ഇതിൻ്റെ ഒരു ഫുൾ ഫോം പഠിക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ആശയം നമുക്ക് മനസ്സിലാകും. എന്താണ് എസ്കോർട്ട് എന്ന് പറയുന്നത്? എനർജി സേവിംഗ് കോഓർഡിനേഷൻ ടീം എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. എന്താണ് ഉദ്ദേശിക്കുന്നത്? സംസ്ഥാനം ഊർജ്ജക്ഷമത കൈവരിക്കുന്നതിനും അതിലൂടെ ഊർജ്ജ ഉപഭോഗം കുറയ്ക്കുന്നതിനുമായുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള പദ്ധതിയാണ് എസ്കോർട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എൻ്റെ മരം. അപ്പോൾ കേരള വിദ്യാഭ്യാസ വകുപ്പും വനം വകുപ്പും സംയുക്തമായി നടത്തുന്ന വനവൽക്കരണ പദ്ധതിയാണ് എൻ്റെ മരം. എന്താണ്? കേരള
കേരള വിദ്യാഭ്യാസ വകുപ്പും വനം വകുപ്പും സംയുക്തമായി നടത്തുന്ന ഒരു വനവൽക്കരണ പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് എൻ്റെ മരം. അടുത്തൊരു പദ്ധതിയാണ് എൻ്റെ കൂട്. എന്താണ് എൻ്റെ കൂട്? ഇതെന്താ ഉദ്ദേശിക്കുന്നത്? വഴിയോരങ്ങളിൽ അലഞ്ഞു തിരിയുന്നവർക്ക് രാത്രി വിശ്രമ സ്ഥലം ഒരുക്കുന്ന ഒരു പദ്ധതിയാണ് എൻ്റെ കൂട് എന്ന് പറയുന്നത്. അപ്പം എന്താണ് എൻ്റെ കൂട് എന്ന് പറയുന്നത്? എന്താണ്? വഴിയോരങ്ങളിൽ അലഞ്ഞു തിരിയുന്നവർക്ക് രാത്രി വിശ്രമ സ്ഥലം ഒരുക്കുന്ന ഒരു പദ്ധതിയാണ് എൻ്റെ കൂട് എന്ന് പറയുന്നത്. സോ CCTV നിരീക്ഷണമുള്ള ഇവിടെ ഭക്ഷണവും വസ്ത്രവും കുളിമുറിയും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഉണ്ടായിരിക്കും. ഇപ്പം എന്താണ്? CCTV നിരീക്ഷണമുള്ള ഇവിടെ ഭക്ഷണവും വസ്ത്രവും കുളിമുറിയും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഇവിടെ ഉണ്ടാകും. പേരെന്താണ്? എൻ്റെ കൂട്. അപ്പോൾ എൻ്റെ കൂട് എന്ന് പറയുന്നത് എന്താണ്? വഴിയോരങ്ങളിൽ അലഞ്ഞു തിരിയുന്നവർക്ക് രാത്രി വിശ്രമ സ്ഥലം ഒരുക്കുന്ന പദ്ധതിയാണ്. എവിടെയാണ്? ഏത് സമയത്താണ്? രാത്രി സമയത്താണ് ഇവിടെ വിശ്രമ സ്ഥലം ഒരുക്കുന്നതെന്ന് ഓർത്തിരിക്കുക. അടുത്തൊരു പദ്ധതിയാണ് IT അറ്റ് സ്കൂൾ. ഇപ്പം എന്താണ് IT അറ്റ് സ്കൂൾ എന്ന് പറയുന്നത്? എന്താണ്? വിദ്യാലയങ്ങളിൽ വിവര സാങ്കേതിക വിദ്യ അധിഷ്ഠിതമാക്കി അധ്യയന രീതി പുനരാവിഷ്കരിക്കാനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് IT അറ്റ് സ്കൂൾ എന്ന് പറയുന്നത്. സോ ആ ഒരു പേരിൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ആശയം പിടികിട്ടും അല്ലേ? അപ്പോൾ IT അറ്റ് സ്കൂൾ എന്ന് പറയുന്നത് എന്താണ്? വിദ്യാലയങ്ങളിൽ വിവര സാങ്കേതിക വിദ്യ അധിഷ്ഠിതമാക്കി അധ്യയന രീതി പുനരാവിഷ്കരിക്കാനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് IT അറ്റ് സ്കൂൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഒരു നെല്ലും ഒരു മീനും പദ്ധതി. എന്താണ് ഒരു നെല്ലും ഒരു മീനും പദ്ധതി? എന്താണ് ഉദ്ദേശിക്കുന്നത്? കുട്ടനാട്ടിലെ കോൾ നിലങ്ങളിൽ നെൽകൃഷിക്കൊപ്പം മത്സ്യകൃഷിയും നടത്തുന്ന പദ്ധതിയാണ് ഒരു നെല്ലും ഒരു മീനും എന്ന് പറയുന്നത്. അപ്പം എന്താണ് ഒരു നെല്ലും ഒരു മീനും എന്ന് പറയുന്ന പദ്ധതി എവിടെയാണ് നടത്തിയത്? കുട്ടനാട്ടിലെ കോൾ നിലങ്ങളിൽ. എന്താണ്? കുട്ടനാട്ടിലെ കോൾ നിലങ്ങളിൽ നെൽകൃഷിക്കൊപ്പം മത്സ്യകൃഷിയും നടത്തുന്ന പദ്ധതിയാണ് ഒരു നെല്ലും ഒരു മീനും പദ്ധതി. അടുത്തൊരു പദ്ധതിയാണ് ഒരുമ. എന്താണ് ഒരുമ? കേരള വിദ്യുത് ശക്തി ബോർഡിൻ്റെ ഓൺലൈൻ സംവിധാനമാണ് ഒരുമ എന്ന് പറയുന്നത്. എന്താണ് ഒരുമ എന്ന് പറയുന്നത്? എന്താണ്? കേരള വിദ്യുത് ശക്തി ബോർഡിൻ്റെ ഒരു ഓൺലൈൻ സംവിധാനമാണ് ഒരുമ എന്ന് പറയുന്നത്. എന്താണ് ഒരുമ? ഇതുപോലെ വിദ്യുത് ശക്തിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വേറൊരു ടൈം പഠിച്ചത് എന്താണ്? എസ്കോട്ട്. എസ്കോട്ട് എന്താണ്? സംസ്ഥാന ഊർജ്ജക്ഷമത കൈവരിക്കുന്നതിനും അതിലൂടെ ഊർജ്ജ ഉപഭോഗം കുറയ്ക്കുന്നതിനുമായുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന പദ്ധതിയാണ് എസ്കോട്ട് എന്ന് പറയുന്നത്. അതിൻ്റെ ഫുൾ ഫോം എന്താണ്? എനർജി സേവിംഗ് കോഓർഡിനേഷൻ ടീമാണ്. അപ്പോൾ ഇവിടെ എന്താണ് ഒരുമ എന്താണ് പറയുന്നത്? കേരള വിദ്യുത് ശക്തി ബോർഡിൻ്റെ ഓൺലൈൻ സംവിധാനമാണ്. മറ്റൊരു പദ്ധതിയാണ് ഓപ്പറേഷൻ കുബേര. എന്താണ് ഓപ്പറേഷൻ കുബേര? എന്താണ്? ബ്ലേഡ് പലിശക്കാരുടെ ചൂഷണങ്ങളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ കുബേര എന്ന് പറയുന്നത്. എന്താണ് ഓപ്പറേഷൻ കുബേര? ബ്ലേഡ് പലിശക്കാരുടെ അല്ലേ? ഇപ്പോൾ ബ്ലേഡ് പലിശക്കാരുടെ ചൂഷണങ്ങളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ കുബേര. അടുത്തൊരു പ്രോഗ്രാമാണ് ഓപ്പറേഷൻ സുരക്ഷ എന്ന് പറയുന്നത്. എന്താണ് ഓപ്പറേഷൻ സുരക്ഷ? അക്രമികളെയും ഭൂമാഫിയകളെയും സാമൂഹ്യ വിരുദ്ധരെയും സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയും അക്രമം നടത്തുന്നവരെയും അമർച്ച ചെയ്ത് സമാധാന ജനജീവിതം ഉറപ്പുവരുത്തുന്നതിനായി ആഭ്യന്തര വകുപ്പിൻ്റെ ഒരു പദ്ധതിയാണ് ഓപ്പറേഷൻ സുരക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ പേരിൽ തന്നെയുണ്ട് എന്തിനോ വേണ്ടിയിട്ടൊരു സുരക്ഷയാണെന്ന് മനസ്സിലായി. അപ്പോൾ എന്താണ് ഓപ്പറേഷൻ സുരക്ഷ എന്ന് പറയുന്നത്? അക്രമികളെയും ഭൂമാഫിയകളെയും സാമൂഹ്യ വിരുദ്ധരെയും സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ അക്രമം നടത്തുന്നവരെയും അമർച്ച ചെയ്ത് സമാധാന ജനജീവിതം ഉറപ്പുവരുത്തുന്നതിനുള്ള ആഭ്യന്തര വകുപ്പിൻ്റെ ഒരു പദ്ധതിയാണ് ഓപ്പറേഷൻ സുരക്ഷ എന്ന് പറയുന്നത്. എന്താണ്? അക്രമികളെയും ഭൂമാഫിയകളെയും സാമൂഹ്യ വിരുദ്ധരെയും സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ അക്രമം നടത്തുന്നവരെയും അമർച്ച ചെയ്ത് സമാധാന ജനജീവിതം ഉറപ്പുവരുത്തുന്നതിനുള്ള ആഭ്യന്തര വകുപ്പിൻ്റെ പദ്ധതിയാണ് ഓപ്പറേഷൻ സുരക്ഷ എന്ന് പറയുന്നത്. അടുത്തൊരു പദ്ധതിയാണ് ഓപ്പറേഷൻ സുലൈമാനി. എന്താണ് ഓപ്പറേഷൻ സുലൈമാനി? ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? കോഴിക്കോട് ജില്ലാ ഭരണകൂടവും ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷനും സംയുക്തമായി നടപ്പാക്കിയ സൗജന്യ ഭക്ഷണ വിതരണ പദ്ധതിയാണ് ഓപ്പറേഷൻ സുലൈമാനി എന്ന് പറയുന്നത്. എന്താണ് ഓപ്പറേഷൻ സുലൈമാനി? കോഴിക്കോട് ജില്ലാ ഭരണകൂടവും കോഴിക്കോട് ജില്ലാ ഭരണകൂടവും ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷനും സംയുക്തമായി നടപ്പാക്കിയ സൗജന്യ ഭക്ഷണ വിതരണ പദ്ധതിയാണ് ഓപ്പറേഷൻ സുലൈമാനി എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ, കെയർ ഗിവർ. എന്താണ് കെയർ ഗിവർ? എന്താണ്? ഒറ്റയ്ക്ക് താമസിക്കുന്ന 60 വയസ്സ് കഴിഞ്ഞവരെ സഹായിക്കാനായി കുടുംബശ്രീ തയ്യാറാക്കിയ പദ്ധതിയാണ് കെയർ ഗിവർ എന്ന് പറയുന്നത്. കുടുംബശ്രീ പ്രവർത്തകർക്ക് ഇതിനു വേണ്ട പരിശീലനവും നൽകുന്നുണ്ട്. അപ്പോൾ എന്താണ് കെയർ ഗിവർ എന്ന് പറയുന്നത്? ഒറ്റയ്ക്ക് താമസിക്കുന്ന 60 വയസ്സ് കഴിഞ്ഞവരെ സഹായിക്കാനായി കുടുംബശ്രീ തയ്യാറാക്കിയ പദ്ധതിയാണ് കെയർ ഗിവർ. കുടുംബശ്രീ പ്രവർത്തകർക്ക് ഇതിനു വേണ്ട പരിശീലനവും പ്രത്യേകമായിട്ട് നൽകുന്നുണ്ട്. ഇതാണ് കെയർ ഗിവർ എന്ന് ഉദ്ദേശിക്കുന്നത്. അടുത്തൊരു പദ്ധതിയാണ് കെസ്റു എന്ന് പറയുന്നത്. എന്താണ് കെസ്റു? KESRU. കെസ്റു എന്ന് വെച്ചാൽ എന്താണ്? അതിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് ആദ്യം നോക്കാം. കേരള സെൽഫ് എംപ്ലോയ്മെൻറ്റ് സ്കീം ഫോർ രജിസ്റ്റേർഡ് അൺഎംപ്ലോയ്മെൻറ്റ്. അപ്പോൾ എന്താണ്? കേരള സെൽഫ് എംപ്ലോയ്മെൻറ്റ് സ്കീം ഫോർ രജിസ്റ്റേർഡ് അൺഎംപ്ലോയ്മെൻറ്റ്. ഇതാണ് കെസ്റുവിൻ്റെ ഫുൾ ഫോം. ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് സ്വയം തൊഴിൽ ആരംഭിക്കുന്നതിന് സർക്കാർ സബ്സിഡി നൽകുന്ന പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്? കെസ്റു എന്ന് പറയുന്നത്. എന്താണ് കെസ്റു? എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് സ്വയം തൊഴിൽ ആരംഭിക്കുന്നതിന് സർക്കാർ സബ്സിഡി നൽകുന്നൊരു പദ്ധതിയാണ് കെസ്റു എന്ന് പറയുന്നത്. കെസ്റുവിൻ്റെ ഫുൾ ഫോം എന്താണ്? കേരള സെൽഫ് എംപ്ലോയ്മെൻറ്റ് സ്കീം ഫോർ രജിസ്റ്റേർഡ് അൺഎംപ്ലോയ്മെൻറ്റ്.
നെക്സ്റ്റ് വൺ കേരഗ്രാമം പദ്ധതി. എന്താണ് കേരഗ്രാമം പദ്ധതി? എന്താണ് ഉദ്ദേശിക്കുന്നത്? സംയോജിത വിള പരിപാലന രീതികൾ വഴി തെങ്ങ് സംരക്ഷണം, നാളികേര അഭിവൃദ്ധി എന്നിവ സാധ്യമാക്കുന്നതിന് കൃഷി വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് കേരഗ്രാമം പദ്ധതി. സോ ആ കേരഗ്രാമം, ആ ഒരു ഇതിൽ തന്നെ നമുക്ക് തെങ്ങുമായിട്ട് ബന്ധപ്പെടുത്തി പറയാം. എന്താണ് കേരഗ്രാമം പദ്ധതി? സംയോജിത വിള പരിപാലന രീതികൾ വഴി സംയോജിത വിള പരിപാലന രീതികൾ വഴി തെങ്ങ് സംരക്ഷണം, നാളികേര അഭിവൃദ്ധി എന്നിവ സാധ്യമാക്കുന്നതിന് കൃഷി വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് കേരഗ്രാമം പദ്ധതി. ഓക്കെ, നെക്സ്റ്റ് ഒരു പദ്ധതിയാണ് കൈത്താങ്. എന്താണ് കൈത്താങ്? അനാഥരായ പട്ടികവർഗ കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ളൊരു പദ്ധതിയാണ് കൈത്താങ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് കൈത്താങ്? അനാഥരായ പട്ടികവർഗ കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ളൊരു പദ്ധതിയാണ് കൈത്താങ്. ഇത്തരം കുട്ടികൾക്ക് പ്രതിമാസം ധനസഹായവും അനുവദിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കുട്ടികൾക്ക് പ്രതിമാസം എന്തും അനുവദിക്കുന്നുണ്ട്? ധനസഹായവും അനുവദിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് കൈത്താങ്? അനാഥരായ പട്ടികവർഗ കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതിയാണ് കൈത്താങ്. ഇത്തരം കുട്ടികൾക്ക് പ്രതിമാസം ധനസഹായവും അനുവദിക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ ക്യൂ. ക്യൂ? യാത്രക്കാർക്ക് വൃത്തിയുള്ള ശുചിമുറി സൗകര്യം സൗജന്യമായി ഏർപ്പെടുത്തുന്ന പദ്ധതിയാണ് ക്യൂ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ക്യൂ എന്ന് പറയുന്നത്? യാത്രക്കാർക്ക് വൃത്തിയുള്ള ശുചിമുറി സൗകര്യവും സൗജന്യമായി ഏർപ്പെടുത്തുന്ന ഒരു പദ്ധതിയാണ് ക്യൂ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഗ്രീൻ ബെൽറ്റ്. ഗ്രീൻ ബെൽറ്റ്? ഉദ്ദേശിക്കുന്നത് കൊളസ്ട്രോൾ ഇല്ലാതാക്കി ഹൃദയാരോഗ്യം സംരക്ഷിക്കുന്നതിനായി മുറിച്ചെടുത്ത പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്തി കുടുംബശ്രീ തയ്യാറാക്കുന്ന ബൗളാണ് എന്തെന്ന് പറയുന്നത്? ഗ്രീൻ ബെൽറ്റ് എന്ന് പറയുന്നത്. എന്താണ് ഗ്രീൻ ബെൽറ്റ്? കൊളസ്ട്രോൾ ഇല്ലാതാക്കി ഹൃദയാരോഗ്യം സംരക്ഷിക്കുന്നതിനായി മുറിച്ചെടുത്ത പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്തി കുടുംബശ്രീ തയ്യാറാക്കുന്ന ഒരു ബൗളാണ് എന്തെന്ന് പറയുന്നത്? ഗ്രീൻ ബെൽറ്റ്. ജൈവ കൃഷി രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്നവയാണ് മിക്ക പച്ചക്കറികളും. അപ്പോൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന മിക്ക പച്ചക്കറികളും എങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്നവയാണ്? ജൈവ കൃഷി രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്നവയാണ്. അപ്പോൾ എന്താണ് ഗ്രീൻ ബെൽറ്റ് എന്ന് പറയുന്നത്? കൊളസ്ട്രോൾ ഇല്ലാതാക്കി ഹൃദയാരോഗ്യം സംരക്ഷിക്കുന്നതിനായി മുറിച്ചെടുത്ത പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്തി കുടുംബശ്രീ തയ്യാറാക്കുന്ന ബൗളാണ് ഗ്രീൻ ബെൽറ്റ്. ജൈവ കൃഷി രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്നവയാണ് മിക്ക പച്ചക്കറികളും. അടുത്തൊരു പദ്ധതിയാണ് ഗോത്രബന്ധു. ഗോത്രബന്ധു? ഉദ്ദേശിക്കുന്നത് ആദിവാസി വിഭാഗത്തിലെ കുട്ടികളുടെ ഉന്നമനത്തിനു വേണ്ടി ആദിവാസി വിഭാഗത്തിലെ തന്നെ അഭ്യസ്തരായ യുവാക്കളെ പ്രൈമറി സ്കൂളിൽ മെന്റർമാരായി നിയോഗിക്കുന്ന പദ്ധതിയാണ് ഗോത്രബന്ധു എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഗോത്രബന്ധു എന്ന് പറയുന്നത്? ആദിവാസി വിഭാഗത്തിലെ കുട്ടികളുടെ ഉന്നമനത്തിനു വേണ്ടി ആദിവാസി വിഭാഗത്തിലെ തന്നെ അഭ്യസ്തരായ യുവാക്കളെ പ്രൈമറി സ്കൂളിൽ, എവിടെയാണ്? പ്രൈമറി സ്കൂളിൽ മെന്റർമാരായിട്ട് നിയോഗിക്കുന്ന ഒരു പദ്ധതിയാണ് ഗോത്രബന്ധു എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ വരുന്നതാണ് ഗോത്രസാരഥി. എന്താണ് ഗോത്രസാരഥി? ആദിവാസി ഊരുകളിൽ നിന്ന് കുട്ടികളെ സ്കൂളിൽ എത്തിക്കാനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ഗോത്രസാരഥി. ഇപ്പോൾ ഗോത്രസാരഥി എന്ന് വെച്ചാൽ എന്താണ്? ആദിവാസി ഊരുകളിൽ നിന്ന് കുട്ടികളെ സ്കൂളിൽ എത്തിക്കുന്നതിനുള്ള ഒരു കേരള സർക്കാർ പദ്ധതിയാണ് ഗോത്രസാരഥി എന്ന് പറയുന്നത്. അടുത്തൊരു പദ്ധതിയാണ് ഗോത്രജ്യോതി. എന്താണ് ഗോത്രജ്യോതി? പട്ടികവർഗ യുവജനങ്ങളുടെ ക്ഷേമത്തിനായിട്ടുള്ള ഒരു കേരള സർക്കാർ പദ്ധതിയാണ് ഗോത്രജ്യോതി എന്ന് പറയുന്നത്. എന്താണ് ഗോത്രജ്യോതി? പട്ടികവർഗ യുവജനങ്ങളുടെ ക്ഷേമത്തിനായിട്ടുള്ള, അല്ലെങ്കിൽ അവർക്കൊരു വെളിച്ചത്തിന്, അവരുടെ ജീവിതത്തിൽ ഒരു വെളിച്ചത്തിന് എന്നുള്ളൊരു മീനിങ്ങിൽ നമുക്ക് ഗോത്രജ്യോതി ഉദ്ദേശിക്കാം. എന്താണ് ഗോത്രജ്യോതി എന്ന് പറയുന്നത്? പട്ടികവർഗ യുവജനങ്ങളുടെ ക്ഷേമത്തിനായിട്ടുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ഗോത്രജ്യോതി. അതുപോലെ നെക്സ്റ്റ് വൺ ജനനി ജന്മരക്ഷ. എന്താണ് ജനനി ജന്മരക്ഷ? കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗക്കാരായ അമ്മമാർക്കും ഗർഭിണികൾക്കും പോഷകാഹാരം നൽകുന്നതിനുള്ളൊരു പദ്ധതിയാണ് ജനനി ജന്മരക്ഷ. അപ്പം ജനനി ജന്മരക്ഷ എന്താണ്? കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗക്കാരായ അമ്മമാർക്കും, കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗക്കാരായ അമ്മമാർക്കും ഗർഭിണികൾക്കും പോഷകാഹാരം നൽകുന്നതിനായിട്ടുള്ളൊരു പദ്ധതിയാണ് ജനനി ജന്മരക്ഷ എന്ന് പറയുന്നത്. അടുത്തൊരു പദ്ധതിയാണ് മഹിളാ മന്ദിരം. എന്താണ് മഹിളാ മന്ദിരം? വിധവകള്, വിവാഹമോചിതര്, അഗതികളായ സ്ത്രീകൾ എന്നിവർക്ക് താമസ സൗകര്യം ഒരുക്കുന്ന ഒരു സ്ഥാപനമാണ് മഹിളാ മന്ദിരം എന്ന് പറയുന്നത്. എന്താണ് മഹിളാ മന്ദിരം? വിധവകള്, വിവാഹമോചിതര്, അഗതികളായ സ്ത്രീകൾ എന്നിവർക്ക് താമസ സൗകര്യം ഒരുക്കുന്ന ഒരു സ്ഥാപനമാണ് മഹിളാ മന്ദിരം. 6 വയസ്സ് വരെയുള്ള കുട്ടികളെ അവരുടെ കൂടെ താമസിപ്പിക്കാൻ കഴിയും. എന്താണ്? 6 വയസ്സ് വരെയുള്ള കുട്ടികളെ കൂടെ താമസിപ്പിക്കാം. ഇടുക്കി ഒഴികെ എല്ലാ ജില്ലകളിലും മഹിളാ മന്ദിരമുണ്ട്. അപ്പം എന്താണ്? ഇടുക്കിയിൽ മാത്രം എന്തില്ല? മഹിളാ മന്ദിരമില്ല. അപ്പോൾ ഇടുക്കി ഒഴികെ ബാക്കി എല്ലാ ജില്ലകളിലും മഹിളാ മന്ദിരമുണ്ട്. അപ്പോൾ എന്താണ് മഹിളാ മന്ദിരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വിധവകള്, വിവാഹമോചിതര്, അഗതികളായ സ്ത്രീകൾ എന്നിവർക്ക് താമസ സൗകര്യം ഒരുക്കുന്ന ഒരു സ്ഥാപനമാണ് മഹിളാ മന്ദിരം എന്ന് പറയുന്നത്. ഇവരുടെ കൂടെ 6 വയസ്സ് വരെയുള്ള കുട്ടികളെ കൂടെ താമസിപ്പിക്കാം. അതുപോലെ ഇടുക്കി ഒഴികെ എല്ലാ ജില്ലകളിലും മഹിളാ മന്ദിരങ്ങളും ഉണ്ട്.
അടുത്തൊരു പദ്ധതിയാണ് മാതൃയാനം. എന്താണ് മാതൃയാനം എന്ന് ഉദ്ദേശിക്കുന്നത്? പ്രസവത്തിന് ശേഷം മാതാവിനെയും കുഞ്ഞിനെയും തിരികെ വീട്ടിലെത്തിക്കുന്ന ഒരു പദ്ധതിയാണ് മാതൃയാനം. എന്താണ്? പ്രസവത്തിന് ശേഷം മാതാവിനെയും കുഞ്ഞിനെയും തിരികെ വീട്ടിലെത്തിക്കുന്ന ഒരു പദ്ധതിയാണ് മാതൃയാനം. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കും. മാതൃയാനം എന്ന് വെച്ചാൽ എന്താണ്? പ്രസവത്തിന് ശേഷം മാതാവിനെയും കുഞ്ഞിനെയും തിരികെ വീട്ടിലെത്തിക്കുന്ന ഒരു പദ്ധതിയാണ് മാതൃയാനം. ദെൻ മാതൃജ്യോതി എന്ന് പറയുന്നത് എന്താണ്? കാഴ്ചവൈകല്യമുള്ള അമ്മമാർക്ക് നവജാത ശിശുവിൻ്റെ പരിചരണത്തിന് 2000 രൂപ ധനസഹായം നൽകുന്ന ഒരു പദ്ധതിയാണ് മാതൃജ്യോതി എന്ന് പറയുന്നത്. എന്താണ് മാതൃജ്യോതി? കാഴ്ചവൈകല്യമുള്ള അമ്മമാർക്ക് നവജാത ശിശുവിൻ്റെ പരിചരണത്തിന് 2000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് മാതൃജ്യോതി എന്ന് പറയുന്നത്. സോ ഇതേപോലെ ജ്യോതി പേര് വരുന്ന ഒരെണ്ണം ഉണ്ടായിരുന്നല്ലോ, ഗോത്രജ്യോതി. ഏതായിരുന്നു? ഗോത്രജ്യോതി. അതെന്തായിരുന്നു ഉദ്ദേശിച്ചത്? പട്ടികവർഗ യുവജനങ്ങളുടെ ക്ഷേമത്തിനായിട്ടുള്ള ഒരു കേരള സർക്കാർ പദ്ധതിയായിരുന്നു ഗോത്രജ്യോതി. എന്നാൽ മാതൃജ്യോതി എന്ന് വെച്ചാൽ എന്താണ്? കാഴ്ചവൈകല്യമുള്ള അമ്മമാർക്ക് നവജാത ശിശുവിൻ്റെ പരിചരണത്തിന് 2000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് മാതൃജ്യോതി എന്ന് പറയുന്നത്. അത് നമുക്ക് പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അടുത്തൊരു പദ്ധതിയാണ് മിശ്രവിവാഹ ധനസഹായ പദ്ധതി. എന്താണ്? മിശ്രവിവാഹ ധനസഹായ പദ്ധതി. അതെന്താണ് പറയുന്നത്? 22,000 രൂപയ്ക്ക് താഴെ വാർഷിക വരുമാനമുള്ള വിവാഹം കഴിഞ്ഞ് 3 വർഷം കഴിയാത്തവർക്കാണ് ധനസഹായം അനുവദിക്കുന്നത്. എന്താണ്? 22,000 രൂപയ്ക്ക് താഴെ. എത്ര രൂപയ്ക്കാണ്? 22,000 രൂപയ്ക്ക് താഴെ വാർഷിക വരുമാനമുള്ള വിവാഹം കഴിഞ്ഞ് 3 വർഷം കഴിയാത്തവർക്കാണ് ധനസഹായം അനുവദിക്കുന്നത്. 30,000 രൂപ വരെ ധനസഹായം ലഭിക്കും. അടുത്തൊരു പദ്ധതിയാണ് മീഡിയ ശ്രീ. എന്താണ് മീഡിയ ശ്രീ എന്ന് പറയുന്നത്? കുടുംബശ്രീ അംഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മാധ്യമ സംരംഭമാണ് മീഡിയ ശ്രീ. അപ്പോൾ മീഡിയ ശ്രീയിൽ നിന്ന് നമുക്കൊരു മീഡിയയും കിട്ടി, ശ്രീ കുടുംബശ്രീയുടെ ശ്രീയും കിട്ടി. അപ്പോൾ എന്താണ് മീഡിയ ശ്രീ? കുടുംബശ്രീ അംഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മാധ്യമ സംരംഭമാണ് മീഡിയ ശ്രീ എന്ന് പറയുന്നത്. തെരഞ്ഞെടുത്ത അംഗങ്ങൾക്ക് ഇതിനായി പരിശീലനം നൽകി റിപ്പോർട്ടേഴ്സായി നിയോഗിച്ചുകൊണ്ട് വാർത്താ ക്രോഡീകരണം നടത്തുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. എന്താണ് ലക്ഷ്യം? തിരഞ്ഞെടുത്ത അംഗങ്ങൾക്ക് ഇതിനായി പരിശീലനം നൽകി റിപ്പോർട്ടേഴ്സായിട്ട് നിയോഗിച്ചുകൊണ്ട് വാർത്താ ക്രോഡീകരണം നടത്തുക എന്നതാണ് മീഡിയ ശ്രീയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. എന്താണ് മീഡിയ ശ്രീ? കുടുംബശ്രീ അംഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മാധ്യമ സംരംഭമാണ് മീഡിയ ശ്രീ. തെരഞ്ഞെടുത്ത അംഗങ്ങൾക്ക് ഇതിനായി പരിശീലനം നൽകി റിപ്പോർട്ടേഴ്സായി നിയോഗിച്ചുകൊണ്ട് വാർത്താ ക്രോഡീകരണം നടത്തുക എന്നതാണ് ലക്ഷ്യം. അടുത്തൊരു പദ്ധതിയാണ് മെഡിസെപ്പ്. എന്താണ് മെഡിസെപ്പ് എന്ന് പറയുന്നത്? മെഡിക്കൽ ഇൻഷുറൻസ് ടു സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് എന്നാണ് പൂർണ്ണരൂപം. എന്താണ് മെഡിസെപ്പ് അല്ലെങ്കിൽ മെഡിസെപ്പിൻ്റെ ഫുൾ ഫോം എന്താണ്? മെഡിക്കൽ ഇൻഷുറൻസ് ടു സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് എന്നാണ് ഇതിൻ്റെ പൂർണ്ണരൂപം. ഓക്കെ, ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയീസിനും അതുപോലെ പെൻഷൻ പറ്റിയിരിക്കുന്ന ആൾക്കാർക്കും എന്താണ് മെഡിക്കൽ ഇൻഷുറൻസ് കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് മെഡിസെപ്പ് എന്ന് പറയുന്നത്. എന്താണ് മെഡിസെപ്പ്? മെഡിക്കൽ ഇൻഷുറൻസ് ടു സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് എന്നുള്ളതാണ് അതിൻ്റെ പൂർണ്ണരൂപം. സോ ആ പൂർണ്ണരൂപത്തിൽ നിന്ന് തന്നെ നമുക്ക് അതിൻ്റെ ലക്ഷ്യവും കിട്ടും. ഓക്കെ, ദ നെക്സ്റ്റ് വൺ മൃതസഞ്ജീവനി. എന്താണ് മൃതസഞ്ജീവനി? മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ പദ്ധതിയാണ് മൃതസഞ്ജീവനി. എന്താണ് മൃതസഞ്ജീവനി? മസ്തിഷ്കമരണം സംഭവിച്ചവരുടെ മസ്തിഷ്കമരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ പദ്ധതിയാണ് മൃതസഞ്ജീവനി. നെക്സ്റ്റ് ഒരു പദ്ധതിയാണ് മംഗല്യ. എന്താണ് മംഗല്യ എന്ന് പറയുന്നത്? വിധവകൾ, വിവാഹമോചിതരായ സ്ത്രീകൾ എന്നിവർക്കുള്ള പുനർവിവാഹ ധനസഹായ പദ്ധതിയാണ് മംഗല്യ എന്ന് പറയുന്നത്. എന്താണ് മംഗല്യ? വിധവകൾക്കും വിവാഹമോചിതരായ സ്ത്രീകൾക്കുമാണ് ഇതിൻ്റെ ഒരു ധനസഹായം ലഭിക്കുന്നത്. ആർക്കൊക്കെയാണ്? വിധവകൾക്കും വിവാഹമോചിതരായ സ്ത്രീകൾക്കും പുനർവിവാഹ ധനസഹായ പദ്ധതിയാണ് മംഗല്യ എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ മിഠായി. എന്താണ് മിഠായി എന്നുള്ള പദ്ധതി? 18 വയസ്സിന് താഴെയുള്ള പ്രമേഹ രോഗികളായ കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതിയാണ് മിഠായി എന്ന് പറയുന്നത്. എന്താണ് മിഠായി? 18 വയസ്സിന് താഴെയുള്ള പ്രമേഹ രോഗികളായിട്ടുള്ള കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതിയാണ് മിഠായി എന്ന് പറയുന്നത്. അടുത്തൊരു പദ്ധതിയാണ് രക്ഷ എന്ന് പറയുന്നത്. എന്താണ് രക്ഷ? പൊതുജനങ്ങളുടെ സുരക്ഷയ്ക്കായി പോലീസ് തയ്യാറാക്കിയ ഒരു മൊബൈൽ ആപ്പാണ് രക്ഷ എന്ന് പറയുന്നത്. ഇതിൽ എല്ലാ പോലീസ് സ്റ്റേഷൻ്റെയും അതുപോലെ ഓഫീസേഴ്സിൻ്റെയും ഫോൺ നമ്പരും അതുപോലെ ഹെൽപ്പ് ലൈൻ നമ്പരും സ്ത്രീ സുരക്ഷാ നിർദ്ദേശങ്ങൾ തുടങ്ങിയവ ഇതിനകത്തുണ്ടായിരിക്കും. ഇപ്പോൾ എന്താണ് രക്ഷ എന്ന് പറയുന്നത്? പൊതുജനങ്ങളുടെ സുരക്ഷയ്ക്കായി പോലീസ് തയ്യാറാക്കിയ ഒരു മൊബൈൽ ആപ്പാണ് രക്ഷ എന്ന് പറയുന്നത്. ഇതിൽ എല്ലാ പോലീസ് സ്റ്റേഷൻ്റെയും ഓഫീസേഴ്സിൻ്റെയും ഫോൺ നമ്പരും അതുപോലെ ഹെൽപ്പ് ലൈൻ നമ്പറുകളും സ്ത്രീ സുരക്ഷാ നിർദ്ദേശങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദ നെക്സ്റ്റ് വണ്ണാണ് ലാഭപ്രഭ. എന്താണ് ലാഭപ്രഭ? KSEB ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ ഊർജ്ജ സംരക്ഷണ പരിപാടിയാണ് ലാഭപ്രഭ എന്ന് പറയുന്നതാണ്. KSEB ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ ഊർജ്ജ സംരക്ഷണ പരിപാടിയാണ് ലാഭപ്രഭ. അപ്പോൾ ഒരു ഫീഡറിന് കീഴിലെ വൈദ്യുത ഉപഭോഗം എന്താണ്? ഒരു ഫീഡറിന് കീഴിലെ വൈദ്യുത ഉപഭോഗം 10% കുറച്ച
കുറച്ചാൽ ആ പ്രദേശത്തെ ലോഡ് ഷെഡിങ്ങിൽ നിന്നും ഒഴിവാക്കുക എന്നതാണ് പദ്ധതി. എന്താണ് പദ്ധതി? ഒരു ഫീഡറിന് കീഴിലെ വൈദ്യുത ഉപഭോഗം 10% കുറച്ചാൽ ആ പ്രദേശത്തെ ലോഡ് ഷെഡിങ്ങിൽ നിന്നും ഒഴിവാക്കുക എന്നതാണ് ലാഭപ്രഭ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് ലാഭപ്രഭ? KSEB ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ ഊർജ്ജ സംരക്ഷണ പരിപാടിയാണ് ലാഭപ്രഭ എന്ന് പറയുന്നത്. ഒരു ഫീഡറിന് കീഴിലെ വൈദ്യുത ഉപഭോഗം 10% കുറച്ചാൽ ആ പ്രദേശത്തെ ലോഡ് ഷെഡിങ്ങിൽ നിന്നും ഒഴിവാക്കുക എന്നതാണ് ലാഭപ്രഭ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തൊരു പദ്ധതിയാണ് ലൈഫ്. എന്താണ് ലൈഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിയാണ് ലൈഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ്? കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിയാണ് ലൈഫ്. ഭൂരഹിതർക്കും ഭവനരഹിതരായവർക്കും 5 വർഷം കൊണ്ട് ഏകദേശം 4.5 ലക്ഷം അടച്ചുറപ്പുള്ള വീട് നിർമ്മിച്ച് നൽകുകയാണ് ലക്ഷ്യം. ഇപ്പം എന്താണ് ലൈഫ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിയാണ് ലൈഫ്. ഭൂരഹിതർക്കും ഭവനരഹിതരായവർക്കും 5 വർഷം കൊണ്ട് ഏകദേശം 4.30 ലക്ഷം അടച്ചുറപ്പുള്ള വീട് നിർമ്മിച്ച് നൽകുകയാണ് ലൈഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ നെക്സ്റ്റ് വൺ വനശ്രീ. എന്താണ് വനശ്രീ? വനത്തെ ആശ്രയിച്ച് കഴിയുന്ന ജനസമൂഹങ്ങളുടെ കൂട്ടായ്മ ഉപയോഗിച്ച് വനവിഭവങ്ങൾ സമാഹരിക്കുകയും വിപണനം ചെയ്യുകയും ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു പദ്ധതിയാണ് വനശ്രീ എന്ന് പറയുന്നത്. എന്താണ് വനശ്രീ? വനത്തെ ആശ്രയിച്ച് കഴിയുന്ന ജനസമൂഹങ്ങളുടെ കൂട്ടായ്മ ഉപയോഗിച്ച് വനവിഭവങ്ങൾ സമാഹരിക്കുകയും അതിൻ്റെ വിപണനം ചെയ്യുകയും ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു പദ്ധതിയാണ് വനശ്രീ. അടുത്തൊരു പദ്ധതിയാണ് വഴിയോരം. എന്താണ് വഴിയോരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കേരളത്തിലെ റോഡ്, ജലഗതാഗത പാതയോരങ്ങൾ എന്നിവിടങ്ങളിൽ വിശ്രമ കേന്ദ്രങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി കേരള ടൂറിസം വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് വഴിയോരം. അപ്പോൾ വഴിയോരം എന്താണ്? ആ പേരിൽ തന്നെയാണ്. വഴിയോരത്ത് കുറച്ചേരം വിശ്രമിക്കാം എന്നുള്ളൊരു മീനിങ്ങിൽ എന്താണ് വഴിയോരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കേരളത്തിലെ റോഡ്, ജലഗതാഗത പാതയോരങ്ങൾ എന്നിവിടങ്ങളിൽ വിശ്രമ കേന്ദ്രങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി കേരള ടൂറിസം വകുപ്പ് ആരംഭിച്ചൊരു പദ്ധതിയാണ് വഴിയോരം. ദ നെക്സ്റ്റ് വൺ വയോമിത്രം. എന്താണ് വയോമിത്രം? വയോജനങ്ങളുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിനുള്ള ശ്രമമാണ് വയോമിത്രം പദ്ധതി. എന്താണ് വയോമിത്രം? വയോജനങ്ങളുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിനുള്ളൊരു ശ്രമമാണ് വയോമിത്രം പദ്ധതി. സാമൂഹിക നീതി വകുപ്പാണ് ഇത് നടപ്പിലാക്കുന്നത്. എന്താണ് സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കുന്ന വയോമിത്രം എന്താണ് ഉദ്ദേശിക്കുന്നത്? വയോജനങ്ങളുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക എന്നതാണ്. അടുത്തൊരു പദ്ധതിയാണ് വയോമധുരം. എന്താണ് വയോമധുരം? BPL വിഭാഗക്കാരായ പ്രമേഹ രോഗികളായ വയോധികർക്ക് ഗ്ലൂക്കോമീറ്റർ സൗജന്യമായി നൽകുന്ന സാമൂഹിക നീതി വകുപ്പിൻ്റെ പദ്ധതിയാണ് വയോമധുരം. എന്താണ് വയോമധുരം? BPL വിഭാഗക്കാരായിട്ടുള്ള, പ്രത്യേകം ശ്രദ്ധിക്കുക, BPL വിഭാഗക്കാരായ പ്രമേഹ രോഗികളായ വയോധികർക്ക് ഗ്ലൂക്കോമീറ്റർ സൗജന്യമായി നൽകുന്ന സാമൂഹിക നീതി വകുപ്പിൻ്റെ ഒരു പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്? വയോമധുരം എന്ന് പറയുന്നത്. ഇതേപോലെ പ്രമേഹ രോഗികൾക്കായിട്ട് വേറെ ഒരെണ്ണം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് മിഠായി? എന്താണ് മിഠായി? അതെന്താ ഉദ്ദേശിക്കുന്നത്? 18 വയസ്സിന് താഴെയുള്ള പ്രമേഹ രോഗികളായ കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതിയായിരുന്നു മിഠായി എന്ന് പറയുന്നത്. എന്താണ് മിഠായി? 18 വയസ്സിന് താഴെയുള്ള പ്രമേഹ രോഗികളായ കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതിയായിരുന്നു മിഠായി. ഇവിടെ എന്താ പറയുന്നത്? വയോമധുരമാണ്. എന്താണ്? BPL വിഭാഗക്കാരായ പ്രമേഹ രോഗികളായ വയോധികർക്ക് ഗ്ലൂക്കോമീറ്റർ സൗജന്യമായി നൽകുന്ന സാമൂഹിക നീതി വകുപ്പിൻ്റെ പദ്ധതിയാണ് വയോമധുരം എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ വെർച്വൽ ലൂപ്പ് പദ്ധതി. എന്താണ് വെർച്വൽ ലൂപ്പ് പദ്ധതി ഉദ്ദേശിക്കുന്നത്? കവലകളിൽ രഹസ്യ ക്യാമറ സ്ഥാപിച്ച് ഗതാഗത നിയമലംഘനങ്ങൾ പകർത്താനുള്ള കേരള ഗതാഗത വകുപ്പിൻ്റെ പദ്ധതിയാണ് വെർച്വൽ ലൂപ്പ് പദ്ധതി. എന്താണ് വെർച്വൽ ലൂപ്പ് പദ്ധതി? കവലകളിൽ രഹസ്യ ക്യാമറ സ്ഥാപിച്ച്, എവിടെയാണ്? കവലകളിൽ രഹസ്യ ക്യാമറ സ്ഥാപിച്ച് ഗതാഗത നിയമലംഘനങ്ങൾ പകർത്താനുള്ള കേരള ഗതാഗത വകുപ്പിൻ്റെ പദ്ധതിയാണ് വെർച്വൽ ലൂപ്പ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തൊരു പദ്ധതിയാണ് വാത്സല്യനിധി. എന്താണ് വാത്സല്യനിധി? നിർധനരായ പട്ടികജാതി ദമ്പതികൾക്ക് ജനിക്കുന്ന പെൺകുട്ടിയുടെ പേരിൽ പട്ടികജാതി ക്ഷേമ വകുപ്പ് 50,000 രൂപ LICയിൽ നിക്ഷേപിക്കും. എന്താണ്? നിർധനരായ പട്ടികജാതി ദമ്പതികൾക്ക് ജനിക്കുന്ന പെൺകുട്ടിയുടെ പേരിൽ പട്ടികജാതി ക്ഷേമ വകുപ്പ് 50,000 രൂപ LICയിൽ നിക്ഷേപിക്കും. 18 വയസ്സ് പൂർത്തിയാകുമ്പോൾ വിവാഹം, ഉന്നത വിദ്യാഭ്യാസം തുടങ്ങിയ ആവശ്യങ്ങൾക്കായിട്ട് പലിശ സഹിതം ഈ തുക ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് വാത്സല്യനിധി എന്ന് പറയുന്നത്. അപ്പം എന്താണ് വാത്സല്യനിധി വെച്ചാൽ കുഞ്ഞുങ്ങൾക്കുള്ളതാണ്. നിധി എന്താണ്? ക്യാഷുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് അറിയാം. അപ്പോൾ എന്താണ് വാത്സല്യനിധി എന്ന് പറയുന്നത്? നിർധനരായ പട്ടികജാതി ദമ്പതികൾക്ക് ജനിക്കുന്ന പെൺകുട്ടിയുടെ പേരിൽ പട്ടികജാതി ക്ഷേമ വകുപ്പ് 50,000 രൂപ LICയിൽ നിക്ഷേപിക്കും. 18 വയസ്സ് പൂർത്തിയാകുമ്പോൾ വിവാഹം, ഉന്നത വിദ്യാഭ്യാസം തുടങ്ങിയ ആവശ്യങ്ങൾക്കായിട്ട് പലിശ സഹിതം ഈ തുക ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് വാത്സല്യനിധി എന്ന് പറയുന്നത്.
അടുത്തൊരു പദ്ധതിയാണ് വീക്കാൻ. എന്താണ് വീക്കാൻ? സ്കൂൾ കുട്ടികൾക്കിടയിൽ നടത്തുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടിയാണ് വീക്കാൻ എന്ന് പറയുന്നത്. എന്താണ് വീക്കാൻ? സ്കൂൾ കുട്ടികൾക്കിടയിൽ നടത്തുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടിയാണ് വീക്കാൻ. ഇപ്പം എന്താണ്? പ്രവാസി മലയാളി ഫെഡറേഷൻ്റെ സഹകരണത്തോടെയാണിത് നടപ്പിലാക്കുന്നത്. ആരുടെയാണ്? പ്രവാസി മലയാളി ഫെഡറേഷൻ്റെ സഹകരണത്തോടെയാണ് നടപ്പിലാക്കുന്നത്. അപ്പം ലഹരി വർജന മനോഭാവം ഉണ്ടാക്കുന്ന ന്യൂറോ ആൻഡ് മൈൻഡ് പവർ പരിശീലനമാണ് പരിപാടിയുടെ ലക്ഷ്യം. എന്താണ് ഈ പരിപാടി ലക്ഷ്യമിടുന്നത്? ലഹരി വർജന മനോഭാവം ഉണ്ടാക്കുന്ന, എന്താണ്? ലഹരി വർജന മനോഭാവം ഉണ്ടാക്കുന്ന ന്യൂറോ ആൻഡ് മൈൻഡ് പവർ. എന്താണ്? ന്യൂറോ ആൻഡ് മൈൻഡ് പവർ പരിശീലനമാണ് ഈ പരിപാടിയുടെ ലക്ഷ്യം. ഏത് പരിപാടിയുടെ? വീക്കാൻ എന്ന പരിപാടിയുടെ ലക്ഷ്യം. അതെന്താണ് ഉദ്ദേശിക്കുന്നത്? സ്കൂൾ കുട്ടികൾക്കിടയിൽ നടത്തുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടിയാണ് വീക്കാൻ. പ്രവാസി മലയാളി ഫെഡറേഷൻ്റെ സഹകരണത്തോടെയാണ് ഇത് നടപ്പിലാക്കുന്നത്. ലഹരി വർജന മനോഭാവം ഉണ്ടാക്കുന്ന ന്യൂറോ ആൻഡ് മൈൻഡ് പവർ പരിശീലനമാണ് പരിപാടിയുടെ ലക്ഷ്യവും. അടുത്തൊരു പദ്ധതിയാണ് വികലാംഗരായ വയോധികർക്കുള്ള ഹോം. എന്താണ്? വികലാംഗരായിട്ടുള്ള വയോധികർക്കുള്ള ഹോമിനെ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ് നെക്സ്റ്റ് പറയുന്നത്. 55 വയസ്സുള്ള വികലാംഗരായ വയോധികർക്കാണ് പ്രവേശനം. എന്താണ്? 55 വയസ്സുള്ള വികലാംഗരായ വയോധികർക്കുള്ള ഹോം എന്ന ഒരു ഇതിലേക്ക് പ്രവേശനം ലഭിക്കുകയുള്ളൂ. ആലപ്പുഴ, ഇടുക്കി, വയനാട്, പാലക്കാട് ജില്ലകളിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. എവിടേക്കാണ്? ആലപ്പുഴ, ഇടുക്കി, വയനാട്, പാലക്കാട് ജില്ലകളിലാണ് വികലാംഗരായിട്ടുള്ള വയോധികർക്കുള്ള ഹോം പ്രവർത്തിക്കുന്നത്. ഇപ്പം എന്താണ് വികലാംഗരായിട്ടുള്ള വയോധികർക്കുള്ള ഹോമിൻ്റെ ആ ഒരു നടപടികൾ എന്തൊക്കെയാണ്? 55 വയസ്സുള്ള വികലാംഗരായ വയോധികർക്കാണ് ഇവിടെ പ്രവേശനം ലഭിക്കുക. ആലപ്പുഴ, ഇടുക്കി, വയനാട്, പാലക്കാട് ജില്ലകളിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. നെക്സ്റ്റ് വണ്ണാണ് വിമുക്തി. എന്താണ് വിമുക്തി? എക്സൈസ് വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ലഹരി മയക്കുമരുന്ന് വർജന ബോധവൽക്കരണ പരിപാടിയാണ് വിമുക്തി എന്ന് പറയുന്നത്. എന്താണ് വിമുക്തി? എക്സൈസ് വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ലഹരി മയക്കുമരുന്ന് വർജന ബോധവൽക്കരണ പരിപാടിയാണ് വിമുക്തി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പരിപാടിയാണ് എന്ത്? വിജ്ഞാൻവാടി. അപ്പോൾ നെക്സ്റ്റ് ഒരു പദ്ധതി ഏതാണ്? വിജ്ഞാൻവാടി. എന്താ ഉദ്ദേശിക്കുന്നത്? പട്ടികജാതി കോളനികളോടനുബന്ധിച്ച് ഇൻ്റർനെറ്റ് സൗകര്യത്തോടു കൂടിയ കമ്പ്യൂട്ടർ, ലൈബ്രറി, വായനശാല എന്നിവ സജ്ജീകരിക്കുന്നതിനുള്ളൊരു പദ്ധതിയാണ് വിജ്ഞാൻവാടി എന്ന് പറയുന്നത്. എന്താണ് വിജ്ഞാൻവാടി? പട്ടികജാതി കോളനികളോടനുബന്ധിച്ച് ഇൻ്റർനെറ്റ് സൗകര്യത്തോടു കൂടിയ കമ്പ്യൂട്ടർ, ലൈബ്രറി, വായനശാല എന്നിവ സജ്ജീകരിക്കുന്ന ഒരു പദ്ധതിയാണ് വിജ്ഞാൻവാടി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് വിദ്യാജ്യോതി. എന്താണ് വിദ്യാജ്യോതി? ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് കുടുംബ വരുമാനം നോക്കാതെ പഠനോപകരണങ്ങൾക്കും യൂണിഫോമിനും ധനസഹായം നൽകാൻ സാമൂഹിക നീതി വകുപ്പ് ആവിഷ്കരിച്ചൊരു പദ്ധതിയാണ് വിദ്യാജ്യോതി എന്ന് പറയുന്നത്. എന്താണ് വിദ്യാജ്യോതി? ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് കുടുംബ വരുമാനം നോക്കാതെ പഠനോപകരണങ്ങൾക്കും യൂണിഫോമിനും ധനസഹായം നൽകാൻ സാമൂഹിക നീതി വകുപ്പ് ആവിഷ്കരിച്ചൊരു പദ്ധതിയാണ് വിദ്യാജ്യോതി. 40% അല്ലെങ്കിൽ അതിന് മുകളിലോ വൈകല്യമുള്ള സർക്കാർ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവർക്ക് സഹായം ലഭിക്കും. എങ്ങനെയാണ്? 40% അല്ലെങ്കിൽ അതിന് മുകളിലോ വൈകല്യമുള്ളവർക്ക് സർക്കാർ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് എന്ത് നൽകുന്നത്? സഹായം നൽകുന്നത്. അതുപോലെ BPL വിഭാഗക്കാർക്ക് മുൻഗണന ഉണ്ടാകും. BPL വിഭാഗക്കാർക്ക് ഇവിടെ മുൻഗണന ഉണ്ടായിരിക്കും. അതുപോലെ ഓരോ ജില്ലയിൽ നിന്നും 50 പേരെയാണ് തിരഞ്ഞെടുക്കുന്നത്. എന്താണ്? ഓരോ ജില്ലയിൽ നിന്നും 50 പേരെയാണ് ഇതിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ എന്താണ് വിദ്യാജ്യോതി എന്ന് പറയുന്നത്? ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് കുടുംബ വരുമാനം നോക്കാതെ, എന്താണ്? കുടുംബ വരുമാനം നോക്കാതെ പഠനോപകരണങ്ങൾക്കും യൂണിഫോമിനും ധനസഹായം നൽകാൻ സാമൂഹിക നീതി വകുപ്പ് ആവിഷ്കരിച്ചൊരു പദ്ധതിയാണ് വിദ്യാജ്യോതി എന്ന് പറയുന്നത്. 40%-നും അതിന് മുകളിലും വൈകല്യമുള്ള സർക്കാർ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവർക്കാണ് ഈ സഹായം ലഭിക്കുക. BPL വിഭാഗക്കാർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. അതുപോലെ ഓരോ ജില്ലയിൽ നിന്നും 50 പേരെയാണ് ഈ ഒരു വിദ്യാജ്യോതിയിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. അടുത്തൊരു പദ്ധതിയാണ് വിദ്യായാത്ര. എന്താണ് വിദ്യായാത്ര? പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന സൈക്കിൾ വിതരണ പദ്ധതിയാണ് വിദ്യായാത്ര എന്ന് പറയുന്നത്. എന്താണ് വിദ്യായാത്ര? പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന സൈക്കിൾ വിതരണ പദ്ധതിയാണ് നമ്മൾ വിദ്യായാത്ര എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ വൃദ്ധസദനം. എന്താണ് വൃദ്ധസദനം? 60 വയസ്സിന് മേലുള്ള സംരക്ഷിക്കാൻ ആളില്ലാത്ത വൃദ്ധജനങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള സ്ഥാപനമാണ് വൃദ്ധസദനം. എന്താണ് വൃദ്ധസദനം? 60 വയസ്സിന് മേലുള്ള സംരക്ഷിക്കാൻ ആളില്ലാത്ത വൃദ്ധജനങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ളൊരു സ്ഥാപനമാണ് വൃദ്ധസദനം. എല്ലാ ജില്ലകളിലും വൃദ്ധസദനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണ്? എല്ലാ ജില്ലകളിലും വൃദ്ധസദനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ 60 വയസ്സിന് മേലുള്ള സംരക്ഷിക്കാൻ ആളില്ലാത്ത വൃദ്ധജനങ്ങളെയാണ് ഈ വൃദ്ധസദനങ്ങളിൽ സംരക്ഷിക്കുന്നത്.
അടുത്തൊരു പദ്ധതിയാണ് വിദ്യാകിരണം. എന്താണ് വിദ്യാകിരണം? കേരള സർക്കാരിൻ്റെ സാമൂഹ്യനീതി വകുപ്പാണ് വിദ്യാകിരണം പദ്ധതി കൊണ്ടുവന്നത്. എന്താണ്? കേരള സർക്കാരിൻ്റെ സാമൂഹ്യനീതി വകുപ്പാണ് വിദ്യാകിരണം പദ്ധതി കൊണ്ടുവന്നത്. ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? വികലാംഗരായ മാതാപിതാക്കളുടെ കുട്ടികൾക്ക്, എന്താണ് വികലാംഗരായ മാതാപിതാക്കളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായം എന്നതിനാണ് ഇത് ആരംഭിച്ചത്. അപ്പം എന്താണ്? വികലാംഗരായിട്ടുള്ള മാതാപിതാക്കളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായം എത്തിക്കുക എന്നതാണ് വിദ്യാകിരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഭിന്നശേഷിക്കാരായ മാതാപിതാക്കളുടെ, അപ്പോൾ അതാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഭിന്നശേഷിക്കാരായ മാതാപിതാക്കളുടെ, അതിലൊരു കണ്ടീഷനുണ്ട്. മാതാപിതാക്കൾക്ക് ഇരുവർക്കും വൈകല്യമാവാം, അല്ലെങ്കിൽ മാതാപിതാക്കളുടെ വൈകല്യങ്ങൾ, അപ്പം അങ്ങനെ ഏതെങ്കിലും ഒരാൾക്കൊരു വൈകല്യം അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് ഇരുവർക്കും വൈകല്യമുണ്ടെങ്കിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായം നൽകുന്നുണ്ട്. കൂടാതെ പദ്ധതി പ്രകാരം ഓരോ ജില്ലയിൽ നിന്നും 25 കുട്ടികൾക്ക് 10 മാസത്തേക്കാണ് വിദ്യാഭ്യാസ സഹായം നൽകുന്നത്. അപ്പം എന്താണ്? ഓരോ ജില്ലയിൽ നിന്നും 25 കുട്ടികൾക്ക് 10 മാസത്തേക്കാണ് വിദ്യാഭ്യാസ സഹായം നൽകുന്നത്. അപ്പം എന്താണ് വിദ്യാകിരണം? കേരള സർക്കാരിൻ്റെ സാമൂഹ്യനീതി വകുപ്പിന് കീഴിലുള്ള ഒരു പദ്ധതിയാണ് വിദ്യാകിരണം. അതുപോലെ വികലാംഗരായ മാതാപിതാക്കളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായം എത്തിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഭിന്നശേഷിക്കാരായ മാതാപിതാക്കളുടെ, അതായത് മാതാപിതാക്കൾക്ക് ഇരുവർക്കും വൈകല്യം അല്ലെങ്കിൽ മാതാപിതാക്കളുടെ വൈകല്യം എന്നുള്ളൊരു ടേമും പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ളവരുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായം നൽകുന്നുണ്ട്. കൂടാതെ ഈ പദ്ധതി പ്രകാരം ഓരോ ജില്ലയിൽ നിന്നും 25 കുട്ടികൾക്ക് 10 മാസത്തേക്കാണ് വിദ്യാഭ്യാസ സഹായം നൽകുന്നതും. അടുത്തൊരു പദ്ധതിയാണ് മിത്ര 181. എന്താണ് മിത്ര 181 എന്ന് പറയുന്നത്? എന്താണ്? അടിയന്തര ഘട്ടങ്ങളിലും അല്ലാത്തപ്പോഴും സ്ത്രീകൾക്ക് വിവരങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നൊരു സംവിധാനമാണ് മിത്ര 181. എന്താണ് മിത്ര 181? അടിയന്തര ഘട്ടങ്ങളിലും അല്ലാത്തപ്പോഴും സ്ത്രീകൾക്ക് വിവരങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്ന ഒരു സംവിധാനമാണ് മിത്ര 181 എന്ന് പറയുന്നത്. വനിതാ വികസന കോർപ്പറേഷൻ്റെ ഏകോപനത്തിൽ 181 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രവർത്തിക്കുന്നുണ്ട്. ഏതാണ്? വനിതാ വികസന കോർപ്പറേഷൻ്റെ ഏകോപനത്തിൽ 181 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രവർത്തിക്കുന്നുണ്ട്. വിദഗ്ധ പരിശീലനം നേടിയ വനിതകളെയാണ് 24 മണിക്കൂറും സ്ത്രീപക്ഷ സേവനങ്ങൾക്കായിട്ടുള്ള ഹെൽപ്പ് ലൈൻ നടത്തുന്നതിൻ്റെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പം എന്താണ്? വിദഗ്ധ പരിശീലനം നേടിയ വനിതകളെയാണ് 24 മണിക്കൂറും സ്ത്രീപക്ഷ സേവനങ്ങൾക്കായുള്ള ഹെൽപ്പ് ലൈൻ നടത്തുന്നതിൻ്റെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പം എന്താണ് മിത്ര 181 എന്ന് പറയുന്നത്? അടിയന്തര ഘട്ടങ്ങളിലും അല്ലാത്തപ്പോഴും സ്ത്രീകൾക്ക് വിവരങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്ന ഒരു സംവിധാനമാണ് മിത്ര 181 എന്ന് പറയുന്നത്. അപ്പോൾ ഈ വനിതാ വികസന കോർപ്പറേഷൻ്റെ ഏകോപനത്തിൽ 181 എന്ന ടോൾ ഫ്രീ നമ്പറിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. വിദഗ്ധ പരിശീലനം നേടിയ വനിതകളെയാണ് 24 മണിക്കൂറും സ്ത്രീപക്ഷ സേവനങ്ങൾക്കായുള്ള ഹെൽപ്പ് ലൈൻ നടത്തുന്നതിൻ്റെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് വൺ എന്താണ്? നെക്സ്റ്റ് വണ്ണാണ് ശ്രുതി തരംഗം. ഇതാണ് ശ്രുതി തരംഗം. അതെന്താണ് ഉദ്ദേശിക്കുന്നത്? പേരിൽ തന്നെയുണ്ട് അല്ലേ? കേൾവിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. എന്താ നോക്കാം. ശ്രവണ വൈകല്യമുള്ള 5 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക്, എന്താണ്? ശ്രവണ വൈകല്യമുള്ള 5 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് സമ്പൂർണ്ണ കോക്ലിയർ ഇംപ്ലാന്റേഷനിലൂടെ ശ്രവണ ശക്തി ലഭ്യമാക്കുന്ന ഒരു ചികിത്സാ രീതിയാണ്. അപ്പം എന്താണ് ശ്രുതി തരംഗം എന്ന് വെച്ചാൽ? എന്താണ്? ശ്രവണ വൈകല്യമുള്ള 5 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് സമ്പൂർണ്ണ കോക്ലിയർ ഇംപ്ലാന്റേഷനിലൂടെ ശ്രവണ ശക്തി ലഭ്യമാക്കുന്ന ഒരു ചികിത്സാ പദ്ധതിയാണ് ശ്രുതി തരംഗം എന്നത്. അടുത്തൊരു പദ്ധതിയാണ് ഷീ ടാക്സി. എന്താണ് ഷീ ടാക്സി? കേരള ഗവൺമെൻറ്റിൻ്റെ സാമൂഹ്യനീതി വകുപ്പിന് കീഴിലുള്ള ജെൻഡർ പാർക്ക് നടപ്പിലാക്കിയ വനിതകൾക്കായുള്ള ഒരു ടാക്സി ഡ്രൈവർ സേവനമാണ്. അപ്പം എന്താണ് ഷീ ടാക്സി എന്ന് വെച്ചാൽ? എന്താണ്? കേരള ഗവൺമെൻറ്റിൻ്റെ സാമൂഹ്യനീതി വകുപ്പിന് കീഴിലുള്ള, ഏതിനാണ്? സാമൂഹ്യനീതി വകുപ്പിന് കീഴിലുള്ള ജെൻഡർ പാർക്ക് നടപ്പിലാക്കിയ വനിതകൾക്കായിട്ടുള്ള ഒരു ടാക്സി ഡ്രൈവർ സേവനമാണ് ഷീ ടാക്സി. അപ്പം എന്താണ്? കേരള ഗവൺമെൻറ്റിൻ്റെ സാമൂഹ്യനീതി വകുപ്പിന് കീഴിലുള്ള ജെൻഡർ പാർക്ക് നടപ്പിലാക്കിയ വനിതകൾക്കായുള്ള ടാക്സി ഡ്രൈവർ സേവനമാണ് ഷീ ടാക്സി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്താണ്? സ്വാശ്രയ. എന്താണ് സ്വാശ്രയ? എന്തായിരിക്കും അത്? ഭിന്നശേഷിയോ ബുദ്ധിവൈകല്യമോ ഉള്ള കുട്ടികളുടെ മാതാക്കൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനുള്ള സാമൂഹിക നീതി വകുപ്പിൻ്റെ ഒറ്റത്തവണ ധനസഹായ പദ്ധതിയാണ് സ്വാശ്രയ എന്ന് പറയുന്നത്. എന്താണ് സ്വാശ്രയ? ഭിന്നശേഷിയോ ബുദ്ധിവൈകല്യമോ, എന്തൊക്കെയാണ്? ഭിന്നശേഷിയോ ബുദ്ധിവൈകല്യമോ ഉള്ള കുട്ടികളുടെ മാതാക്കൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനുള്ള സാമൂഹിക നീതി വകുപ്പിൻ്റെ ഒറ്റത്തവണ ധനസഹായ പദ്ധതിയാണ് സ്വാശ്രയ എന്ന് പറയുന്നത്. 35,000 രൂപയായിരിക്കും ആ ഒരു സഹായം എന്ന് പറയുന്നത്. 35,000 ആ ധനസഹായം എന്ന് പറയുന്നത്. അപ്പം എന്താണ് സ്വാശ്രയ എന്ന് പറയുന്നത്? ഭിന്നശേഷിയോ ബുദ്ധിവൈകല്യമോ ഉള്ള കുട്ടികളുടെ മാതാക്കൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനുള്ള സാമൂഹിക നീതി വകുപ്പിൻ്റെ ഒറ്റത്തവണ ധനസഹായ പദ്ധതിയാണ് സ്വാശ്രയ. 35,000 രൂപയാണ് ഇതിന് ലഭിക്കുക.
അടുത്തൊരു പദ്ധതിയാണ് സേഫ് കിറ്റ്. എന്താണ് സേഫ് കിറ്റ്? ലൈംഗിക അതിക്രമത്തിന് ഇരയാകുന്നവർക്ക് ആവശ്യമായ മുഴുവൻ പരിശോധനകളും നടത്തി തെളിവിന് വേണ്ട സാമ്പിളുകൾ ശാസ്ത്രീയമായി ശേഖരിക്കുന്നതിന് സേഫ് കിറ്റ് നടപ്പാക്കുന്നു. എന്തിനാണ് സേഫ് കിറ്റ് നടപ്പാക്കുന്നത്? ലൈംഗിക അതിക്രമത്തിന് ഇരയാകുന്നവർക്ക് ആവശ്യമായ മുഴുവൻ പരിശോധനകളും നടത്തി തെളിവിന് വേണ്ട സാമ്പിളുകൾ ശാസ്ത്രീയമായി ശേഖരിക്കുന്ന ഒരു പദ്ധതിയാണ് സേഫ് കിറ്റ് എന്ന് പറയുന്നത്. എന്താണ് സേഫിൻ്റെ ഫുൾ ഫോം? സെക്ഷൽ അസാൾട്ട് ഫോറൻസിക് എവിഡൻസ്. എന്താണ് സെക്ഷൽ അസാൾട്ട് ഫോറൻസിക് എവിഡൻസ് എന്നുള്ളതാണ് സേഫിൻ്റെ ഫുൾ ഫോം. അപ്പോൾ സേഫ് ആരോഗ്യ വകുപ്പും ദേശീയ ആരോഗ്യ മിഷനും ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയാണ് സേഫ് കിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? ആരോഗ്യ വകുപ്പും ദേശീയ ആരോഗ്യ മിഷനും ചേർന്ന് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് സേഫ് കിറ്റ്. ഇന്ത്യയിൽ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പദ്ധതി നടപ്പിലാക്കുന്നത്. എന്താണ്? ഇന്ത്യയിൽ ഇത് ആദ്യമായിട്ടാണ് സേഫ് കിറ്റ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. എന്താണ് സേഫ് കിറ്റ് എന്ന് പറയുന്നത്? ലൈംഗിക അതിക്രമത്തിന് ഇരയാകുന്നവർക്ക് ആവശ്യമായ മുഴുവൻ പരിശോധനകളും നടത്തി തെളിവിന് വേണ്ട സാമ്പിളുകൾ ശാസ്ത്രീയമായി ശേഖരിക്കുന്നതിന് സേഫ് കിറ്റ് നടപ്പാക്കുന്നു. സേഫ് എന്ന് വെച്ചാൽ സെക്ഷൽ അസോൾട്ട് ഫോറൻസിക് എവിഡൻസ് എന്നുള്ളതാണ് ഫുൾ ഫോം. ആരോഗ്യ വകുപ്പും ദേശീയ ആരോഗ്യ മിഷനും ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയാണ് സേഫ് കിറ്റ്. ഇത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് നടപ്പിലാക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വണ്ണാണ് സേവന. എന്താണ് സേവന? 1970 മുതലുള്ള ജനന മരണ വിവാഹ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകൾ ഓൺലൈൻ വഴി നൽകുന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ പദ്ധതിയാണ് സേവന. എന്താണ് സേവന എന്ന് പറയുന്നത്? 1970, ആ വർഷം ഓർത്തിരിക്കുക. 1970 മുതലുള്ള ജനന മരണ വിവാഹം, ഇതാണ് ജനന മരണ വിവാഹ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്സ് ഓൺലൈൻ വഴി നൽകുന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ഒരു പദ്ധതിയാണ് സേവന എന്ന് പറയുന്നത്. 1970 മുതലാണെന്നും ഓർത്തിരിക്കുക. അടുത്തൊരു പദ്ധതിയാണ് സേവാഗ്രാം. എന്താണ് സേവാഗ്രാം? ഗ്രാമീണർക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾ കൂടുതൽ അടുത്ത് ലഭ്യമാക്കുന്നതിനുള്ള ജനസേവന കേന്ദ്രമാണ് സേവാഗ്രാം. എന്താണ് സേവാഗ്രാം എന്ന് പറയുന്നത്? ഗ്രാമീണർക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾ കൂടുതൽ അടുത്ത് ലഭ്യമാക്കുന്നതിനുള്ള ജനസേവന കേന്ദ്രങ്ങളാണ് സേവാഗ്രാം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് ഹരിത കേരള മിഷൻ. എന്താണ് ഹരിത കേരള മിഷൻ? ശുചിത്വ മാലിന്യ സംസ്കരണം. എന്താണ് ശുചിത്വ മാലിന്യ സംസ്കരണം? അതുപോലെ ജൈവ കൃഷിക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള കൃഷി വികസനം എന്നീ 3 മേഖലകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ജനപങ്കാളിത്തത്തോടെ നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് ഹരിത കേരള മിഷൻ എന്ന് പറയുന്നത്. എന്താണ് ഹരിത കേരള മിഷൻ? ശുചിത്വ മാലിന്യ സംസ്കരണം, അതുപോലെ ജൈവ കൃഷിക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള കൃഷി വികസനം തുടങ്ങിയ മേഖലകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ജനപങ്കാളിത്തത്തോടെ നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് ഹരിത കേരള മിഷൻ എന്ന് പറയുന്നത്. അടുത്തൊരു പദ്ധതിയാണ് ഹരിതശ്രീ. എന്താണ് ഹരിതശ്രീ? ജനകീയ പങ്കാളിത്തത്തോടെ നടപ്പാക്കുന്ന വനവൽക്കരണ പദ്ധതിയാണ് ഹരിതശ്രീ. എന്താണ്? ജനകീയ പങ്കാളിത്തത്തോടെ നടപ്പാക്കുന്ന വനവൽക്കരണ പദ്ധതിയാണ് ഹരിതശ്രീ. അതുപോലെ നെക്സ്റ്റ് വണ്ണാണ് സ്നേഹപൂർവ്വം പദ്ധതി. എന്താണ് സ്നേഹപൂർവ്വം പദ്ധതി എന്ന് ഉദ്ദേശിക്കുന്നത്? മാതാപിതാക്കളിൽ ഒരാൾ മരിച്ചിരിക്കുകയും ജീവിച്ചിരിക്കുന്നയാൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ സാമ്പത്തിക സ്ഥിതി ഇല്ലാതാവുകയും ചെയ്യുന്ന വീടുകളിൽ. എന്താണ്? മാതാപിതാക്കളിൽ ഒരാൾ മരിച്ചുപോയി, ജീവിച്ചിരിക്കുന്ന ആൾക്കാണെങ്കിൽ കുട്ടിയെ സംരക്ഷിക്കാനുള്ള സാമ്പത്തിക സ്ഥിതിയുമില്ല. അങ്ങനെയുള്ള കണ്ടീഷനിൽ അങ്ങനെയുള്ള വീടുകളിലെ കുട്ടികൾ അനാഥാലയങ്ങളിൽ തള്ളപ്പെടാതെ അവരുടെ കുടുംബാംഗങ്ങളുടെ സംരക്ഷണത്തിൽ വളർന്ന് വിദ്യാഭ്യാസം നേടുക എന്ന ഉദ്ദേശത്തോടെ പ്രതിമാസം ധനസഹായം അനുവദിക്കുന്ന പദ്ധതിയാണ് സ്നേഹപൂർവ്വം പദ്ധതി എന്ന് പറയുന്നത്. എന്താണ് സ്നേഹപൂർവ്വം പദ്ധതി? മാതാപിതാക്കളിൽ ഒരാൾ മരിച്ചിരിക്കുകയും ജീവിച്ചിരിക്കുന്നയാൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ സാമ്പത്തിക സ്ഥിതി ഇല്ലാതാവുകയും ചെയ്യുന്ന വീടുകളിലെ കുട്ടികൾ അനാഥാലയങ്ങളിൽ തള്ളപ്പെടാതെ അവരുടെ കുടുംബാംഗങ്ങളുടെ സംരക്ഷണത്തിൽ വളർന്ന് വിദ്യാഭ്യാസം നേടുക എന്ന ഉദ്ദേശത്തോടെ പ്രതിമാസം ധനസഹായം അനുവദിക്കുന്ന ഒരു പദ്ധതിയാണ് സ്നേഹപൂർവ്വം പദ്ധതി. ഇതെന്നാണ് ആരംഭിച്ചത്? 2013 നവംബറിലാണ് സ്നേഹപൂർവ്വം പദ്ധതി ആരംഭിച്ചത്. എന്നാണ്? 2013 നവംബറിലാണ് സ്നേഹപൂർവ്വം പദ്ധതി ആരംഭിച്ചത്. എന്തിനു വേണ്ടിയിട്ടാണിത്? മാതാപിതാക്കളിൽ ഒരാൾ മരിച്ചു പോവുകയും ജീവിച്ചിരിക്കുന്നയാൾക്ക് കുട്ടിയെ സംരക്ഷിക്കാൻ സാമ്പത്തിക സ്ഥിതി ഇല്ലാതാവുന്ന കണ്ടീഷനിൽ ആ കുഞ്ഞുങ്ങളെ എവിടെയാണ് അനാഥാലയങ്ങളിൽ തള്ളപ്പെടാതെ അവരുടെ മറ്റു കുടുംബാംഗങ്ങളുടെ സംരക്ഷണത്തിൽ വളർന്ന് വിദ്യാഭ്യാസം നേടാൻ വേണ്ടി പ്രതിമാസം ഒരു ധനസഹായം അനുവദിക്കുന്ന ഒരു പദ്ധതിയാണ് സ്നേഹപൂർവ്വം പദ്ധതി. 2013 നവംബറിലാണ് ഈ പദ്ധതി ആരംഭിച്ചതെന്നും ഓർത്തിരിക്കും. അടുത്തൊരു പദ്ധതിയാണ് സ്നേഹസാന്ത്വനം. എന്താണ് സ്നേഹസാന്ത്വനം? എൻഡോസൾഫാൻ ദുരിതബാധിതരായി വൈകല്യം സംഭവിച്ചവർക്കും കിടപ്പിലായവർക്കും ധനസഹായം നൽകുന്ന ഒരു പദ്ധതിയാണ് സ്നേഹസാന്ത്വനം. എന്താണ് സ്നേഹസാന്ത്വനം? എൻഡോസൾഫാൻ ദുരിതബാധിതരായി വൈകല്യം സംഭവിച്ചവർക്കും അതുപോലെ കിടപ്പിലായവർക്കും ധനസഹായം നൽകുന്ന ഒരു പദ്ധതിയാണ് സ്നേഹസാന്ത്വനം. ദ നെക്സ്റ്റ് വൺ
സ്നേഹസ്പർശം. എന്താണ് സ്നേഹസ്പർശം? ആദിവാസി സ്ത്രീകളുടെ ക്ഷേമവും സുരക്ഷിതത്വവും ഉറപ്പാക്കുന്ന കേരള ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണ് സ്നേഹസ്പർശം. എന്താണ് സ്നേഹസ്പർശം? ആദിവാസി സ്ത്രീകളുടെ ക്ഷേമവും സുരക്ഷിതത്വവും ഉറപ്പാക്കുന്ന കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയാണ് സ്നേഹസ്പർശം. ഈ സ്നേഹസ്പർശവും സ്നേഹസാന്ത്വനവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോരുത്. എന്താണ് സ്നേഹസാന്ത്വനം? എൻഡോസൾഫാൻ ദുരിതബാധിതരായി വൈകല്യം സംഭവിച്ചവർക്കും കിടപ്പിലായവർക്കും ധനസഹായം നൽകുന്നൊരു പദ്ധതിയാണ് സ്നേഹസാന്ത്വനം. അതേസമയം സ്നേഹസ്പർശം എന്താണ്? ആദിവാസി സ്ത്രീകളുടെ ക്ഷേമവും സുരക്ഷിതത്വവും ഉറപ്പാക്കുന്ന കേരള ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണ് സ്നേഹസ്പർശം. അടുത്തൊരു പദ്ധതിയാണ് സ്നേഹസ്പർശം പദ്ധതി. ഇപ്പം സ്നേഹസ്പർശം പദ്ധതി ഒന്നുകൂടെ മറ്റ് സ്നേഹസ്പർശം എന്ന് മാത്രമുള്ളതാണ്. ഇത് സ്നേഹസ്പർശം പദ്ധതി എന്നും കൂടെ എടുത്തു പറയുന്നു. എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത്? ചൂഷണത്തിന് വിധേയരായി അമ്മമാരാകുന്ന അവിവാഹിതർക്ക് ദൈനംദിന ജീവിതത്തിന് ആവശ്യമായ സാമ്പത്തിക സഹായം നൽകി പുനരധിവസിപ്പിക്കുന്ന സാമൂഹ്യനീതി വകുപ്പിൻ്റെ പദ്ധതിയാണ് സ്നേഹസ്പർശം പദ്ധതി. എന്താണ് സ്നേഹസ്പർശം പദ്ധതി എന്ന് പറയുന്നത്? ചൂഷണത്തിന് വിധേയരായി അമ്മമാരാകുന്ന അവിവാഹിതർക്ക് ദൈനംദിന ജീവിതത്തിന് ആവശ്യമായ സാമ്പത്തിക സഹായം നൽകി പുനരധിവസിപ്പിക്കുന്ന സാമൂഹ്യനീതി വകുപ്പിൻ്റെ ഒരു പദ്ധതിയാണ് സ്നേഹസ്പർശം പദ്ധതി എന്ന് പറയുന്നത്. അതുപോലെ നെക്സ്റ്റ് വണ്ണാണ് സ്നേഹിത. അക്രമത്തിനിരയാവുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ആവശ്യമായ സഹായം ലഭ്യമാക്കുന്നതിനായി കുടുംബശ്രീ വഴി തുടങ്ങിയ ഒരു അഭയ കേന്ദ്രമാണ് സ്നേഹിത. എന്താണ് സ്നേഹിത എന്ന് പറയുന്നത്? അക്രമത്തിനിരയാവുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ആവശ്യമായ സഹായം ലഭ്യമാക്കുന്നതിന് കുടുംബശ്രീ വഴി തുടങ്ങിയ ഒരു അഭയ കേന്ദ്രമാണ് സ്നേഹിത. അടുത്തൊരു പദ്ധതിയാണ് സാഫല്യം. എന്താണ് സാഫല്യം എന്ന് പറയുന്നത്? വീടും വസ്തുവും ഇല്ലാത്തവർക്ക് ഫ്ലാറ്റ് നിർമ്മിച്ച് നൽകുന്നൊരു പദ്ധതിയാണ് സാഫല്യം എന്ന് പറയുന്നത്. എന്താണ് സാഫല്യം? വീടും വസ്തുവും ഇല്ലാത്തവർക്ക് ഫ്ലാറ്റ് നിർമ്മിച്ച് നൽകുന്നൊരു പദ്ധതിയാണ് സാഫല്യം. അപ്പോൾ സാഫല്യം ഓർത്തിരിക്കുക. അപ്പോൾ ഒരു വീട് വെക്കാമെന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു സാഫല്യമല്ലേ, ഒരു മീനിങ്ങിൽ നമ്മൾ ഓർത്തിരിക്കുക. എന്താണ്? വീടും വസ്തുവും ഇല്ലാത്തവർക്ക് ഫ്ലാറ്റ് നിർമ്മിച്ച് നൽകുന്ന ഒരു പദ്ധതിയാണ് സാഫല്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് സാന്ത്വനം. എന്താണ് സാന്ത്വനം? കിടപ്പിലായ രോഗികളെ വീടുകളിലെത്തി പരിചരിക്കുന്ന ചികിത്സാ പദ്ധതിയാണ് സാന്ത്വനം. എന്താണ് സാന്ത്വനം? കിടപ്പിലായ രോഗികളെ വീടുകളിലെത്തി പരിചരിക്കുന്ന ഒരു ചികിത്സാ പദ്ധതിയാണ് സാന്ത്വനം. പരിശീലനം നേടിയ കമ്മ്യൂണിറ്റി ഹെൽത്ത് നേഴ്സുമാരെയാണ് ഇതിനായിട്ട് നിയോഗിച്ചിട്ടുള്ളത്. എന്താണ്? ഇതിനു വേണ്ടിയിട്ട് പരിശീലനം നേടിയ കമ്മ്യൂണിറ്റി ഹെൽത്ത് നേഴ്സുമാരെയാണ് സാന്ത്വനം എന്ന പദ്ധതിക്കായിട്ട് നിയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് സാന്ത്വനം? കിടപ്പിലായ രോഗികളെ വീടുകളിലെത്തി പരിചരിക്കുന്ന ഒരു ചികിത്സാ പദ്ധതിയാണ് സാന്ത്വനം. പരിശീലനം നേടിയ കമ്മ്യൂണിറ്റി ഹെൽത്ത് നേഴ്സുമാരെയാണ് ഇതിനായിട്ട് നിയോഗിച്ചിട്ടുള്ളത്. ദ നെക്സ്റ്റ് വണ്ണാണ് സ്പാർക്ക്. എന്താണ് സ്പാർക്ക്? ആദ്യം നമുക്ക് അതിൻ്റെ ഫുൾ ഫോം തന്നെ നോക്കാം. സർവീസ് പേറോൾ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റിപ്പോസിറ്ററി ഓഫ് കേരള. എന്താണ്? സർവീസ് പേറോൾ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റിപ്പോസിറ്ററി ഓഫ് കേരള. അപ്പോൾ ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണെന്ന് നമുക്ക് ആ ഒരു ഫുൾ ഫോമിൽ നിന്ന് മനസ്സിലായി. എന്താണ് സംഭവം? കേരള ഗവൺമെൻറ് ജീവനക്കാരുടെ ശമ്പള വിതരണം, സർവീസ് കാര്യങ്ങൾ എന്നിവയ്ക്കായി IT മിഷൻ തയ്യാറാക്കിയ ഒരു പദ്ധതിയാണ് സ്പാർക്ക്. എന്താണ് സ്പാർക്ക് എന്ന് പറയുന്നത്? കേരള ഗവൺമെൻറ് ജീവനക്കാരുടെ ശമ്പള വിതരണം, സർവീസ് കാര്യങ്ങൾ എന്നിവയ്ക്കായി IT മിഷൻ തയ്യാറാക്കിയ ഒരു പദ്ധതിയാണ് സ്പാർക്ക്. സ്പാർക്കിൻ്റെ ഫുൾ ഫോം എന്താണ്? സർവീസ് പേറോൾ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റിപ്പോസിറ്ററി ഓഫ് കേരള. നെക്സ്റ്റ് വണ്ണാണ് സ്പീഡ് കേരള. എന്താണ് സ്പീഡ് കേരള? സംസ്ഥാനത്ത് രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഗതാഗത കുരുക്കിന് പരിഹാരം കാണാനാണ്. എന്താണ്? സംസ്ഥാനത്ത് രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ വേണ്ടിയിട്ടുള്ളൊരു കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് സ്പീഡ് കേരള എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് വണ്ണാണ് താലോലം. എന്താണ് താലോലം? 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക്. എന്താണ്? 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, നാഡീരോഗങ്ങൾ, പിന്നെ സെറിബ്രൽ പാൽസി, ഓട്ടിസം, അസ്ഥിവൈകല്യങ്ങൾ എന്നിവയ്ക്കും എൻഡോസൾഫാൻ രോഗബാധിതർക്കും ഡയാലിസിസ്, ശസ്ത്രക്രിയ അടക്കമുള്ള ചികിത്സാ ചെലവ് ലഭ്യമാക്കുന്ന ഒരു പദ്ധതിയാണ് താലോലം എന്ന് പറയുന്നത്. എന്താണ് താലോലം? 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, നാഡീരോഗങ്ങൾ, സെറിബ്രൽ പാൽസി, ഓട്ടിസം, അതുപോലെ അസ്ഥിവൈകല്യങ്ങൾ എന്നിവയ്ക്കും എൻഡോസൾഫാൻ രോഗബാധിതർക്കും ഡയാലിസിസ്, ശസ്ത്രക്രിയ അടക്കമുള്ള ചികിത്സാ ചെലവ് ലഭ്യമാക്കുന്ന ഒരു പദ്ധതിയാണ് താലോലം. അടുത്തൊരു പദ്ധതിയാണ് തൂവൽ സ്പർശം. എന്താണ് തൂവൽ സ്പർശം? സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു പദ്ധതിയാണ് തൂവൽ സ്പർശം. എന്താണ് തൂവൽ സ്പർശം? സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു പദ്ധതിയാണ് തൂവൽ സ്പർശം. ദ നെക്സ്റ്റ് വണ്ണാണ് ദിശ ഹെൽപ്പ് ലൈൻ. എന്താണ് ദിശ ഹെൽപ്പ് ലൈൻ? പരീക്ഷാ കാലത്ത് കുട്ടികൾ നേരിടുന്ന മാനസിക സമ്മർദ്ദങ്ങളെ ഫലപ്രദമായി നേരിടാൻ കുട്ടികളെ പ്രാപ്തരാക്കാൻ വേണ്ടി ആരംഭിച്ചൊരു പദ്ധതിയാണ് ദിശ ഹെൽപ്പ് ലൈൻ. എന്താണ് ദിശ ഹെൽപ്പ് ലൈൻ? പരീക്ഷാ കാലത്ത് കുട്ടികൾ നേരിടുന്ന മാനസിക സമ്മർദ്ദങ്ങളെ ഫലപ്രദമായി നേരിടാൻ കുട്ടികൾ
കുട്ടികളെ പ്രാപ്തരാക്കാൻ വേണ്ടി ആരംഭിച്ചൊരു പദ്ധതിയാണ് ദിശ ഹെൽപ്പ് ലൈൻ. അപ്പോൾ എന്താണ്, കൗൺസിലർമാരുടെ സേവനം 24 മണിക്കൂറും ഇവിടെ ലഭ്യമായിരിക്കും. ഇവിടുത്തെ ടോൾ ഫ്രീ നമ്പർ ഏതാണ്? 1056. എന്താണ്? 1056. ദിശ ഹെൽപ്പ് ലൈൻ്റെ ടോൾ ഫ്രീ നമ്പർ എന്താണ്? 1056 അല്ലെങ്കിൽ 1056 എന്നുള്ളതാണ് ദിശ ഹെൽപ്പ് ലൈൻ്റെ ടോൾ ഫ്രീ നമ്പർ. ഇതെന്താ ഉദ്ദേശിക്കുന്നത്? പരീക്ഷാ കാലത്ത് കുട്ടികൾ നേരിടുന്ന മാനസിക സമ്മർദ്ദങ്ങളെ ഫലപ്രദമായി നേരിടാൻ കുട്ടികളെ പ്രാപ്തരാക്കാൻ വേണ്ടി ആരംഭിച്ച ഒരു പദ്ധതിയാണ് ദിശ ഹെൽപ്പ് ലൈൻ എന്ന് പറയുന്നത്. ഇത് കൗൺസിലർമാരുടെ സേവനം 24 മണിക്കൂർ ഇവിടെ ലഭ്യമാക്കുന്നുണ്ട്. ടോൾ ഫ്രീ നമ്പർ ഏതാണ്? 1056. ആ ഒരു ദിശ ഹെൽപ്പ് ലൈൻ്റെ നമ്പർ ഓർത്തിരിക്കുക, എക്സാംസിനൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിനെയാണ്. അപ്പോൾ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിനെ, അതായത് സാമൂഹിക നീതി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സാമൂഹിക നീതി വകുപ്പിനെ പറ്റിയിട്ട് നമ്മളിപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതിൻ്റെ കീഴിലാണ് ഈ ഒരു പദ്ധതി വന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. എന്താണ് സാമൂഹിക നീതി വകുപ്പ്, എന്താണ് അത് ഉദ്ദേശിക്കുന്നത് എന്നും കൂടി നമുക്ക് നോക്കാം. ഇത് 1975 സ്ഥാപിതമായത്. എന്താണ്? 1975 സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥാപിതമായത്. വുമൺ ആൻഡ് ചൈൽഡ് വകുപ്പ് ഇതിനുള്ളിലായിരുന്നു ആദ്യം. ഒക്കെ ആദ്യ സമയത്ത് വുമണിൻ്റെയും ചൈൽഡിൻ്റെയും വകുപ്പ് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അകത്തായിരുന്നു. എന്നാൽ 2017 ശേഷം എന്ത് ചെയ്തു? ഇത് പ്രത്യേകം ഡിപ്പാർട്ട്മെൻ്റ് ആക്കി. എന്തൊക്കെയാണ്? വുമണിൻ്റെയും ചൈൽഡിൻ്റെയും വകുപ്പ് പ്രത്യേകം ഡിപ്പാർട്ട്മെൻ്റ് ആക്കിയത് 2017 ശേഷമാണ്. അപ്പോൾ എന്താണ് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ 1975 ഇത് സ്ഥാപിച്ചത്. ആദ്യ സമയത്ത് വുമണിൻ്റെയും ചൈൽഡിൻ്റെയും വകുപ്പ് ഇതിനുള്ളിലായിരുന്നു. 2017 ശേഷമാണ് ഈ വുമൺ ആൻഡ് ചൈൽഡ് വകുപ്പ് പ്രത്യേകമായിട്ട് മാറ്റിയത്. ഇനി സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഗുണഭോക്താക്കൾ ആരാണ്? അതായത് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്തെങ്കിലും പദ്ധതികൾ മുന്നോട്ട് വെച്ചാൽ അതിൻ്റെ ഗുണം കിട്ടുന്നത് ആർക്കൊക്കെയാണ്? നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, മുതിർന്ന പൗരന്മാർക്ക് ലഭിക്കും. എന്താണ് മുതിർന്ന പൗരന്മാർക്ക്? ഭിന്നശേഷിയുള്ളവർക്ക്, അതുപോലെ സാമൂഹിക പ്രതിരോധം, അത് തന്നെ പ്രൊബേഷണർമാർക്കും മുൻ തടവുകാർക്കും അവരുടെ കുടുംബക്ഷേമത്തിനും അതുപോലെ ട്രാൻസ്ജെൻഡേഴ്സിനുമൊക്കെയാണ് ഇതിൻ്റെ ഗുണം ലഭിക്കുന്നത്. ആരൊക്കെയാണ് ഗുണഭോക്താക്കൾ? മുതിർന്ന പൗരന്മാർ, ഭിന്നശേഷിയുള്ളവർ, അതുപോലെ സാമൂഹിക പ്രതിരോധം, അതായത് പ്രൊബേഷണർമാരും മുൻ തടവുകാർ, അവരുടെ കുടുംബക്ഷേമം, ട്രാൻസ്ജെൻഡേഴ്സ് ഒക്കെ എന്താണ് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ഗുണഭോക്താക്കളാണ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ആശാഭവൻ, വികലാംഗരായ കുട്ടികൾക്കുള്ള കെയർ ഹോം, പ്രായമായവർക്കുള്ള ഡേ കെയർ സെൻറ്റർ, പിന്നെ മാനസിക വൈകല്യമുള്ള കുട്ടികൾക്കുള്ള വീട്, HMDC എന്ന് നമ്മളതിനെ പറയും. പിന്നെ ശാരീരിക വൈകല്യമുള്ളവർക്കുള്ള വീട്, വൃദ്ധസദനം, പിന്നെ എന്താണ് ഫിസിക്കലി ഹാൻഡിക്കേപ്ഡ് ആയിട്ടുള്ളവർക്കുള്ള വൃദ്ധസദനമുണ്ട്. പിന്നെ പ്രതീക്ഷാ ഭവനുണ്ട്, പ്രത്യാശാ ഭവനുണ്ട്, പ്രിയ ഹോമുണ്ട്, ട്രാൻസിറ്റ് ഹോമുണ്ട്. തൊഴിൽ പരിശീലന കേന്ദ്രങ്ങളൊക്കെ എന്താണ് ഈ ഒരു എന്തിൻ്റെ കീഴിൽ വരുന്നതാണ്? സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ വരുന്ന സ്ഥാപനങ്ങളാണ്. എന്തൊക്കെയാണ്? ആശാഭവൻ, വികലാംഗരായ കുട്ടികൾക്കുള്ള കെയർ ഹോം, പ്രായമായവർക്കുള്ള ഡേ കെയർ സെൻറ്റർ, പിന്നെ മാനസിക വൈകല്യമുള്ള കുട്ടികൾക്കുള്ള വീട് അല്ലെങ്കിൽ HMDC, പിന്നെ ശാരീരിക വൈകല്യമുള്ളവർക്കുള്ള വീട്, വൃദ്ധസദനം, പിന്നീട് ഫിസിക്കലി ഹാൻഡിക്കേപ്ഡ് ആയിട്ടുള്ളവർക്കുള്ള വൃദ്ധസദനം, പ്രതീക്ഷാ ഭവൻ, പ്രത്യാശാ ഭവൻ, പ്രിയ ഹോം, ട്രാൻസിറ്റ് ഹോം, തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ. സോ ഇതിന് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതിനകത്ത് 2 കാര്യങ്ങളുടെ എക്സ്ട്രാ നമുക്ക് നോക്കാനുണ്ട്, അതുകൂടെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ വരുന്ന 2 സ്ഥാപനങ്ങളെ പറ്റി നമുക്ക് നോക്കാം. ഏതൊക്കെയാണത്? പ്രതീക്ഷാ ഭവനും പ്രത്യാശാ ഭവനുമാണ്. ഏതൊക്കെയാണ്? പ്രതീക്ഷാ ഭവനും പ്രത്യാശാ ഭവനും. ആദ്യം നമുക്ക് പ്രതീക്ഷാ ഭവൻ എന്താണെന്ന് നോക്കാം. 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള മാനസിക വെല്ലുവിളി നേരിടുന്ന പുരുഷന്മാരുടെ പുനരധിവാസത്തിനായിട്ടാണ് ഈ ഒരു വീട് സ്ഥാപിച്ചിരിക്കുന്നത്. എന്താണ് പ്രതീക്ഷാ ഭവൻ? 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള മാനസിക വെല്ലുവിളി നേരിടുന്ന പുരുഷന്മാരുടെ പുനരധിവാസത്തിനായിട്ടാണ് പ്രതീക്ഷാ ഭവൻ സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പം മലപ്പുറത്ത് ഇത്തരത്തിലുള്ളൊരു സ്ഥാപനം നിലവിലുണ്ട്. എവിടെയാണ്? മലപ്പുറത്ത് എന്തുണ്ട്? പ്രതീക്ഷാ ഭവനുണ്ട്. അതുപോലെ സെക്കൻഡ് വണ്ണാണ് പ്രത്യാശാ ഭവൻ. പ്രത്യാശാ ഭവൻ എന്തായിരിക്കും പറയുന്നത്? 18 വയസ്സിന് മുകളിലുള്ള മാനസിക വെല്ലുവിളി നേരിടുന്ന സ്ത്രീകളെ പരിചരിക്കുന്നതിനുള്ള അല്ലെങ്കിൽ അവരെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള ഒരു ഹോമാണ് പ്രത്യാശാ ഭവൻ. അപ്പോൾ പ്രത്യാശാ ഭവൻ എന്ന് പറയുന്നത് എന്താണ്? 18 വയസ്സിന് മുകളിലുള്ള മാനസിക വെല്ലുവിളി നേരിടുന്ന സ്ത്രീകളെ പരിചരിക്കുന്നതിനുള്ള അല്ലെങ്കിൽ പുനരധിവസിപ്പിക്കുന്നതിനുള്ള ഒരു ഹോമാണ് പ്രത്യാശാ ഭവൻ. ഇത് തൃശ്ശൂരിലാണ് ഇങ്ങനെ ഒരു വീട് നിർമ്മിച്ചിട്ടുള്ളതെന്ന് ഓർക്കുക. അപ്പോൾ പ്രതീക്ഷയും പ്രത്യാശയും തമ്മിൽ മാറിപ്പോരുത്. പ്രത്യാശാ ഭവൻ സ്ത്രീകൾക്കുള്ളതാണെന്ന് ഓർക്കുക. അപ്പോൾ പ്രത്യാശ, അതിനകത്തൊരു ആശ എന്ന് വരുന്നില്ലേ? അപ്പോൾ ആ ഒരു പേര് സ്ത്രീയുടെ ആണല്ലോ. അപ്പോൾ അങ്ങനെ വെച്ച് നമുക്ക് അത് കണക്ട് ചെയ്ത് വെക്കാം. പ്രത്യാശാ ഭവൻ സ്ത്രീകൾക്കാണ്, അത് തൃശ്ശൂരാണുള്ളത്. അതുപോലെ പ്രതീക്ഷാ ഭവൻ എന്താണ്? അത് പുരുഷന്മാർക്കായിട്ട് മലപ്പുറത്താണുള്ളത്. 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കാണ് എന്താണ് ഈ പ്രതീക്ഷാ ഭവനും പ്രത്യാശാ ഭവനും ഒരുക്കിയിട്ടുള്ളത്. അടുത്തൊരു പദ്ധതിയാണ് എൽഡർ ലൈൻ 14567. എന്താണ് എൽഡർ ലൈൻ 14567? എന്താണ് ഉദ്ദേശിക്കുന്നത്? പ്രായമായവർക്ക് ഒരു കൈ സഹായം, മുതിർന്ന പൗരന്മാർക്ക് 14567 എന്ന ടോൾ ഫ്രീ നമ്പറിൽ രാവിലെ 8-നും രാത്രി 8-നും ഇടയിൽ ബന്ധപ്പെടാം. അപ്പോൾ എൽഡർ ലൈൻ
14567 എന്താ ഉദ്ദേശിക്കുന്ന പ്രായമായവർക്കുള്ള ഒരു കൈ സഹായമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുതിർന്ന പൗരന്മാർക്ക് 14567 എന്ന ടോൾ ഫ്രീ നമ്പറിൽ രാവിലെ 8 മുതൽ രാത്രി 8 ഇടയിൽ വെച്ചിട്ട് എന്ത് ചെയ്യാം, ആവശ്യങ്ങൾക്കായിട്ട് ബന്ധപ്പെടാം. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ആണ് വയോരക്ഷാ പദ്ധതി. എന്താണ് വയോരക്ഷാ പദ്ധതി? മുതിർന്ന പൗരന്മാർ സമൂഹത്തിൽ വിവേചനം, ചൂഷണം, അവഗണന, ദുരുപയോഗത്തിനിരയാകുക എന്നിങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട് അല്ലേ. ഇപ്പം എന്തൊക്കെയാണ്? മുതിർന്ന പൗരന്മാർ സമൂഹത്തിലെ വിവേചനം, ചൂഷണം, അവഗണന, ദുരുപയോഗത്തിനിരയാവുക എന്നിങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഹായവും പിന്തുണയും നൽകുന്നുണ്ട്. അതുപോലെ അവശത അനുഭവിക്കുന്നവർക്കും അധസ്ഥിതരായ വൃദ്ധർക്ക് അടിയന്തര വൈദ്യസഹായവും നൽകുന്നുണ്ട്. അതുപോലെ കിടപ്പിലായ മുതിർന്ന പൗരന്മാർക്ക് പരിചരണം നൽകുന്നവരുടെ ലഭ്യത ഉറപ്പാക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു പദ്ധതി. കൂടാതെ പരിചരണവും സംരക്ഷണവും ആവശ്യമുള്ളവർക്ക് പുനരധിവാസം നൽകുക, അതുപോലെ മുതിർന്ന പൗരന്മാർക്ക് നിയമസഹായം നൽകുക എന്നിവയും വയോരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടുന്നവയാണ്. എന്തൊക്കെയാണ് വയോരക്ഷാ പദ്ധതിയിൽ എന്താണ് ഉൾപ്പെടുന്നത്? പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഹായവും പിന്തുണയും നൽകുന്നു, അവശത അനുഭവിക്കുന്നവർക്കും അധസ്ഥിതരായ വൃദ്ധർക്ക് അടിയന്തര വൈദ്യസഹായം നൽകുന്നു, കിടപ്പിലായ മുതിർന്ന പൗരന്മാർക്ക് പരിചരണം നൽകുന്നവരുടെ ലഭ്യത ഉറപ്പാക്കുന്നു, പരിചരണവും സംരക്ഷണവും ആവശ്യമുള്ളവർക്ക് പുനരധിവാസം നൽകുന്നു, അതുപോലെ മുതിർന്ന പൗരന്മാർക്ക് നിയമസഹായവും നൽകുന്നുണ്ട്. കൂടാതെ BPL വിഭാഗത്തിൽപ്പെട്ട മുതിർന്ന പൗരന്മാർ ഈ സ്കീമിന് കീഴിൽ വരുന്നതായിരിക്കും. അതായത് വയോരക്ഷാ പദ്ധതി എന്ന സ്കീമിന് താഴെ ആരാണ് വരുന്നത്? BPL വിഭാഗത്തിൽപ്പെട്ട മുതിർന്ന പൗരന്മാരായിരിക്കും വരിക. ഏകദേശം 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ്. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള BPL വിഭാഗത്തിൽപ്പെട്ട മുതിർന്ന പൗരന്മാരായിരിക്കും വയോരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടുന്നത്. നെക്സ്റ്റ് സ്കീമാണ് സെക്കൻഡ് ഇന്നിങ്സ് ഹോം പ്രോജക്റ്റ്. എന്താണ് സെക്കൻഡ് ഇന്നിങ്സ് ഹോം പ്രോജക്റ്റ്? എന്താണ് ഉദ്ദേശിക്കുന്നത്? ഗവൺമെൻറ് ഓൾഡ് ഏജ് ഹോംസിനെ ഗവൺമെൻറ് ഓൾഡ് ഏജ് ഹോംസിനെ രണ്ടാം ഇന്നിങ്സ് ഹോം ആക്കി മാറ്റാൻ ഉദ്ദേശിക്കുകയാണ്. എന്താണ്? ഗവൺമെൻറ് ഓൾഡ് ഏജ് ഹോംസിനെ രണ്ടാം ഇന്നിങ്സ് ഹോം ആക്കി മാറ്റുന്നു. അതായത് മൾട്ടി സർവീസ് കമ്മ്യൂണിറ്റി സിറ്റി ഏജ് കെയർ എന്ന നിലയിൽ മാതൃക ഭവനം, ഫീൽഡ് എക്സ്റ്റൻഷൻ സേവനങ്ങളും നൽകുന്നുണ്ട്. അപ്പം എന്താണ്? മൾട്ടി സർവീസ് കമ്മ്യൂണിറ്റി സിറ്റി ഏജ് കെയർ എന്ന നിലയിൽ എന്താണ്? മൾട്ടി സർവീസ് കമ്മ്യൂണിറ്റി സിറ്റി ഏജ് കെയർ എന്ന നിലയിൽ മാതൃക ഭവനം, ഫീൽഡ് എക്സ്റ്റൻഷൻ സേവനങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ നൽകുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് ഇന്നിങ്സ് ഹോം പ്രോജക്റ്റ് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഗവൺമെൻറ് ഓൾഡ് ഏജ് ഹോംസിനെ രണ്ടാം ഇന്നിങ്സ് ഹോം ആക്കി മാറ്റാനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കൂടാതെ മൾട്ടി സർവീസ് കമ്മ്യൂണിറ്റി സിറ്റി ഏജ് കെയർ എന്ന നിലയിൽ മാതൃക ഭവനം, ഫീൽഡ് എക്സ്റ്റൻഷൻ സേവനങ്ങളും ഇവിടെ നൽകപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് വണ്ണാണ് വയോ അമൃതം പദ്ധതി. എന്താണ് വയോ അമൃതം പദ്ധതി? ആരോഗ്യ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്ന അന്തേവാസികളുടെ ചികിത്സയ്ക്കായി സർക്കാർ നടത്തുന്ന വൃദ്ധസദനങ്ങളിൽ ഈ സംരംഭം നടപ്പിലാക്കി. എന്താണ് വയോ അമൃതം പദ്ധതി? എന്താണ് നടപ്പിലാക്കിയത്? ആരോഗ്യ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്ന അന്തേവാസികളുടെ ചികിത്സയ്ക്കായി സർക്കാർ നടത്തുന്ന വൃദ്ധസദനങ്ങളിൽ ഈ സംരംഭം നടപ്പിലാക്കുന്നുണ്ട്. ഇപ്പോൾ പ്രമേഹം, ആസ്മ, ത്വക്ക് രോഗങ്ങൾ, സന്ധിവാതം, കണ്ണ്, ചെവി രോഗങ്ങൾ തുടങ്ങിയവയും അതുപോലെ ആരോഗ്യ പ്രശ്നങ്ങളായി കണക്കാക്കപ്പെടുന്ന ഭൂരിഭാഗം കേസുകളും പിന്നെ കിടപ്പിലായവർക്കും കൗൺസിലിങ്ങിനുമുള്ള സാന്ത്വന പരിചരണവും ആരോഗ്യ സംരക്ഷണത്തിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുന്നത്? പ്രമേഹം, ആസ്മ, ത്വക്ക് രോഗങ്ങൾ, സന്ധിവാതം, കണ്ണുരോഗം, ചെവി രോഗം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങളായി കണക്കാക്കപ്പെടുന്ന ഭൂരിഭാഗം കേസുകളും ഒപ്പം കിടപ്പിലായവർക്കും കൗൺസിലിങ്ങിനുമുള്ള സാന്ത്വന പരിചരണവും ആരോഗ്യ സംരക്ഷണത്തിൽ ഉൾപ്പെടുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായി ആയുർവേദ ചികിത്സയും ഇവിടെ ലഭ്യമാക്കുന്നുണ്ട്. എന്താണ്? ആയുർവേദ ചികിത്സയും ഇതിൻ്റെ ഭാഗമായി ലഭ്യമാക്കുന്നുണ്ട്. കൂടാതെ ഒരു മെഡിക്കൽ ഓഫീസറിൻ്റെയും അറ്റൻഡറിൻ്റെയും സേവനവും തടവുകാർക്ക് കിട്ടും. അപ്പോൾ എന്താണ്? ഒരു മെഡിക്കൽ ഓഫീസറിൻ്റെയും അറ്റൻഡുകാരൻ്റെ സേവനം ഇവർക്ക് ലഭിക്കാറുണ്ട്. അപ്പോൾ എന്താണ് വയോ അമൃതം പദ്ധതി എന്ന് പറയുന്നത്? ആരോഗ്യ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്ന അന്തേവാസികളുടെ ചികിത്സയ്ക്കായി സർക്കാർ നടത്തുന്ന വൃദ്ധസദനങ്ങളിൽ ഈ സംരംഭം നടപ്പിലാക്കി. പ്രമേഹം, ആസ്മ, ത്വക്ക് രോഗങ്ങൾ, സന്ധിവാതം, കണ്ണ്, ചെവി രോഗങ്ങൾ തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങളായി കണക്കാക്കപ്പെടുന്ന ഭൂരിഭാഗം കേസുകളും അതുപോലെ കിടപ്പിലായവർക്കും കൗൺസിലിങ്ങിനുമുള്ള സാന്ത്വന പരിചരണവും ആരോഗ്യ സംരക്ഷണത്തിൽ ഉൾപ്പെടുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായി ആയുർവേദ ചികിത്സ നൽകുന്നുണ്ട്. കൂടാതെ ഒരു മെഡിക്കൽ ഓഫീസറിൻ്റെയും അറ്റൻഡറിൻ്റെയും സേവനവും എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ അന്തേവാസികൾക്ക് ലഭിക്കുന്നുണ്ട്. അടുത്തൊരു പദ്ധതിയാണ് മന്ദഹാസം പദ്ധതി. എന്താണ് മന്ദഹാസം? മുതിർന്ന പൗരന്മാർക്ക് സൗജന്യ ടൂത്ത് സെറ്റ് നൽകുന്ന ഒരു സംരംഭമാണ് മന്ദഹാസം പദ്ധതി. അപ്പോൾ മന്ദഹാസം പദ്ധതി എന്താണ് ഉദ്ദേശിക്കുന്നത്? മുതിർന്ന പൗരന്മാർക്ക് സൗജന്യ ടൂത്ത് സെറ്റ് നൽകുന്ന ഒരു സംരംഭമാണ് മന്ദഹാസം പദ്ധതി. പല്ല് നഷ്ടപ്പെട്ടതിന് ശേഷം പ്രായമായവർ നേരിടുന്ന പോഷകാഹാര, ശാരീരിക, മാനസിക പ്രശ്നങ്ങൾ കുറയ്ക്കാനാണ് ഇവരുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പം BPL വിഭാഗത്തിൽ പെടുന്നവർക്കാണ് ഈ ഒരു മന്ദഹാസം പദ്ധതി കൊണ്ട്
ഗുണം ലഭിക്കുക. അപ്പം എന്താണ് മന്ദഹാസം പദ്ധതി? മുതിർന്ന പൗരന്മാർക്ക് സൗജന്യ ടൂത്ത് സെറ്റ് നൽകുന്ന ഒരു സംരംഭമാണ് മന്ദഹാസം പദ്ധതി. പല്ല് നഷ്ടപ്പെട്ടതിന് ശേഷം പ്രായമായവർ നേരിടുന്ന പോഷകാഹാര, ശാരീരിക, മാനസിക പ്രശ്നങ്ങൾ കുറയ്ക്കാനാണ് ഇതിൻ്റെ ലക്ഷ്യം. BPL വിഭാഗത്തിൽപ്പെടുന്നവർക്കാണ് മന്ദഹാസം പദ്ധതിയിൽ കൂടെ ഈ ഒരു ഗുണം കിട്ടുന്നത്. നെക്സ്റ്റ് വണ്ണാണ് സായം പ്രഭാഹവും. എന്താണ് സായം പ്രഭാഹവും? പകൽ സമയം വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന വൃദ്ധർക്കുള്ളൊരു പദ്ധതിയാണ് സായം പ്രഭാഹവും. എന്താണ്? പകൽ സമയം വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന വൃദ്ധർക്കുള്ളൊരു പദ്ധതിയാണ് സായം പ്രഭാഹവും. LSGD. ഇതാണ് LSGD സ്ഥാപനങ്ങളുമായി സഹകരിച്ച് ഡേ കെയർ സൗകര്യങ്ങൾ നൽകുന്ന സാമൂഹ്യ നീതി വകുപ്പിൻ്റെ ഒരു പദ്ധതിയാണിത്. എന്താണ്? LSGD സ്ഥാപനങ്ങളുമായി സഹകരിച്ച് ഡേ കെയർ സൗകര്യങ്ങൾ നൽകുന്ന സാമൂഹ്യ നീതി വകുപ്പിൻ്റെ ഒരു പദ്ധതിയാണ് സായം പ്രഭ ഹോം എന്ന് പറയുന്നത്. ഈ ഡേ കെയർ സെൻറ്റർ പ്രായമായവർക്ക് അവരുടെ ആവശ്യമുള്ള പ്രായത്തിലുള്ളവർക്ക് ഏറ്റവും ആവശ്യമായ സേവനങ്ങളും സഹായവും ഒരു തടസ്സവും ഇല്ലാതെ എന്തെയും അവർക്ക് ലഭ്യമാക്കും. അപ്പോൾ എന്താണ്? ഈ ഒരു ഡേ കെയർ സെൻറ്റർ പ്രായമായവർക്ക് അവരുടെ ആവശ്യമുള്ള പ്രായത്തിലുള്ളവർക്ക് ഏറ്റവും ആവശ്യമായ സേവനങ്ങളും സഹായവും ഒരു തടസ്സവും ഇല്ലാതെ കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സായം പ്രഭ ഹോം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവഴി അവരുടെ സ്വന്തം പ്രായക്കാരുമായിട്ട് പോലും ഇടപെടുകാനുള്ള അവസരം ലഭിക്കും. എന്താണ്? ഇതുവഴി അവരുടെ സ്വന്തം പ്രായക്കാരുമായിട്ടും ഇടപെടുകാനുള്ളൊരു അവസരം ഏതിലൂടെ കിട്ടും? സായം പ്രഭ ഹോമിലൂടെ കിട്ടും. എന്താണ് സായം പ്രഭ ഹോം എന്ന് പറയുന്നത്? പകൽ സമയം വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന വൃദ്ധർക്കുള്ളൊരു പദ്ധതിയാണ് സായം പ്രഭ ഹോം. LSGD സ്ഥാപനങ്ങളുമായി സഹകരിച്ച് ഡേ കെയർ സൗകര്യങ്ങൾ നൽകുന്ന ഒരു സാമൂഹ്യ നീതി വകുപ്പിൻ്റെ പദ്ധതിയാണ്. ഇതുമൂലം എന്താണ് അവർക്ക് കിട്ടുന്നത്? അവരുടെ സ്വന്തം പ്രായക്കാരുമായിട്ട് ഇടപഴകാനുള്ളൊരു അവസരമാണ് ഇതുവഴി അവർക്ക് ലഭ്യമാകുന്നത്. അടുത്തൊരു പദ്ധതിയാണ് ശ്രേഷ്ഠ പദ്ധതി. എന്താണ് ശ്രേഷ്ഠം പദ്ധതി? എന്താണ് ശ്രേഷ്ഠം? അപ്പോൾ കലയിലും കായിക രംഗത്തും അംഗവൈകല്യമുള്ളവരുടെ പങ്കാളിത്തം ഉറപ്പാക്കുക. എന്താണ്? ഭിന്നശേഷിക്കാർക്കായിട്ടുള്ളൊരു പദ്ധതിയാണ് ശ്രേഷ്ഠം പദ്ധതി എന്ന് പറയുന്നത്. എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത്? കലയിലും കായിക രംഗത്തും അംഗവൈകല്യമുള്ളവരുടെ പങ്കാളിത്തം ഉറപ്പാക്കുക എന്നതാണ് ശ്രേഷ്ഠം പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ളവരെ കണ്ടെത്തി പരിശീലനം നൽകി അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിന് ധനസഹായം നൽകുന്നൊരു പദ്ധതി കൂടിയാണ് ശ്രേഷ്ഠം പദ്ധതി. എന്താണ്? കലയിലും കായിക രംഗത്തും അംഗവൈകല്യമുള്ളവരുടെ പങ്കാളിത്തം ഉറപ്പാക്കി അവരെ കണ്ടെത്തി പരിശീലനം നൽകി അവരുടെ സമൂഹത്തിലെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിന് ധനസഹായം നൽകുന്നൊരു പദ്ധതിയാണ് ശ്രേഷ്ഠം പദ്ധതി എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ സഹജീവനം ഹെൽപ്പ് ഡെസ്ക്. എന്താണ് സഹജീവനം ഹെൽപ്പ് ഡെസ്ക്? എന്താണ് ഉദ്ദേശിക്കുന്നത്? ഭിന്നശേഷിക്കാർക്കായിട്ടുള്ള സേവനങ്ങൾ ഡോർ സ്റ്റെപ്പ് ഡെലിവറി ഉറപ്പാക്കുന്നതിനും ദുരിതകാലത്ത് അവർക്ക് സഹായവും മാനസിക പിന്തുണയും നൽകുന്നതാണ് സഹജീവനം ഹെൽപ്പ് ഡെസ്ക്. എന്താണ് സഹജീവനം ഹെൽപ്പ് ഡെസ്ക്? എന്താണ് ഉദ്ദേശിക്കുന്നത്? ഭിന്നശേഷിക്കാർക്കുള്ള സേവനങ്ങളാണ് മെയിനായിട്ടും. ഡോർ സ്റ്റെപ്പ് ഡെലിവറിയാണ് ഇവിടെ ഉറപ്പാക്കുന്നത്. എന്താണ്? ഡോർ സ്റ്റെപ്പ് ഡെലിവറി ഉറപ്പാക്കുന്നതിനും ദുരിതകാലത്ത് അവർക്ക് സഹായവും മാനസിക പിന്തുണയും നൽകുന്ന ഒരു പദ്ധതിയാണ് സഹജീവനം ഹെൽപ്പ് ഡെസ്ക് എന്ന് പറയുന്നത്. സോ ഈ ശ്രേഷ്ഠം പദ്ധതിയും സഹജീവനം ഹെൽപ്പ് ഡെസ്കും എന്താണ്? ഭിന്നശേഷിക്കാർക്കായിട്ടുള്ള പദ്ധതികളാണ്. അടുത്തൊരു പദ്ധതിയാണ് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. എന്താണ് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി? എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്ക് നോക്കാം. വികലാംഗർക്ക് താങ്ങാനാവുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതിയാണ് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി എന്ന് പറയുന്നത്. എന്താണ്? വികലാംഗർക്ക് താങ്ങാനാവുന്ന തരത്തിലുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതിയാണ് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി എന്ന് പറയുന്നത്. ഈ സ്കീമിലൂടെ ഗുണഭോക്താക്കൾക്ക് 1 ലക്ഷം രൂപ വരെ എന്തെയും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. എന്താണ്? ഈ ഒരു സ്കീമിലൂടെ ഗുണഭോക്താക്കൾക്ക് 1 ലക്ഷം രൂപ വരെയാണ് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുക. ഈ പദ്ധതിയിൽ ചേരുന്നതിന് ഗുണഭോക്താവ് പ്രീമിയം തുകയായിട്ട് 500 രൂപ, APL-കാരാണെങ്കിൽ 500 രൂപയും BPL-കാരാണെങ്കിൽ 250 രൂപയുമാണ് നൽകേണ്ടത്. അപ്പോൾ എന്താണ്? ഈ ഒരു പദ്ധതിയിൽ ചേരാൻ വേണ്ടിയിട്ട് ഗുണഭോക്താവ് എന്ത് ചെയ്യണം? പ്രീമിയം തുകയായിട്ട് APL-കാരനാണെങ്കിൽ പ്രീമിയം തുകയായിട്ട് 500 രൂപയും BPL-കാരനാണെങ്കിൽ 250 രൂപയും നൽകണം. സോ ഈ പ്രീമിയം പുതുക്കുന്നതിന് യഥാക്രമം എന്ത് ചെയ്യും? 250 രൂപ അടയ്ക്കുകയും വേണം. അപ്പോൾ എന്താണ് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി എന്ന് പറയുന്നത്? ഇതും ഭിന്നശേഷിക്കാർക്കായിട്ടുള്ളൊരു പദ്ധതിയാണെന്ന് മനസ്സിലായി. എന്താണ് ഉദ്ദേശിക്കുന്നത്? വികലാംഗർക്ക് താങ്ങാനാവുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതിയാണ് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. ഈ സ്കീമിലൂടെ ഗുണഭോക്താക്കൾക്ക് 1 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. ഈ പദ്ധതിയിൽ ചേർന്നതിന് ഗുണഭോക്താവ് പ്രീമിയം തുകയായിട്ട് 500 രൂപ, APL-ആണെങ്കിൽ BPL-ആണെങ്കിൽ 250 രൂപയുമാണ് നൽകേണ്ടത്. ഓക്കെ. അടുത്തൊരു പദ്ധതിയാണ് അതിജീവനം. എന്താണ് അതിജീവനം? ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? PWകളെ മുഖ്യധാരയാക്കുന്നതിനുള്ള സമഗ്ര പദ്ധതിയാണ് അതിജീവനം എന്ന് പറയുന്നത്. സാമൂഹ്യനീതി വകുപ്പ് വികലാംഗരുടെ വികസനത്തിനും പുനരധിവാസത്തിനുമായി ഒരു കുട പദ്ധതിയായ അതിജീവനം പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ്? PWDകളെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിനുള്ളൊരു സമഗ്രമായ പദ്ധതിയാണ് അതിജീവനം എന്ന് പറയുന്നത്. കൂടാതെ സാമൂഹ്യനീതി വകുപ്പ് വികലാംഗരുടെ വികസനത്തിനും പുനരധിവാസത്തിനുമായി ഒരു കുട പദ്ധതിയായ അതിജീവനം പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അടുത്തൊരു പദ്ധതിയാണ് വിജയാമൃതം. എന്താണ് വിജയാമൃതം എന്ന് പറയുന്നത്? ബിരുദം, തത്തുല്യ കോഴ്സുകൾ, പിന്നെ ബിരുദാനന്തര പ്രൊഫഷണൽ കോഴ്സിന് തുല്യമായ
ബിരുദാനന്തര ബിരുദം തുടങ്ങിയവയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ഒറ്റത്തവണ ക്യാഷ് അവാർഡ് നൽകുന്നൊരു പദ്ധതിയാണ് വിജയാമൃതം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെയുണ്ട് വിജയമാണല്ലേ. അപ്പോൾ വിജയാമൃതം എന്താണ് ഉദ്ദേശിക്കുന്നത്? ബിരുദം, തത്തുല്യ കോഴ്സുകൾ, പിന്നെ ബിരുദാനന്തര ബിരുദ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് തുല്യമായ ബിരുദാനന്തര ബിരുദം തുടങ്ങിയവയിൽ മികച്ച ബിരുദം നേടിയ വിദ്യാർത്ഥികൾക്ക് ഒറ്റത്തവണ ക്യാഷ് അവാർഡ് നൽകുന്ന പദ്ധതിയാണ് വിജയാമൃതം എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്രോജക്റ്റ് ആണ് അല്ലെങ്കിൽ നെക്സ്റ്റ് പദ്ധതിയാണ് ട്രാൻസിറ്റ് ഹോം. എന്താണ് ട്രാൻസിറ്റ് ഹോം? ടെമ്പററി പീരിയഡ്സിലേക്ക് നാട്ടിൽ അകപ്പെട്ട വിദേശികളെ താമസിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ് ട്രാൻസിറ്റ് ഹോം എന്ന് പറയുന്നത്. എന്താണ്? ടെമ്പററി പീരിയഡ്സിലേക്ക് നാട്ടിൽ അകപ്പെട്ടു പോയ വിദേശികളെ താമസിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ് ട്രാൻസിറ്റ് ഹോം എന്ന് പറയുന്നത്. അടുത്തൊരു പദ്ധതിയാണ് മിത്രം പദ്ധതി. എന്താണ് മിത്രം പദ്ധതി? ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന തടവുകാർക്ക് തൊഴിൽ നൈപുണ്യ പരിശീലനം നൽകുന്നൊരു പദ്ധതിയാണ് മിത്ര പദ്ധതി എന്ന് പറയുന്നത്. മിത്രം പദ്ധതി എന്ന് പറയുന്നത് എന്താണ്? മിത്രം പദ്ധതി ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന തടവുകാർക്ക് തൊഴിൽ നൈപുണ്യ പരിശീലനം നൽകുന്നൊരു പദ്ധതിയാണ് മിത്രം പദ്ധതി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ജീവനം. എന്താണ് ജീവനം? കുറ്റകൃത്യത്തിന് ഇരയായവരുടെ ആശ്രിതർക്ക് സ്വയം തൊഴിൽ പദ്ധതിയാണ് ജീവനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജീവനം പദ്ധതി എന്താണ് ഉദ്ദേശിക്കുന്നത്? കുറ്റകൃത്യത്തിന് ഇരയായവരുടെ ആശ്രിതർക്ക് സ്വയം തൊഴിൽ നൽകുന്നൊരു പദ്ധതിയാണ് ജീവനം. നെക്സ്റ്റ് വൺ തണലിടം. എന്താണ് തണലിടം? ഇതൊരു പ്രൊബേഷൻ ഹോം എന്നും പറയും. തണലിടത്തിനെ നമുക്ക് പ്രൊബേഷൻ ഹോം എന്നും പറയാം. എന്തായിരിക്കും ഇത്? കുറ്റകൃത്യം ചെയ്തയാൾ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശേഷം ഒറ്റപ്പെട്ടു പോകാതിരിക്കാനായി അവർക്കായുള്ളൊരു ഹോമാണ് തണലിടം എന്ന് പറയുന്നത്. അപ്പോൾ തണലിടം അല്ലെങ്കിൽ പ്രൊബേഷൻ ഹോം എന്ന് പറയുന്നത് എന്താണ്? കുറ്റകൃത്യം ചെയ്തയാൾ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശേഷം ഒറ്റപ്പെട്ടു പോകാതിരിക്കാനായി അവർക്കായുള്ളൊരു ഹോമാണ് തണലിടം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തൊരു പദ്ധതിയാണ് നേർവഴി. എന്താണ് നേർവഴി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ചെറിയ കുറ്റകൃത്യങ്ങൾ ചെയ്ത ആളുകൾക്ക് കൗൺസിലിങ്ങും അതുപോലെ അവരുടെ പ്രൊബേഷൻ സംവിധാനത്തിന്റെ നവീകരണവും ശക്തിപ്പെടുത്തലും നൽകുന്ന ഒരു പദ്ധതിയാണ് നേർവഴി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് നേർവഴി? ചെറിയ കുറ്റകൃത്യങ്ങൾ ചെയ്ത ആളുകൾക്ക് കൗൺസിലിങ്ങും അതുപോലെ അവരുടെ പ്രൊബേഷൻ സംവിധാനത്തിന്റെ നവീകരണവും ശക്തിപ്പെടുത്തുന്ന ഒരു പദ്ധതിയാണ് നേർവഴി എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ട്രാൻസിറ്റ് ഹോം, മിത്രം പദ്ധതി, ജീവനം, തണലിടം, നേർവഴി, ഇത്രയും 5 സാമൂഹിക പ്രതിരോധ പദ്ധതികളായിട്ടാണ് അറിയപ്പെടുന്നത്. എന്താണ്? സാമൂഹിക പ്രതിരോധ പദ്ധതികളായിട്ട് അറിയപ്പെടുന്ന ഏതൊക്കെയാണ്? ട്രാൻസിറ്റ് ഹോമും മിത്രം പദ്ധതിയും ജീവനം, തണലിടം, നേർവഴി എന്ന് പറയുന്ന 5 പദ്ധതികളാണ് എന്തായിട്ട് അറിയപ്പെടുന്നത്? സാമൂഹിക പ്രതിരോധ പദ്ധതികൾ എന്ന് അറിയപ്പെടുന്നത്. അടുത്തൊരു പദ്ധതിയാണ് ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം. എന്താണ്? ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം. ഇതെന്താണ്? ഇതൊരു ക്യാമ്പയിനാണ്. ഓക്കെ, അപ്പം ആരോഗ്യം ആനന്ദം അല്ലെങ്കിൽ അകറ്റാം അർബുദം എന്ന് പറയുന്നത് എന്താണ്? ഇതൊരു ക്യാമ്പയിനാണ്. ഈ പേരിൽ നിന്ന് തന്നെ മനസ്സിലാവും എന്തിനുള്ള ക്യാമ്പയിനാണെന്ന്. ഓക്കെ, അപ്പം ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ഒരു ജനകീയ ക്യാമ്പയിനാണ് എന്ത്? ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം. എന്താണ്? ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ജനകീയ ക്യാമ്പയിനാണ് ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ. നെക്സ്റ്റ് വൺ ആണ് എൻ പ്രൗഡ്. എൻ പ്രൗഡിൻ്റെ ഫുൾ ഫോം എന്താണ്? ന്യൂ പ്രോഗ്രാം ഫോർ റിമൂവൽ ഓഫ് അൺയൂസ്ഡ് ഡ്രഗ്സ്. ഇപ്പം എന്താണ്? ന്യൂ പ്രോഗ്രാം ഫോർ റിമൂവൽ ഓഫ് അൺയൂസ്ഡ് ഡ്രഗ്സ്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും എന്താണ്? കാലഹരണപ്പെട്ടതും ഉപയോഗശൂന്യവുമായ മരുന്നുകൾ ശാസ്ത്രീയമായി ശേഖരിച്ച് സംസ്കരിക്കുന്നതിനായി സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് ആരംഭിക്കുന്ന ഒരു പദ്ധതിയാണ് എൻ പ്രൗഡ് എന്ന് പറയുന്നത്. എന്താണ് എൻ പ്രൗഡ് എന്ന് പറയുന്നത്? ന്യൂ പ്രോഗ്രാം ഫോർ റിമൂവൽ ഓഫ് അൺയൂസ്ഡ് ഡ്രഗ്സ്. ഇതെന്താ ഉദ്ദേശിക്കുന്നത്? കാലഹരണപ്പെട്ടതും ഉപയോഗശൂന്യവുമായ മരുന്നുകൾ ശാസ്ത്രീയമായി ശേഖരിച്ച് സംസ്കരിക്കുന്നതിനുള്ള സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് ആരംഭിക്കുന്ന ഒരു പദ്ധതിയാണ് എൻ പ്രൗഡ്. ഇതിൻ്റെ ഫുൾ ഫോം എന്താണ്? ന്യൂ പ്രോഗ്രാം ഫോർ റിമൂവൽ ഓഫ് അൺയൂസ്ഡ് ഡ്രഗ്സ്. അടുത്തൊരു പദ്ധതിയാണ് സ്നേഹാരാമം പദ്ധതി. എന്താണ് സ്നേഹാരാമം പദ്ധതി? വൃത്തിഹീനമായ സ്ഥലങ്ങൾ ഏറ്റെടുത്ത് അവിടെ വൃത്തിയാക്കി പൂന്തോട്ടങ്ങൾ നിർമ്മിക്കുന്ന ഒരു പദ്ധതിയാണ് സ്നേഹാരാമം പദ്ധതി എന്ന് പറയുന്നത്. എന്താണ്? വൃത്തിഹീനമായ സ്ഥലങ്ങളൊക്കെ ഏറ്റെടുത്തിട്ട് അവിടെ വൃത്തിയാക്കി പൂന്തോട്ടങ്ങൾ നിർമ്മിക്കുന്ന ഒരു പദ്ധതിയാണ് സ്നേഹാരാമം പദ്ധതി. അപ്പോൾ ഇത് മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് എന്തിൻ്റെയാണ്? മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് NSS വോളണ്ടിയേഴ്സും അതുപോലെ ശുചിത്വ മിഷനും ചേർന്നാണ് ഇത് നടപ്പിലാക്കുന്നത്. എന്താണ്? മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് NSS വോളണ്ടിയേഴ്സും ശുചിത്വ മിഷനും ചേർന്ന് നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് സ്നേഹാരാമം പദ്ധതി. ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? വൃത്തിഹീനമായ സ്ഥലങ്ങൾ ഏറ്റെടുത്ത് അവിടെ വൃത്തിയാക്കി പൂന്തോട്ടങ്ങൾ നിർമ്മിക്കുന്ന ഒരു
പദ്ധതിയാണ്. അപ്പോൾ 2024 വേൾഡ് റെക്കോർഡ്സ് യൂണിയന്റെ അംഗീകാരം ലഭിച്ചൊരു പദ്ധതി കൂടിയാണ് സ്നേഹാരാമം പദ്ധതി എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ എന്താണ് 2024 വേൾഡ് റെക്കോർഡ്സ് യൂണിയന്റെ അംഗീകാരം ലഭിച്ചൊരു പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ അത് സ്നേഹാരാമം പദ്ധതിയാണെന്ന് ഓർത്തിരിക്കുക. അടുത്തൊരു പദ്ധതിയാണ് വിവാ കേരളം. എന്താണ് വിവാ കേരളം? വിവാ കേരളത്തിന്റെ ഫുൾ ഫോം എന്താണ്? വിളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക്. എന്താണ്? വിളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക് എന്നുള്ളതാണ് വിവാ കേരളത്തിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? അനീമിയ പൂർണ്ണമായും തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യവകുപ്പ് നടപ്പാക്കുന്ന വിപുലമായ ഒരു പ്രചാരണ പരിപാടിയാണ് വിവാ കേരളം എന്ന് പറയുന്നത്. എന്താണ് വിവാ കേരളം? അനീമിയ പൂർണ്ണമായും തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യവകുപ്പ് നടപ്പാക്കുന്ന വിപുലമായ ഒരു പ്രചാരണ പരിപാടിയാണ് വിവാ കേരളം. 15 മുതൽ 59 വയസ്സ് വരെയുള്ള പെൺകുട്ടികളിലും സ്ത്രീകളിലും അനീമിയ കണ്ടെത്തുകയും ആവശ്യമായവർക്ക് ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് വിവാ കേരളം. എന്താണ്? 15 മുതൽ 59 വയസ്സ് വരെയുള്ള പെൺകുട്ടികളിലും സ്ത്രീകളിലും അനീമിയ കണ്ടെത്തുകയും ആവശ്യമായവർക്ക് ചികിത്സ ഉറപ്പാക്കുകയും ചെയ്യുന്നൊരു പദ്ധതിയാണ് വിവാ കേരളം എന്ന് പറയുന്നത്. സോ വിവാ കേരളത്തിൻ്റെ ഫുൾ ഫോം എന്താണ്? വിളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക്. എന്താണ്? വിളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക് എന്നാണ്. എന്താണ് ഇതിൻ്റെ ലക്ഷ്യം? അനീമിയ പൂർണ്ണമായും തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന വിപുലമായ പ്രചാരണ പരിപാടിയാണ് വിവാ കേരളം. അപ്പോൾ വിവാ കേരളം മൂലം ലക്ഷ്യം കൈവരിച്ച ആദ്യത്തെ പഞ്ചായത്ത് ഏതാണ്? പത്തനംതിട്ടയിലെ മൈലപ്രയാണെന്ന് ഓർത്തിരിക്കുക. അപ്പം എന്താണ്? വിവാ കേരളം ലക്ഷ്യം കൈവരിച്ച ആദ്യത്തെ പഞ്ചായത്ത് ഏതാണ്? പത്തനംതിട്ടയിലെ മൈലപ്രയാണ്. ഓക്കെ, അടുത്തൊരു പദ്ധതിയാണ് സീതാലയം. എന്താണ് സീതാലയം എന്ന് പറഞ്ഞാൽ? ഇതൊരു സ്ത്രീ ശാക്തീകരണ പദ്ധതിയാണ്. സീതാലയം എന്ന് പറയുന്നതാണ് ഒരു സ്ത്രീ ശാക്തീകരണ പദ്ധതിയാണ്. ഹോമിയോ വകുപ്പിന്റെ കീഴിൽ വരുന്നൊരു പദ്ധതിയാണ്. ഇപ്പം എന്താണ്? ഹോമിയോ വകുപ്പിന്റെ കീഴിൽ വരുന്ന സ്ത്രീ ശാക്തീകരണ പദ്ധതിയാണ് സീതാലയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ആണ് സഹജീവനം സ്നേഹഗ്രാമം. എന്താണ് സഹജീവനം സ്നേഹഗ്രാമം എന്ന് പറഞ്ഞാൽ? എന്താണ്? എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ സമ്പൂർണ്ണ പുനരധിവാസം ലക്ഷ്യമിട്ട് സാമൂഹ്യനീതി വകുപ്പ് വിഭാവനം ചെയ്ത എൻഡോസൾഫാൻ പുനരധിവാസ ഗ്രാമമാണ് സഹജീവനം സ്നേഹഗ്രാമം എന്ന് പറയുന്നത്. എന്താണ്? എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ സമ്പൂർണ്ണ പുനരധിവാസം ലക്ഷ്യമിട്ടുകൊണ്ട് സാമൂഹ്യനീതി വകുപ്പ് വിഭാവനം ചെയ്ത എൻഡോസൾഫാൻ പുനരധിവാസ ഗ്രാമമാണ് ഏതെന്ന് പറയുന്നത്? സഹജീവനം സ്നേഹഗ്രാമം. അടുത്തൊരു പദ്ധതിയാണ് പരിരക്ഷാ പദ്ധതി. എന്താണ് പരിരക്ഷാ പദ്ധതി എന്ന് പറയുന്നത്? അടിയന്തര സാഹചര്യം നേരിടേണ്ടി വരുന്ന ഭിന്നശേഷിക്കാർക്ക് സഹായം നൽകുന്നൊരു പദ്ധതിയാണ് പരിരക്ഷാ പദ്ധതി. എന്താണ്? അടിയന്തര സാഹചര്യം നേരിടേണ്ടി വരുന്ന ഭിന്നശേഷിക്കാർക്ക് സഹായം നൽകുന്നൊരു പദ്ധതിയാണ് പരിരക്ഷാ പദ്ധതി എന്ന് പറയുന്നത്. അപകടങ്ങൾ, അക്രമങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയ്ക്ക് ഇരയാകുന്ന ഭിന്നശേഷിക്കാർക്ക് ഈ പദ്ധതി പ്രകാരം ധനസഹായം നൽകും. എന്താണ്? അപകടങ്ങൾ, അക്രമങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയ്ക്ക് ഇരയാകുന്ന ഭിന്നശേഷിക്കാർക്കാണ് പരിരക്ഷാ പദ്ധതി പ്രകാരം ധനസഹായം ലഭിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു വരുമാന പരിധിയൊന്നും ആർക്കുമില്ല. 25,000 രൂപ വരെ ജില്ലാ സാമൂഹ്യനീതി ഓഫീസേഴ്സ് അനുവദിക്കും. ഇപ്പം എന്താണ്? 25,000 രൂപ വരെ ജില്ലാ സാമൂഹ്യനീതി ഓഫീസേഴ്സ് അനുവദിക്കും. ഇതിന് മുകളിലുള്ള തുക അനുവദിക്കുന്നത് ആരാണ്? ജില്ലാ കളക്ടർ ചെയർമാനായിട്ടുള്ള ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി ആയിരിക്കും. അപ്പോൾ ഇതിന് മുകളിലുള്ള ഏതിന് മുകളിൽ 25,000 രൂപയ്ക്ക് മുകളിലുള്ള തുകയാണെങ്കിൽ അത് അനുവദിക്കുന്നത് ആരാണ്? ജില്ലാ കളക്ടർ ചെയർമാനായിട്ടുള്ള ഒരു മോണിറ്ററിംഗ് കമ്മിറ്റിയാണ്. സോ എന്താണ് നമ്മൾ പറഞ്ഞത്? പരിരക്ഷാ പദ്ധതിയാണ്. എന്താണ് പരിരക്ഷാ പദ്ധതി? അടിയന്തര സാഹചര്യം നേരിടേണ്ടി വരുന്ന ഭിന്നശേഷിക്കാർക്ക് സഹായം നൽകുന്നൊരു പദ്ധതിയാണ് പരിരക്ഷാ പദ്ധതി. അപ്പോൾ അപകടങ്ങൾ, അക്രമങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയ്ക്കിരയാകുന്ന ഭിന്നശേഷിക്കാർക്ക് ഈ പദ്ധതി പ്രകാരം ധനസഹായം നൽകും. ഇവിടെ ഒരു വരുമാന പരിധിയൊന്നും പറയുന്നില്ല. കൂടാതെ 25,000 രൂപ വരെ ജില്ലാ സാമൂഹ്യനീതി ഓഫീസേഴ്സ് അനുവദിക്കും. അതിന് മുകളിലുള്ള തുക അനുവദിക്കുന്നത് ആരാണ്? ജില്ലാ കളക്ടർ ചെയർമാനായിട്ടുള്ള മോണിറ്ററിംഗ് കമ്മിറ്റിയുമായിരിക്കും. അടുത്തൊരു പദ്ധതിയാണ് സ്പെക്ട്രം പദ്ധതി. എന്താണ് സ്പെക്ട്രം പദ്ധതി? ഓട്ടിസം ബാധിച്ച കുട്ടികളെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ ഓട്ടിസം ബാധിച്ച കുട്ടികളെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ കണ്ടെത്തി അവരുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ് സ്പെക്ട്രം പദ്ധതി എന്ന് പറയുന്നത്. എന്താണ് സ്പെക്ട്രം പദ്ധതി? ഓട്ടിസം ബാധിച്ച കുട്ടികളെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ കണ്ടെത്തി അവരുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ് സ്പെക്ട്രം പദ്ധതി എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ ആണ് കെയർ. എന്താണ് കെയർ എന്ന് പറയുന്നത്? കെയർ എന്ന് പറയുന്നത് അപൂർവ രോഗ പരിചരണത്തിനായി ആരംഭിച്ചൊരു പദ്ധതിയാണ്. എന്താണ്? അപൂർവ രോഗങ്ങളുടെ പരിചരണത്തിനായി ആരംഭിച്ചൊരു പദ്ധതിയാണ് കെയർ എന്ന് പറയുന്നത്. കേരളത്തിലാണ് ആദ്യമായിട്ട് ഈ പദ്ധതി വന്നത്. എന്താണ്? കേരളത്തിൽ ആദ്യമായിട്ടാണ് കെയർ എന്ന് പറഞ്ഞ പദ്ധതി വന്നത്. എന്തിനുള്ളതാണ്? അപൂർവ രോഗത്തിൻ്റെ പരിചരണത്തിനായി ആരംഭിച്ചൊരു പദ്ധതിയാണ്. അപ്പോൾ കെയറിൻ്റെ ഫുൾ ഫോം എന്താണ്? കേരള എഗെയിൻസ്റ്റ് റെയർ ഡിസീസ്. എന്താണ്? കേരള എഗെയിൻസ്റ്റ് റെയർ ഡിസീസ് എന്നുള്ളതാണ് കെയറിൻ്റെ ഫുൾ ഫോം. ഇതിൻ്റെ മെയിനായിട്ടുള്ള ലക്ഷ്യങ്ങൾ എന്താണ്? അപൂർവ രോഗങ്ങൾ പ്രതിരോധിക്കുക, അവ നേരത്തെ തന്നെ കണ്ടെത്തുക, ചികിത്സ നൽകുക, മരുന്നുകളല്ലാതെ തന്നെ സാധ്യമായ തെറാപ്പികളിലൂടെ
ഇത് ഒഴിവാക്കാൻ ശ്രമിക്കുക എന്നിവയാണ് കെയറിൻ്റെ ലക്ഷ്യം. എന്തൊക്കെയാണ് കെയറിൻ്റെ ലക്ഷ്യം? അപൂർവ രോഗങ്ങൾ പ്രതിരോധിക്കുക, അവ നേരത്തെ തന്നെ കണ്ടെത്തുക, ചികിത്സ നൽകുക, മരുന്നുകളില്ലാതെ തന്നെ സാധ്യമായ തെറാപ്പികളിലൂടെ ഈ അപൂർവ രോഗങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക എന്നതാണ് കെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേരളത്തിലാണ് ഇത് ആദ്യമായിട്ട് വന്നത്. ഇതിൻ്റെ ഫുൾ ഫോം എന്താണ്? കേരള എഗെയിൻസ്റ്റ് റെയർ ഡിസീസ് എന്നാണ്. അടുത്തൊരു പദ്ധതിയാണ് സ്നേഹഹസ്തം. എന്താണ് സ്നേഹഹസ്തം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആദിവാസി വിഭാഗങ്ങൾക്ക് വൈദ്യസഹായം നൽകുന്ന ഒരു പദ്ധതിയാണ്. എന്താണ് സ്നേഹഹസ്തം എന്ന് പറയുന്നത്? ആദിവാസി വിഭാഗങ്ങൾക്ക് വൈദ്യസഹായം നൽകുന്ന ഒരു പദ്ധതിയാണ് സ്നേഹഹസ്തം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് ആശ്വാസ് പദ്ധതി. എന്താണ് ആശ്വാസ് പദ്ധതി? രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് മിതമായ നിരക്കിൽ താമസം ലഭ്യമാക്കുന്നതിനുള്ള ഒരു പദ്ധതിയാണ് ആശ്വാസ് പദ്ധതി. എന്താണ് ആശ്വാസ് പദ്ധതി? രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് മിതമായ നിരക്കിൽ താമസം ലഭ്യമാക്കുന്നതിനുള്ള ഒരു പദ്ധതിയാണ് ആശ്വാസ് പദ്ധതി. ഇത് ആദ്യമായിട്ട് എവിടെയാണ് നിലവിൽ വന്നത്? കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ഈ ഒരു പദ്ധതി നിലവിൽ വന്നത്. അപ്പോൾ അതാണ് കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ആശ്വാസ് പദ്ധതി നിലവിൽ വന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് മിതമായ നിരക്കിൽ താമസം ലഭ്യമാക്കുന്നതിനുള്ളൊരു പദ്ധതി കൂടിയാണ്. അടുത്തൊരു പദ്ധതിയാണ് വാട്ടർ ബെൽ. എന്താണ് വാട്ടർ ബെൽ? സ്കൂൾ വിദ്യാർത്ഥികളിലെ നിർജ്ജലീകരണവും തുടർന്നുള്ള മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും ഒഴിവാക്കാനായി ആരംഭിച്ച ഒരു കേരള ഗവൺമെൻറ് സംവിധാനമാണ് വാട്ടർ ബെല്ല്. അപ്പോൾ വാട്ടർ ബെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കൂൾ വിദ്യാർത്ഥികളിലെ നിർജ്ജലീകരണവും. അപ്പോൾ വാട്ടർ ബെൽ, ആ ബെൽ എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഓർക്കുക, സ്കൂൾ ബെല്ലടിക്കുന്നതും അതൊക്കെ ഓർക്കുക. എന്താണ് വാട്ടർ ബെൽ എന്ന് പറയുന്നത്? സ്കൂൾ വിദ്യാർത്ഥികളിലെ നിർജ്ജലീകരണവും തുടർന്നുള്ള മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും ഒഴിവാക്കാനായി ആരംഭിച്ച കേരള ഗവൺമെൻറ് സംവിധാനമാണ് വാട്ടർ ബെൽ എന്ന് പറയുന്ന ഒരു പദ്ധതി. നെക്സ്റ്റ് ാണ് സുഹൃതം ശുചിത്വം മാലിന്യമുക്ത വിദ്യാലയം. എന്താണ് സുഹൃതം ശുചിത്വം മാലിന്യമുക്ത വിദ്യാലയം? എന്താണ് ഉദ്ദേശിക്കുന്നത്? കുട്ടികളിൽ മാലിന്യ ഉത്തരവാദിത്ത ബോധം വളർത്തുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ചൊരു പദ്ധതിയാണ് എന്ത്? സുഹൃതം ശുചിത്വം മാലിന്യമുക്ത വിദ്യാലയം. എന്താണ് കുട്ടികളിൽ മാലിന്യ ഉത്തരവാദിത്ത ബോധം വളർത്തുന്നതിനായിട്ട് കേരള സർക്കാർ ആരംഭിച്ചൊരു പദ്ധതിയാണ് എന്ത്? സുഹൃതം ശുചിത്വം മാലിന്യമുക്ത വിദ്യാലയം എന്ന് പറയുന്നത്. അടുത്തൊരു പദ്ധതിയാണ് ധ്വനി പദ്ധതി. എന്താണ് ധ്വനി പദ്ധതി എന്ന് പറയുന്നത്? അപ്പോൾ ശ്രുതി തരംഗം എന്നൊരു പദ്ധതി നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു. എന്താണ് ശ്രുതി തരംഗം എന്ന് പറയുന്നത്? ശ്രവണ വൈകല്യമുള്ള 5 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് സമ്പൂർണ്ണ കോക്ലിയർ ഇംപ്ലാന്റേഷനിലൂടെ ശ്രവണ ശക്തി ലഭ്യമാക്കുന്ന ചികിത്സാ പദ്ധതിയാണ് ശ്രുതി തരംഗം എന്ന് പറയുന്നത്. എന്താണ് ശ്രുതി തരംഗം? ശ്രവണ വൈകല്യമുള്ള 5 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് സമ്പൂർണ്ണ കോക്ലിയർ ഇംപ്ലാന്റേഷനിലൂടെ ശ്രവണ ശക്തി ലഭ്യമാക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് ശ്രുതി തരംഗം എന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. അപ്പോൾ ഈ ശ്രുതി തരംഗം എന്ന പദ്ധതിയുടെ ഭാഗമായി കോക്ലിയർ ഇംപ്ലാന്റേഷൻ കഴിഞ്ഞ കുട്ടികളുടെ തുടർ ചികിത്സാ സഹായ പദ്ധതിയാണ് ധ്വനി പദ്ധതി എന്ന് പറയുന്നത്. എന്താണ് ധ്വനി പദ്ധതി എന്ന് പറയുന്നത്? ശ്രുതി തരംഗം എന്ന പദ്ധതിയുടെ ഭാഗമായി കോക്ലിയർ ഇംപ്ലാന്റേഷൻ കഴിഞ്ഞ കുട്ടികളുടെ തുടർ ചികിത്സയ്ക്കുള്ള സഹായ പദ്ധതിയാണ് ധ്വനി പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ശ്രുതി തരംഗം എന്ന പദ്ധതിയും ധ്വനി എന്ന പദ്ധതിയും കാതോരം എന്ന പദ്ധതിയുടെ കീഴിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ എന്താണ് ശ്രുതി തരംഗം എന്ന് പറഞ്ഞ പദ്ധതിയും ഇപ്പോൾ നമ്മൾ പഠിച്ച ധ്വനി എന്ന പദ്ധതിയും ഇപ്പോൾ ഏതിൻ്റെ കീഴിലാണ് ഉള്ളത്? കാതോരം എന്ന് പറഞ്ഞൊരു പദ്ധതിയുടെ കീഴിലാണെന്നും ഓർത്തിരിക്കുക. നെക്സ്റ്റ് വണ്ണാണ് ഹൃദയം. എന്താണ് ഹൃദയം? ആ പേരിൽ തന്നെയുണ്ട്. എന്താണ്? ഹൃദയ സംബന്ധമായ തകരാറുള്ള കുട്ടികൾക്ക് അടിയന്തര ശസ്ത്രക്രിയയും പരിചരണവും ലഭ്യമാകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് ഹൃദയം എന്ന് പറയുന്നത്. എന്താണ് ഹൃദയം? ഹൃദയ സംബന്ധമായ തകരാറുള്ള കുട്ടികൾക്ക് അടിയന്തര ശസ്ത്രക്രിയയും പരിചരണവും ലഭ്യമാക്കുന്ന കേരള സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് ഹൃദയം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു പദ്ധതിയാണ് കാസ്പ് പദ്ധതി. കാസ്പ് പദ്ധതി എന്ന് പറയുന്നത് എന്താണ്? കേരള സർക്കാരിൻ്റെ മുഴുവൻ ആരോഗ്യ പദ്ധതികളും സംയോജിപ്പിച്ചു കൊണ്ടുള്ള ഒരു പദ്ധതിയാണ് കാസ്പ് പദ്ധതി. അപ്പോൾ കാസ്പ് പദ്ധതി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ കുറേ സ്കീംസ് പഠിച്ചല്ലേ, അതെല്ലാം കൂടെ എന്തിൻ്റെ കീഴിലാണ് വരുന്നത്? കാസ്പ് പദ്ധതിയുടെ കീഴിലാണ് വരുന്നത്. അപ്പോൾ എന്താണ് കാസ്പ് പദ്ധതി? കേരള സർക്കാരിൻ്റെ മുഴുവൻ ആരോഗ്യ പദ്ധതികളും സംയോജിപ്പിച്ചു കൊണ്ടുള്ള ഒരു പദ്ധതിയാണ് കാസ്പ് പദ്ധതി. അപ്പോൾ കാസ്പിൻ്റെ ഫുൾ ഫോം എന്താണ്? കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. എന്താണ്? കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്നാണ് കാസ്പ് പദ്ധതിയുടെ ഫുൾ ഫോം. ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? കേരള സർക്കാരിൻ്റെ മുഴുവൻ ആരോഗ്യ പദ്ധതികളും സംയോജിപ്പിച്ചു കൊണ്ടുള്ളൊരു പദ്ധതിയാണ് കാസ്പ് അല്ലെങ്കിൽ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് മൃതസഞ്ജീവനി പദ്ധതി. എന്താണ് മൃതസഞ്ജീവനി പദ്ധതി എന്ന് പറയുന്നത്? മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ളൊരു പദ്ധതിയാണ് മൃതസഞ്ജീവനി പദ്ധതി. എന്താണ് മൃതസഞ്ജീവനി പദ്ധതി? മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ളൊരു പദ്ധതിയാണ് മൃതസഞ്ജീവനി പദ്ധതി. ഇത് എന്താണ് നിലവിൽ വന്നത്? 2012 ഓഗസ്റ്റ് 12. എന്താണ്? 2012 ഓഗസ്റ്റ് 12 മൃതസഞ്ജീവനി പദ്ധതി നിലവിൽ വന്നത്. ഇത് എന്തിനു വേണ്ടിയുള്ളതാണ്? മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യുന്നതിനുള്ളൊരു പദ്ധതിയാണ്. അപ്പോൾ ഇതിൻ്റെ അംബാസഡർ, ഗുഡ്വിൽ അംബാസഡറായിട്ട് ആരെയാണ് നിയമിച്ചിട്ടുള്ളത്? മോഹൻലാലിനെയാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഗുഡ്വിൽ അംബാസഡറായിട്ട് നിയമിച്ചിട്ടുള്ളത് മോഹൻലാലിനെയാണ്. അപ്പോൾ ഇതിൻ്റെ നടത്തിപ്പുമായിട്ട്, അതായത് മൃതസഞ്ജീവനി പദ്ധതിയുടെ നടത്തിപ്പിനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് KNO.
KNOS. എന്താണ് KNOS? അതിൻ്റെ ഫുൾ ഫോം എന്താണ്? കേരള നെറ്റ്വർക്ക് ഫോർ ഓർഗൻ ഷെയറിംഗ്. എന്താണ് കേരള നെറ്റ്വർക്ക് ഫോർ ഓർഗൻ ഷെയറിംഗ് എന്ന് പറയുന്നത് KNOS ആണ് മൃതസഞ്ജീവനി പദ്ധതിയുടെ നടത്തിപ്പായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഏജൻസി എന്ന് പറയുന്നത്. എന്നാൽ ഇപ്പോൾ മൃതസഞ്ജീവനി എന്ന് പറയുന്നത് KSOTOയുടെ ഭാഗമാണ്. എന്താണ്? KSOTOയുടെ ഭാഗമാണ്. എന്താണ് KSOTO എന്ന് പറയുന്നത്? അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ ആണ്. എന്താണ്? കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ എന്നതാണ് KSOTOയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ എന്താ പറഞ്ഞത്? മൃതസഞ്ജീവനി പദ്ധതിയാണ്. ഇത് എന്തിനാണിത്? മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ളൊരു പദ്ധതിയാണ്. 2012 ഓഗസ്റ്റ് 12 മൃതസഞ്ജീവനി പദ്ധതി നിലവിൽ വന്നത്. ഇതിൻ്റെ ഗുഡ്വിൽ അംബാസിഡർ മോഹൻലാലാണ്. ഇതിൻ്റെ നടത്തിപ്പിനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് KNOS എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫുൾ ഫോമാണ് കേരള നെറ്റ്വർക്ക് ഫോർ ഓർഗൻ ഷെയറിംഗ്. ദെൻ ഇപ്പോൾ ഇത് അറിയപ്പെടുന്നത് ഇത് ഏതിൻ്റെ ഭാഗമാണ്? KSOTO എന്ന് പറയുന്ന കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ എന്ന ഏജൻസിയുടെ ഭാഗമാണ്. അടുത്തൊരു പദ്ധതിയാണ് അമൃതം ആരോഗ്യം. എന്താണ് അമൃതം ആരോഗ്യം? അമൃതം ആരോഗ്യം എന്ന് പറയുന്നത് എന്താണ്? ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന ആരോഗ്യ പദ്ധതിയാണ് അമൃതം ആരോഗ്യം എന്ന് പറയുന്നത്. എന്താണ് അമൃതം ആരോഗ്യം? ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന ഒരു ആരോഗ്യ പദ്ധതിയാണ് അമൃതം ആരോഗ്യം. അപ്പോൾ 30 വയസ്സിന് മേൽ പ്രായമുള്ളവരാണ് പദ്ധതി അനുസരിച്ച് സ്ക്രീനിങ്ങിന് വിധേയരാകേണ്ടത്. എന്താണ്? 30 വയസ്സിന് മേൽ പ്രായമുള്ളവരാണ് അമൃതം ആരോഗ്യം എന്ന പദ്ധതി അനുസരിച്ച് സ്ക്രീനിങ്ങിന് വിധേയരാകേണ്ടത്. ഇത് എന്തിനു വേണ്ടിയുള്ളതാണ്? ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന ഒരു ആരോഗ്യ പദ്ധതിയാണ് അമൃതം ആരോഗ്യം എന്ന് പറയുന്നത്. സോ ഈ പദ്ധതിക്ക് കീഴിൽ നടപ്പിലാക്കുന്ന മറ്റ് ചില പദ്ധതികളുണ്ട്. അതുകൂടി നമുക്കൊന്ന് നോക്കാം. അതിലൊന്നാണ് നയനാമൃതം, പിന്നുള്ളത് പാദസ്പർശം, പിന്നുള്ളത് സിറാസ്, പിന്നുള്ളത് ആർദ്രം. അപ്പോൾ അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വണ്ണാണ് ആർദ്രം. എന്താണ് ആർദ്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഹോസ്പിറ്റൽ നവീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പദ്ധതിയാണ് ആർദ്രം എന്ന് പറയുന്നത്. ഇതെന്താ ഉദ്ദേശിക്കുന്നത്? പ്രൈമറി ഹെൽത്ത് സെൻറ്ററിനെ ഫാമിലി ഹെൽത്ത് സെൻ്ററാക്കി മാറ്റുന്ന ഒരു പ്രോഗ്രാമാണ് എന്തെന്ന് പറയുന്ന ആർദ്രം എന്ന് പറഞ്ഞ പദ്ധതി. എന്താണ് ആർദ്രം എന്ന് പറയുന്നത്? ഹോസ്പിറ്റൽ നവീകരണവുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയാണ് ആർദ്രം. ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? പ്രൈമറി ഹെൽത്ത് സെൻറ്ററിനെ ഫാമിലി ഹെൽത്ത് സെൻ്ററാക്കി മാറ്റുക എന്നതാണ് ആർദ്രം എന്ന പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് രണ്ടാമത്തെ ഒരു പദ്ധതിയാണ് സ്വാസ് എന്ന് പറയുന്നത്. എന്താണ് സ്വാസ്? സ്വാസ് എന്ന് പറയുന്നത് തെറ്റായ ജീവിതശൈലി മൂലമുണ്ടാകുന്ന രോഗങ്ങൾക്കെതിരെയുള്ളൊരു പദ്ധതിയാണ്. അതായത് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഇതുപോലെ തെറ്റായ ജീവിതശൈലി മൂലം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് പരിഹരിക്കാനുള്ളൊരു പദ്ധതിയാണ് സ്വാസ് എന്ന് പറയുന്നത്. എന്താണ് സ്വാസ് എന്ന് പറയുന്നത്? തെറ്റായ ജീവിതശൈലി മൂലം ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ ഉണ്ടായാൽ അത് പരിഹരിക്കുന്നതിനുള്ളൊരു പദ്ധതിയാണ് സ്വാസ് പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മൂലം ഉണ്ടാകുന്നൊരു ഡിസീസാണ് COPD. എന്താണ് COPDയുടെ ഫുൾ ഫോം? ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. എന്താണ്? ഇത് ശ്വാസകോശത്തെ ബാധിക്കുന്ന ഒരു ഡിസീസാണ്. എന്താണ് COPDയുടെ ഫുൾ ഫോം? ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് എന്ന് പറയുന്നതാണ് ഒരു ജീവിതശൈലി രോഗം കൂടിയാണത്. സ്വാസ് എന്ന് പറയുന്ന പദ്ധതിയാണ് തെറ്റായ ജീവിതശൈലി മൂലം ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടായാൽ അത് പരിഹരിക്കാനുള്ളൊരു പദ്ധതിയാണ് സ്വാസ് എന്ന് പറയുന്നത്. ഈ സ്വാസും ആർദ്രം എന്ന് പറഞ്ഞ പദ്ധതിയും എന്തിന് കീഴിൽ വരുന്നതാണ്? അമൃതം ആരോഗ്യം എന്ന് പറഞ്ഞ പദ്ധതിക്ക് കീഴിൽ വരുന്നതാണ്. അടുത്ത പദ്ധതിയാണ്, ഇതും എന്തിൻ്റെ കീഴിൽ വരുന്നതാണ്? അമൃതം ആരോഗ്യം പദ്ധതിയുടെ കീഴിൽ വരുന്നതാണ്. ഇനി പറയുന്ന നയനാമൃതവും അതുപോലെ പാദസ്പർശവും സിറാസ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം എന്താണ് നയനാമൃതം പദ്ധതി നമുക്ക് നോക്കാം. പ്രമേഹജന്യമായ നേത്രപടല രോഗത്തിൻ്റെ പൂർവ്വ പരിശോധനയും ചികിത്സയും ഉറപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് നയനാമൃതം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ പ്രമേഹജന്യമായ നേത്രപടല രോഗത്തിൻ്റെ പൂർവ്വ പരിശോധനയും ചികിത്സയും ഉറപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് നയനാമൃതം എന്ന് പറയുന്നതും. ഇതും ജീവിതശൈലി മൂലമുണ്ടാകുന്ന രോഗമാണ്. അപ്പം ഇങ്ങനെ ഉണ്ടാകുന്ന രോഗം ഏതാണ്? ഡയബറ്റിക് റെറ്റിനോപ്പതിയാണ്. അപ്പം എന്താണ് തെറ്റായിട്ടുള്ള ജീവിതശൈലി മൂലമുണ്ടാകുന്ന രോഗമായിട്ടുള്ള പ്രമേഹജന്യമായ നേത്രപടല രോഗത്തിൻ്റെ പൂർവ്വ പരിശോധനയും ചികിത്സയും ഉറപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് നയനാമൃതം എന്ന് പറയുന്നത്. ഇതുമൂലം ഉണ്ടാകുന്ന ഒരു ഡിസീസ് ഏതാണ്? ഡയബറ്റിക് റെറ്റിനോപ്പതിയാണ്. ദ നെക്സ്റ്റ് വണ്ണാണ് പാദസ്പർശം. എന്താണ് പാദസ്പർശം? പ്രമേഹജന്യമായി, ഇതും എന്താണ്? തെറ്റായ ജീവിതശൈലി പിന്തുടരുന്നവർക്ക് പ്രമേഹജന്യമായിട്ട് പാദവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുടെ പ്രശ്നങ്ങൾ വരാറുണ്ട്. സോ ഇതിൻ്റെ ചികിത്സ ഉറപ്പുവരുത്തുന്നതിനുള്ളൊരു പദ്ധതിയാണ് പാദസ്പർശം. എന്താണ് പാദസ്പർശം എന്ന് പറയുന്നത്? പ്രമേഹജന്യമായി പാദവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുടെ ചികിത്സ ഉറപ്പുവരുത്തുന്ന ഒരു പദ്ധതിയാണ് പാദസ്പർശം എന്ന് പറയുന്നത്. ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു ഡിസീസ് ഏതാണ്? ഡയബറ്റിക് ഫൂട്ട്. എന്താണ്? ഡയബറ്റിക് ഫൂട്ട്. ദ നെക്സ്റ്റ് വണ്ണാണ് സിറാസ്. എന്താണ് സിറാസ് എന്ന് പറയുന്നത്?
അതിൻ്റെ ഫുൾ ഫോം നമുക്ക് നോക്കാം. സ്ട്രോക്ക് ഐഡൻറ്റിഫിക്കേഷൻ റീഹാബിലിറ്റേഷൻ അവെയർനെസ് ആൻഡ് സ്റ്റെബിലൈസേഷൻ പ്രോഗ്രാം. എന്താണ് സ്ട്രോക്ക് ഐഡൻറ്റിഫിക്കേഷൻ റീഹാബിലിറ്റേഷൻ അവെയർനെസ് ആൻഡ് സ്റ്റെബിലൈസേഷൻ പ്രോഗ്രാം എന്നതാണ് സിറാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്ട്രോക്ക് വന്ന പേഷ്യൻറ്റിനെ പുനരധിവസിപ്പിക്കാനും BP കൂടുതലുള്ളവർക്ക് സ്ട്രോക്ക് വരാതെ നോക്കുക എന്നൊക്കെയുള്ള ബോധവൽക്കരണം കൂടി നടത്തുക എന്നതാണ് സിറാസ് എന്ന പദ്ധതിയുടെ ലക്ഷ്യങ്ങളെന്ന് പറയുന്നത്. ഇതും എന്ത് തന്നെയാണ്, തെറ്റായ ജീവിതശൈലി മൂലം അല്ലെങ്കിൽ മദ്യപാനം മുതലായവ വഴി BP ഒക്കെ കൂടാം. സോ ഇങ്ങനെയും സ്ട്രോക്ക് വരാം. അതുപോലെ സ്ട്രോക്ക് വന്ന പേഷ്യൻസിനെ പുനരധിവസിപ്പിക്കാനും അതുപോലെ BP കൂടുതലുള്ളവർക്ക് സ്ട്രോക്ക് വരാതെ നോക്കുക എന്നിവയ്ക്കൊക്കെ ആയിട്ടുള്ളൊരു ബോധവൽക്കരണം നടത്തുക എന്നതുകൂടി സിറാസ് എന്ന പദ്ധതിക്കകത്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞ് എന്താണ് അമൃതം ആരോഗ്യം എന്ന് പറഞ്ഞ പദ്ധതിക്ക് കീഴിൽ വരുന്ന പദ്ധതികളാണ് നമ്മൾ പറഞ്ഞത്. അമൃതം ആരോഗ്യം എന്താണ് നമ്മൾ പറഞ്ഞായിരുന്നു, ഓർമ്മയുണ്ടോ? എന്താണ് ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന ആരോഗ്യ പദ്ധതിയാണ് അമൃതം ആരോഗ്യം. 30 വയസ്സിന് മേൽ പ്രായമുള്ളവരാണ് പദ്ധതി അനുസരിച്ച് സ്ക്രീനിങ്ങിന് വിധേയരാകേണ്ടത്. സോ ഇങ്ങനെ ജീവിതശൈലി രോഗങ്ങൾ മൂലം രോഗങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എന്തൊക്കെയായിരിക്കാം ചിലപ്പോൾ ആ രോഗങ്ങൾ എന്ന് പറയുന്നത്? മെയിനായിട്ട് പ്രമേഹമാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പ്രമേഹം എന്തിനെയൊക്കെ ബാധിക്കുന്നുണ്ടെന്ന് പറയുന്നു? ശ്വാസകോശത്തെ, അതുപോലെ തന്നെ എന്താണ് നയനാമൃതം നമ്മുടെ കണ്ണിനെ ബാധിക്കുന്ന രോഗങ്ങൾ, അതുപോലെ പാദസ്പർശം കാലിനെ ബാധിക്കുന്നുണ്ട്, അതുപോലെ സ്ട്രോക്ക് വരാനുള്ള സാധ്യതയുണ്ട്. സോ ഇതൊക്കെ എന്താണ് ഈ ഒരു സിറാസ്, പാദസ്പർശം, നയനാമൃതം, ശ്വാസ്, ആർദ്രം ഇതെല്ലാം എന്തിൻ്റെ കീഴിൽ വരുന്ന പദ്ധതിയാണ്? അമൃതം ആരോഗ്യം എന്ന് പറഞ്ഞ പദ്ധതിക്ക് കീഴിൽ തന്നെ വരുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് അശ്വമേധം. എന്താണ് അശ്വമേധം എന്ന് പറയുന്നത്? സമൂഹത്തിലെ കുഷ്ഠരോഗബാധിതരെ കണ്ടെത്തി ചികിത്സയ്ക്ക് വിധേയമാക്കി രോഗനിർമ്മാർജ്ജനത്തിനുള്ള കുഷ്ഠരോഗ നിർണയ ക്യാമ്പയിനാണ് എന്തെന്ന് പറയുന്നത്? അശ്വമേധം. അശ്വമേധം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഒരു ക്യാമ്പയിനാണ്. ഇതെന്താ ഉദ്ദേശിക്കുന്നത്? സമൂഹത്തിലെ കുഷ്ഠരോഗബാധിതരെ കണ്ടെത്തി ചികിത്സയ്ക്ക് വിധേയമാക്കിയിട്ട് രോഗനിർമ്മാർജ്ജനത്തിനുള്ള കുഷ്ഠരോഗ നിർണയ ക്യാമ്പയിനാണ് അശ്വമേധം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് കേരള ഹെൽത്ത് സിസ്റ്റം ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാം. എന്താണ് കേരള ഹെൽത്ത് സിസ്റ്റം ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാം? എന്താണ് ഉദ്ദേശിക്കുന്നത്? കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ളൊരു പദ്ധതിയാണ് കേരള ഹെൽത്ത് സിസ്റ്റം ഇംപ്രൂവ്മെൻറ്റ് മാനേജ്മെൻറ്റ്. എന്താണ് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ളൊരു പദ്ധതിയാണ് കേരള ഹെൽത്ത് സിസ്റ്റം ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇത് ഇത്രയാണ് 2424.28 കോടി രൂപ ലോകബാങ്ക് എന്ത് ചെയ്തു? ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ധനസഹായം നൽകിയിട്ടുണ്ട്. അപ്പം എന്താണ് 2424.28 കോടി രൂപ എന്ത് ചെയ്തിട്ടുണ്ട്? ലോകബാങ്ക് ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ധനസഹായം നൽകിയിട്ടുണ്ട്. ഏതാണ് ആ പ്രോഗ്രാം? കേരള ഹെൽത്ത് സിസ്റ്റം ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാം. ഇത് എന്തിനു വേണ്ടിയാണ്? കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ളൊരു പദ്ധതിയാണ്. അടുത്തൊരു പദ്ധതിയാണ് സ്നേഹപൂർവ്വം പദ്ധതി. എന്താണ് സ്നേഹപൂർവ്വം? HIV ബാധിതരുടെ മക്കൾക്ക്, ആർക്കാണ്? HIV ബാധിതരുടെ മക്കൾക്ക് പ്രത്യേകം കരുതൽ നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് സ്നേഹപൂർവ്വം. എന്താണ് സ്നേഹപൂർവ്വം എന്ന് പറയുന്നത്? HIV ബാധിതരുടെ മക്കൾക്ക് പ്രത്യേകം കരുതൽ നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് സ്നേഹപൂർവ്വം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് ശൈലി ആപ്പ്. എന്താണ് ശൈലി ആപ്പ്? ജീവിതശൈലി രോഗങ്ങളുടെ നിയന്ത്രണത്തിനായി കേരള സർക്കാർ കൊണ്ടുവന്നൊരു മൊബൈൽ ആപ്പാണ് ശൈലി ആപ്പ്. എന്താണ് ജീവിതശൈലി രോഗങ്ങളുടെ നിയന്ത്രണത്തിനായിട്ട് കേരള സർക്കാർ കൊണ്ടുവന്നൊരു മൊബൈൽ ആപ്പാണ് ശൈലി ആപ്പ്. അപ്പോൾ 2020 ജീവിതശൈലി രോഗ നിയന്ത്രണ പ്രവർത്തനങ്ങൾക്ക് കേരളത്തിന് UN പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് 2020 ജീവിതശൈലി രോഗ നിയന്ത്രണ പ്രവർത്തനങ്ങൾക്ക് കേരളത്തിന് UN പുരസ്കാരവും ലഭിച്ചിട്ടുണ്ടെന്ന് ഓർത്തിരിക്കുക. ഇത് നേരത്തെ ചോദിച്ചിട്ടുണ്ട് എക്സാംസിന്. അപ്പോൾ എന്താണ് ശൈലി ആപ്പ് എന്താ ഉദ്ദേശിക്കുന്നത്? ജീവിതശൈലി രോഗങ്ങളുടെ നിയന്ത്രണത്തിനായി കേരള സർക്കാർ കൊണ്ടുവന്നൊരു മൊബൈൽ ആപ്പാണ് ശൈലി ആപ്പ്. 2020 ജീവിതശൈലി രോഗ നിയന്ത്രണ പ്രവർത്തനങ്ങൾക്ക് കേരളത്തിന് UN പുരസ്കാരവും ലഭിച്ചിട്ടുണ്ടെന്നും അതിൻ്റെ കൂടെ ഓർത്തിരിക്കുക. അടുത്തൊരു പദ്ധതിയാണ് സമാശ്വാസം പദ്ധതി. എന്താണ് സമാശ്വാസം പദ്ധതി എന്ന് പറയുന്നത്? അപ്പോൾ ഈ ഒരു പദ്ധതി എന്ന് പറയുന്നത് 4 തരത്തിലാണ് ഈ ഒരു പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? സമാശ്വാസം 1, സമാശ്വാസം 2, 3, 4 അങ്ങനെ 4 തരത്തിലാണ് സമാശ്വാസം പദ്ധതി ഉള്ളത്. സമാശ്വാസം 1 എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? വൃക്കയ്ക്ക് തകരാർ സംഭവിച്ച് മാസത്തിൽ ഒരിക്കലെങ്കിലും ഡയാലിസിസിന് വിധേയരാകുന്ന വ്യക്തിക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് സമാശ്വാസം 1 എന്ന് പറയുന്നത്. എന്താണ് സമാശ്വാസം 1 എന്ന് പറയുന്നത്? വൃക്കയ്ക്ക് തകരാർ സംഭവിച്ച് മാസത്തിൽ ഒരിക്കലെങ്കിലും ഡയാലിസിസിന് വിധേയരാകുന്ന വ്യക്തിക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് സമാശ്വാസം 1 എന്ന് പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് സമാശ്വാസം 2. അതെന്തിനു വേണ്ടിയിട്ടുള്ളതായിരിക്കും? വൃക്ക, കരള് മുതലായ അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായവർക്കാണ്. അപ്പം എന്താണ്? വൃക്ക, കരള് മുതലായ അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായവർക്ക് തുടർ ചികിത്സയ്ക്ക്
വേണ്ടി ധനസഹായം നൽകുന്ന ഒരു പദ്ധതിയാണ് സമാശ്വാസം 2. ഇപ്പം എന്താണ്? വൃക്ക, കരള് മുതലായ അവയവമാറ്റ ശസ്ത്രക്രിയക്ക് വിധേയരായവർക്ക് തുടർ ചികിത്സയ്ക്ക് വേണ്ടി ധനസഹായം നൽകുന്ന ഒരു പദ്ധതിയാണ് സമാശ്വാസം 2 എന്ന് പറയുന്നത്. അടുത്തയാണ് സമാശ്വാസം 3. ഇതെന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ രക്തം കട്ടപിടിക്കാത്തൊരവസ്ഥയാണ് ഹീമോഫീലിയ എന്ന് പറയുന്നത്. എന്താണ്? രക്തം കട്ടപിടിക്കാത്തൊരവസ്ഥയാണ് ഹീമോഫീലിയ. അപ്പോൾ എന്താണ്? ഹീമോഫീലിയ ഉള്ളവർക്ക് എന്താണ്? എന്തെങ്കിലും ഒരു മുറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിലൂടെ രക്തം വാർന്നാണ് അത് വഷളായി പോകുന്നത് അവരുടെ നില. അപ്പോൾ എന്താണ്? രക്തം കട്ടപിടിക്കാത്തൊരവസ്ഥയാണ് ഹീമോഫീലിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹീമോഫീലിയയും അതുപോലെ തന്നെ അനുബന്ധ രോഗം ബാധിച്ചവർക്ക് ധനസഹായം നൽകുന്ന ഒരു പദ്ധതിയാണ് സമാശ്വാസം 3 എന്ന് പറയുന്നത്. അപ്പോൾ സമാശ്വാസം 3 എന്ന് പറഞ്ഞ പദ്ധതി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഹീമോഫീലിയയ്ക്കും അതുപോലെ അനുബന്ധ രോഗം ബാധിച്ചവർക്കുള്ള ധനസഹായമാണ് സമാശ്വാസം 3 പദ്ധതിയിലൂടെ നൽകുന്നത്. അടുത്ത പദ്ധതിയാണ് സമാശ്വാസം 4. ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? സിക്കിൾ സെൽ അനീമിയ അല്ലെങ്കിൽ അരിവാൾ രോഗം എന്നൊരു അസുഖമുണ്ട്. ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ശരീരത്തിൽ അരുണ രക്താണുക്കളുണ്ട് അല്ലെങ്കിൽ RBC ഉണ്ട്. എന്താണ്? ബ്ലഡിന് റെഡ് കളർ കൊടുക്കുന്ന അരുണ രക്താണുക്കൾ അല്ലെങ്കിൽ RBCക്ക് എന്ത് സംഭവിക്കും? അതിൻ്റെ ഒറിജിനൽ ഷേപ്പ് ഡിസ്ക് ഷേപ്പായിരുന്നു. അപ്പോൾ ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇത് അരിവാൾ പോലെ വളഞ്ഞിരിക്കും. അതുകൊണ്ടാണ് ഈ രോഗത്തിന് സിക്കിൾ സെൽ അനീമിയ അല്ലെങ്കിൽ അരിവാൾ രോഗം എന്ന് പറയുന്നത്. സോ ഈ സിക്കിൾ സെൽ അനീമിയ അല്ലെങ്കിൽ അരിവാൾ രോഗം ബാധിച്ച നോൺ ട്രൈബൽ വിഭാഗത്തിൽ പെടുന്നവർക്ക്, ആദിവാസികളല്ലാത്ത വിഭാഗത്തിൽ പെടുന്നവർക്ക് പ്രതിമാസം ധനസഹായം നൽകുന്നൊരു പദ്ധതിയാണ് സമാശ്വാസം 4 എന്ന് പറയുന്നത്. എന്താണ് സമാശ്വാസം 4 എന്ന് പറയുന്നത്? അരിവാൾ രോഗം അല്ലെങ്കിൽ സിക്കിൾ സെൽ അനീമിയ പോലെയുള്ള രോഗങ്ങൾ ബാധിച്ച നോൺ ട്രൈബൽ വിഭാഗത്തിൽ പെടുന്നവർക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സമാശ്വാസം 4 എന്ന് പറയുന്നത്. സോ നമ്മൾ സമാശ്വാസം പദ്ധതി തന്നെ 4 തരത്തിലുള്ള പദ്ധതികളുണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ ഒന്നാമത്തെ പദ്ധതി എന്താണ് പറഞ്ഞത്? വൃക്കയ്ക്ക് തകരാർ സംഭവിച്ച് മാസത്തിലൊരിക്കലെങ്കിലും ഡയാലിസിസിന് വിധേയരാകുന്ന വ്യക്തിയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും? പ്രതിമാസം പെൻഷൻ ലഭിക്കും. അതാണ് സമാശ്വാസം 3. അടുത്ത സമാശ്വാസം 2 എന്താണ് പറയുന്നത്? വൃക്ക, കരള് മുതലായ അവയവമാറ്റ ശസ്ത്രക്രിയക്ക് വിധേയരായി കഴിഞ്ഞിട്ട് അപ്പോൾ തുടർന്നുള്ള ചികിത്സയ്ക്ക് വേണ്ടി ധനസഹായം നൽകുന്നൊരു പദ്ധതിയാണ് സമാശ്വാസം 2 എന്ന് പറയുന്നത്. ഇനി സമാശ്വാസം 3 എന്തായിരുന്നു പറഞ്ഞത്? അത് ഹീമോഫീലിയയും അതുപോലെ തന്നെ അനുബന്ധ രോഗം ബാധിച്ചവർക്കുള്ള ധനസഹായം നൽകുന്നതാണ്. ഇനി എന്താണ് സമാശ്വാസം 4 എന്ന് പറയുന്നത്? അത് അരിവാൾ രോഗം അല്ലെങ്കിൽ സിക്കിൾ സെൽ അനീമിയ ബാധിച്ച നോൺ ട്രൈബൽ വിഭാഗത്തിൽ പെടുന്നവർക്ക് പ്രതിമാസം ഒരു ധനസഹായം കൊടുക്കുന്നതാണ് സമാശ്വാസം 4 എന്ന് പറയുന്നത്. സോ ഇത് ഇത്രയും ഓർത്തിരിക്കുക. അടുത്തൊരു പദ്ധതിയാണ് വൺ ഹെൽത്ത് പ്രോഗ്രാം. എന്താണ് വൺ ഹെൽത്ത് പ്രോഗ്രാം അല്ലെങ്കിൽ ഏകാരോഗ്യം എന്നും പറയാം. ഏകാരോഗ്യം ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? മനുഷ്യൻ്റെ ആരോഗ്യത്തോടൊപ്പം മൃഗങ്ങളുടെയും പരിസ്ഥിതിയുടെയും ആരോഗ്യം നിലനിർത്തി രോഗപ്രതിരോധം കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് വൺ ഹെൽത്ത് അല്ലെങ്കിൽ ഏകാരോഗ്യം എന്ന് പറയുന്നത്. എന്താണ്? മനുഷ്യൻ്റെ ആരോഗ്യത്തോടൊപ്പം തന്നെ മൃഗങ്ങളുടെയും പരിസ്ഥിതിയുടെയും ആരോഗ്യം നിലനിർത്തിക്കൊണ്ട് രോഗപ്രതിരോധം കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ചൊരു പദ്ധതിയാണ് വൺ ഹെൽത്ത് അല്ലെങ്കിൽ ഏകാരോഗ്യം എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ ആണ് കാതോരം. എന്താണ് കാതോരം? നവജാത ശിശുക്കളുടെ കേൾവി വൈകല്യം കണ്ടുപിടിച്ച് സൗജന്യ ചികിത്സ നൽകുന്നതിനായി കേരള സാമൂഹിക മിഷനും കേരള ആരോഗ്യ മിഷനും ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയാണ് കാതോരം. എന്താണ് കാതോരം? നവജാത ശിശുക്കളുടെ കേൾവി വൈകല്യം കണ്ടുപിടിച്ച് സൗജന്യ ചികിത്സ നൽകുന്നതിനായി കേരള സാമൂഹിക മിഷനും കേരള ആരോഗ്യ മിഷനും ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയാണ് കാതോരം. ഇനി മറ്റൊരു പദ്ധതിയാണ് ശലഭം പദ്ധതി. എന്താണ് ശലഭം പദ്ധതി? കേരളത്തിലെ ശിശു മാതൃമരണ നിരക്കുകൾ എന്താണ്? കേരളത്തിലെ ശിശു മാതൃമരണ നിരക്കുകൾ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി നവജാത ശിശുക്കളിൽ നടത്തിവരുന്ന കോംപ്രഹെൻസീവ് ന്യൂ ബോൺ സ്ക്രീനിംഗ് പ്രോഗ്രാമാണ് ശലഭം പദ്ധതി. എന്താണ് ശലഭം പദ്ധതി? കേരളത്തിലെ ശിശു മാതൃമരണ നിരക്കുകൾ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി നവജാത ശിശുക്കളിൽ നടത്തിവരുന്ന കോംപ്രഹെൻസീവ് ന്യൂ ബോൺ സ്ക്രീനിംഗ് പ്രോഗ്രാമാണ് ശലഭം പദ്ധതി. ദ നെക്സ്റ്റ് വൺ ആണ് സുകൃതം. എന്താണ് സുകൃതം? കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ്. എന്താണ്? കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ് സുകൃതം എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ട്രാൻസ്ജെൻഡേഴ്സിനായിട്ടുള്ള പദ്ധതികൾ ഏതൊക്കെയാണെന്ന്. എന്തൊക്കെയാണ് ട്രാൻസ്ജെൻഡേഴ്സിനായിട്ടുള്ള പദ്ധതികളെന്ന് നമുക്ക് നോക്കാം. അപ്പം മഴവില്ല് എന്ന പദ്ധതിക്കുള്ളിലാണ് ഒരുപാട് പദ്ധതികൾ വരുന്നത്. അപ്പം എന്താണ്? മഴവില്ല് എന്ന പദ്ധതിക്കുള്ളിലായിട്ടാണ് ഒരുപാട് പദ്ധതികൾ വരുന്നത്. ഇന്ത്യയിൽ ആദ്യമായി ട്രാൻസ്ജെൻഡേഴ്സിനായി ഒരു നയം അല്ലെങ്കിൽ പോളിസി രൂപീകരിച്ച സംസ്ഥാനം ഏതാണ്? കേരളമാണ്. അപ്പം എന്താണ്? മഴവില്ല് എന്ന പദ്ധതിക്കുള്ളിലായിട്ടാണ് എന്ത് വരുന്നത്? ഒരുപാട് പദ്ധതികൾ വരുന്നത്. ആർക്ക് വേണ്ടിയിട്ട്? ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ട്. അതുപോലെ ഇന്ത്യയിൽ ആദ്യമായി ട്രാൻസ്ജെൻഡേഴ്സിനായി ഒരു നയം അല്ലെങ്കിൽ പോളിസി രൂപീകരിച്ച സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഫസ്റ്റ് പ്രോഗ്രാം എന്താണെന്ന് നോക്കാം. യത്നം പദ്ധതി. എന്താണ് യത്നം പദ്ധതി? ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് മത്സര പരീക്ഷാ പരിശീലനത്തിന് ഫിനാൻഷ്യൽ സഹായം കൊടുക്കുന്നതാണ്. അപ്പോൾ അതാണ് ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് മത്സര പരീക്ഷാ പരിശീലനത്തിന് ധനസഹായം നൽകുന്ന ഒരു പദ്ധതിയാണ് യത്നം
യത്നം പദ്ധതി എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ ആണ് സാകല്യം പദ്ധതി. എന്താണ് സാകല്യം പദ്ധതി? എന്താ ഉദ്ദേശിക്കുന്നത്? ഇവർക്കുള്ള തൊഴിൽ പരിശീലനമാണ് അല്ലേ. അപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിനായിട്ടുള്ള തൊഴിൽ പരിശീലനമാണ് ഏതിനകത്ത് വരുന്നത്? സാകല്യം പദ്ധതിയിൽ വരുന്നത്. ഇനി അടുത്തൊരു പദ്ധതിയാണ് കരുതൽ പദ്ധതി. എന്താണ് കരുതൽ പദ്ധതി? ട്രാൻസ്ജെൻഡേഴ്സിന് എമർജൻസി സിറ്റുവേഷനിൽ സഹായം എത്തിക്കുന്ന ഒരു പദ്ധതിയാണ് കരുതൽ പദ്ധതി. എന്താണ്? ട്രാൻസ്ജെൻഡേഴ്സിന് എമർജൻസി സിറ്റുവേഷനിൽ സഹായം എത്തിക്കുന്ന ഒരു പദ്ധതിയാണ് കരുതൽ പദ്ധതി. ദ നെക്സ്റ്റ് വൺ ആണ് വർണ്ണം പദ്ധതി. എന്താണ് വർണ്ണം പദ്ധതി? ട്രാൻസ്ജെൻഡേഴ്സിന് വിദൂര വിദ്യാഭ്യാസ കോഴ്സുകൾ പഠിക്കാനുള്ള സഹായം കൊടുക്കുന്നതാണ് വർണ്ണം പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് വർണ്ണം പദ്ധതി? ട്രാൻസ്ജെൻഡേഴ്സിന് വിദൂര വിദ്യാഭ്യാസ കോഴ്സുകൾ പഠിക്കാനുള്ള സഹായം നൽകുന്നതാണ് വർണ്ണം പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ നെക്സ്റ്റ് വൺ ആണ് സഫലം പദ്ധതി. എന്താണ് സഫലം പദ്ധതി? പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന ട്രാൻസ്ജെൻഡേഴ്സ് വിദ്യാർത്ഥികൾക്കായിട്ടുള്ള പദ്ധതിയാണ് സഫലം പദ്ധതി. എന്താണ്? പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന ട്രാൻസ്ജെൻഡേഴ്സ് വിദ്യാർത്ഥികൾക്കായിട്ടുള്ള ഒരു പദ്ധതിയാണ് സഫലം പദ്ധതി. ദ നെക്സ്റ്റ് വൺ ആണ് സമന്വയ തുടർ വിദ്യാഭ്യാസ പദ്ധതി. എന്താണ് സമന്വയ തുടർ വിദ്യാഭ്യാസ പദ്ധതി? എന്താ ഉദ്ദേശിക്കുന്നത്? സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ കഴിയാത്തവർക്ക്, എന്താണ് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ കഴിയാത്തവർക്കായി വിദ്യാഭ്യാസം കണ്ടിന്യൂ ചെയ്യാനുള്ളൊരു പദ്ധതിയാണ് സമന്വയ തുടർ വിദ്യാഭ്യാസ പദ്ധതി. എന്താണത്? സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ കഴിയാത്തവർക്കായി വിദ്യാഭ്യാസം കണ്ടിന്യൂ ചെയ്യാനുള്ളൊരു പദ്ധതിയാണ് സമന്വയ തുടർ വിദ്യാഭ്യാസ പദ്ധതി എന്ന് പറയുന്നത്. സോ ഇത്രയും 6 എണ്ണമാണ് പ്രധാനമായിട്ടുള്ള ട്രാൻസ്ജെൻഡേഴ്സിനായിട്ടുള്ള പദ്ധതി. ഏതൊക്കെയാണ്? യത്നം പദ്ധതി, അതെന്തിനായിരുന്നു? ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് മത്സര പരീക്ഷാ പരിശീലനത്തിന് ഫിനാൻഷ്യൽ സഹായം നൽകുന്നു. ദെൻ സാകല്യം പദ്ധതി എന്തിനായിരുന്നു? അവർക്ക് തൊഴിൽ പരിശീലനമാണ്. മൂന്നാമത്തേത് കരുതൽ പദ്ധതി. എന്താണ്? ട്രാൻസ്ജെൻഡേഴ്സിന് എമർജൻസി സിറ്റുവേഷനിൽ സഹായം എത്തിക്കുന്ന പദ്ധതിയാണ്. നാലാമത്തേത് എന്താണ്? വർണ്ണം പദ്ധതി. എന്താണ്? ട്രാൻസ്ജെൻഡേഴ്സിന് വിദൂര വിദ്യാഭ്യാസ കോഴ്സുകൾ പഠിക്കാനുള്ള സഹായമാണ്. ദെൻ സഫലം പദ്ധതി എന്താണ്? പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന ട്രാൻസ്ജെൻഡേഴ്സ് വിദ്യാർത്ഥികൾക്കായിട്ടുള്ളൊരു പദ്ധതിയാണ്. ദെൻ ആറാമത്തെ എന്താണ്? സമന്വയ തുടർ വിദ്യാഭ്യാസ പദ്ധതിയാണ് അടുത്തത്. ഓക്കെ, ഇത്ര നമ്മൾ നോക്കിയത് കേരള സർക്കാരിൻ്റെ ആരോഗ്യ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട സ്കീംസ് ആയിരുന്നു. ഇനി നമുക്ക് 2 നമുക്ക് എക്സ്ട്രാ ഒരു കാര്യം കൂടെ നോക്കാം. എന്താണ്? ദേശീയ തലത്തിലുള്ള ഒരു പ്രോഗ്രാം ഉണ്ട്, അതാണ് ജീനോം ഇന്ത്യ എന്ന് പറയുന്നത്. എന്താണ് ജീനോം ഇന്ത്യ? ദേശീയ തലത്തിൽ ജനിതക ഡേറ്റാബേസ് തയ്യാറാക്കാനായി ആരംഭിച്ചൊരു പദ്ധതിയാണ് ജീനോം ഇന്ത്യ. എന്താണ് ജീനോം ഇന്ത്യ? ദേശീയ തലത്തിൽ ജനിതക ഡേറ്റാബേസ് തയ്യാറാക്കാനായിട്ട് ആരംഭിച്ചൊരു പദ്ധതിയാണ് ജീനോം ഇന്ത്യ. അതുപോലെ നെക്സ്റ്റ് ഒരു പ്രോഗ്രാമാണ് പാദം പാതുകാപ്പും. എന്താണ് പാദം പാതുകാപ്പും? ഈ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇത് ആരംഭിച്ച പദ്ധതിയാണ്? തമിഴ്നാട്ടിൽ ആരംഭിച്ച ഒരു പദ്ധതിയാണ് പാദം പാതുകാപ്പും. എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത്? പ്രമേഹം ഗുരുതരാവസ്ഥയിലെത്തി കാലുകൾ മുറിച്ചു മാറ്റുന്ന അവസ്ഥ ഉണ്ടാകാതെ രോഗികളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തമിഴ്നാട് ആരംഭിച്ച പദ്ധതിയാണ് പാദം പാതുകാപ്പും. എന്താണ് പാദം പാതുകാപ്പും എന്ന് പറയുന്നത്? പ്രമേഹം ഗുരുതരാവസ്ഥയിലെത്തി കാലുകൾ മുറിച്ചു മാറ്റുന്ന അവസ്ഥ ഉണ്ടാകാതെ രോഗികളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ തമിഴ്നാട് ആരംഭിച്ച പദ്ധതിയാണ് പാദം പാതുകാപ്പും എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയുമാണ് കേരള സർക്കാരിൻ്റെ ആരോഗ്യക്ഷേമ പദ്ധതികൾ എന്ന് പറയുന്നത്. അപ്പം വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. മാക്സിമം എല്ലാ സ്കീംസും പോയിൻറ്സും ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ക്ലാസ് കേട്ട് പോയിൻറ്സിൽ കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ ടൈം കിട്ടുമ്പോഴൊക്കെ എന്ത് ചെയ്യുക? വളരെ ഫ്രീ ആയിട്ട് കൂളായിട്ട് ഈ ക്ലാസ്സുകൾ വീണ്ടും വീണ്ടും കേട്ട് പരിചയമാക്കുക. അപ്പോൾ കൂടുതലും സ്കീംസിൻ്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് അതിൻ്റെ ആശയവും കിട്ടുന്നതായിരിക്കും. സോ ക്ലാസ് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ ക്ലാസ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ഫലപ്രദമായ വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്യുക. ഒപ്പം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.